ഈസി ചോയ്സ് ഓർ എ മോർ മാർക്കറ്റഡ് ചോയ്സ്? ഇവിടാണ് നമ്മുടെ ചുറ്റുമുള്ള ബിസിനസ്സുകൾ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതി. ഇറ്റ്സ് എ മോർ മാർക്കറ്റഡ് പ്ലേസ്. ഇപ്പം നമ്മുടെ ഇവിടെ വിഴിഞ്ഞം പ്രൊജക്റ്റ് വരുന്നുണ്ട്. ഇൻ ദ നെക്സ്റ്റ് 4 to 5 years ലോജിസ്റ്റിക്സിലുള്ള എത്ര ഗ്രാജുവേറ്റ്സിന് ആ സീ പോർട്ടിൽ ജോലി കിട്ടാം? ഈവൻ ദ കണ്ടെയ്നർ, ലൈക്ക് അവിടെ ഫുള്ളി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ പിക്ക് ആൻഡ് ഡ്രോപ്സ് ആണ്. ആ ഒരു ഓട്ടോമേഷൻ എത്ര പേർക്ക് ജോലി കിട്ടാം? അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷനും കോഴ്സസും എത്ര കമ്പനീസ് പുഷ് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് ആണോ നമ്മൾ ഇവിടുന്ന് ഇവിടെ സീപോർട്ട് വരെ പോകുന്ന വഴി കാണുന്നത്? 100% ഒരു സീപോർട്ട് വിഴിഞ്ഞത്ത് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ടെക്നിക്കലും നോൺ ടെക്നിക്കലായിട്ടുള്ള റോൾസ് വന്നിരിക്കും. ആൻഡ് ആ റോൾസ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കോഴ്സസ് ഇന്നിപ്പോൾ ഇവിടെ ഇല്ല, അത് വരണം. പക്ഷെ അവർ വന്നു കഴിഞ്ഞാലും അവരുടെ മാർക്കറ്റിങ്ങും ഈ ഒരു ഇയറിൽ തന്നെ 100,000 പേരെ കാനഡയിലേക്ക് കയറ്റി വിടുന്ന കമ്പനികളുടെ മാർക്കറ്റിങ്ങും ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ്. സോ അത് ഈസി വേ ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നമ്മുടെ മുമ്പിൽ പെടുന്ന ഏറ്റവും മാർക്കറ്റഡ് ഓപ്ഷൻ പുറത്തേതായിരുന്നു. അങ്ങനെ ആയിക്കൂടെ? ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പാത്ത് ടു പീക്ക്. ഇന്ന് ഈ ഒരു എപ്പിസോഡ് എടുക്കുന്നത് നമ്മൾ പലപ്പോഴായിട്ട് ഞാൻ പല പോഡ്കാസ്റ്റിലും അമൽ എന്ന് പരാമർശിക്കുന്ന പേരിൻ്റെ ഉടമയാണ് ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ആൻഡ് ഇത്രയും കാലം പുറകിൽ നിന്ന് എന്നെ എഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അമലിനെ ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കണ്ടന്റുകളായിരിക്കും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ ഗസ്റ്റ് ഇല്ലാത്തതിൻ്റെ ഒരു റീസൺ തന്നെ ഞാനും അമലും കൂടെ കുറേ മൂവീസിനെ കുറിച്ചും നമ്മുടെ ചുറ്റുമുള്ള കുറേ ഫിലോസഫീസ് അല്ലെങ്കിൽ തിയറീസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമുക്ക് തോന്നി ഈ ഇടയ്ക്ക് ഇറങ്ങിയ 2 സിനിമകൾ, ഒന്ന് വാഴയും, വാഴ 2 ആൻഡ് അടുത്ത പ്രതിച്ഛായ. ആൻഡ് ഈ 2 മൂവീസ് കണ്ടപ്പോഴും നമ്മൾ ഈ മൂവീസ് വരുന്നതിന് മുമ്പ് തന്നെ സംസാരിച്ചിട്ടുള്ള കുറേ കോൺസെപ്റ്റ്സ് ഇതിനകത്ത് കയറി വന്ന പോലെ തോന്നിച്ചിട്ടുണ്ട്. സോ അപ്പോഴാണ് നമ്മൾ തീരുമാനിച്ച് ഇങ്ങനെ ഇരിക്കാമെന്ന്. അങ്ങനെയല്ലേ അമലെ? വല്ല വ്യത്യാസം വല്ലതും ഉണ്ടോ? ഒരു വ്യത്യാസമില്ല. എഡിറ്റ് ചെയ്ത് കളയാനായിട്ട് എന്തെങ്കിലും? കളയത്തില്ല. ഒന്നും കളയത്തില്ല. ഇല്ല. ടു സ്റ്റാർട്ട് വിത്ത് അമൽ, ആക്ച്വലി എല്ലാവരും ഈ പേര് മാത്രമേ കേട്ടിട്ടുള്ളല്ലോ, അമൽ എന്ന് പറഞ്ഞിട്ട്. അത് മതിയല്ലേ ഈ പേരൊക്കെ ആവശ്യമുള്ളെന്ന്? എന്നാലും മീനംകുളത്തുനിന്ന് വരുന്ന കഴക്കൂട്ടം ചെയ്യാനുള്ള ആദ്യത്തെ. ഓക്കെ, സോ ഹൗ ഡിഡ് അമൽ എൻഡ് അപ്പ് ബീയിങ് ഇൻ മാർക്കറ്റിംഗ്, എഡിറ്റിംഗ്, ഈ ഒരു സെക്ടറിലോട്ടൊക്കെ എങ്ങനെ അമൽ വന്നെത്തിയത്? ലൈക്ക് ആർട്ടായിരുന്നു എൻ്റെ പാഷൻ. സോ അത് തന്നെ ഞാൻ ചെയ്തു. പണ്ട് തൊട്ട് ലൈക്ക് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. യൂട്യൂബ് വീഡിയോസ് നോക്കി പഠിച്ചു. സ്റ്റാർട്ടഡ് ആ യൂട്യൂബ് ചാനൽ. അതിലിങ്ങനെ ട്യൂട്ടോറിയൽസ് ഇട്ട് തുടങ്ങി. അപ്പം ട്യൂട്ടോറിയൽസ് ഇടുന്നതിൻ്റെ കൂടെ പഠിക്കുകയും ചെയ്തു. അങ്ങനെ വെന്റ്. ഏത് ഇയറിലായി യൂട്യൂബിന്റെ ചാനൽ തുടങ്ങി? 15-16. ആക്ച്വലി അപ്പോൾ OG യൂട്യൂബേഴ്സിന്റെ കൂട്ടത്തിൽ അതെ. അമൽ അശോക് ഉണ്ടായിരുന്നു. അതെ. കുറെ കാരണങ്ങളാൽ നിർത്തേണ്ടി വന്നു. എന്ത് കാരണമായിരുന്നു? മെയിൻലി വീട്ടിൽ ചീത്ത വിളി. ഞാൻ എപ്പോഴും നോക്കിയാൽ ലാപ്ടോപ്പിന്റെ ഫ്രണ്ടിലുള്ള. പക്ഷെ എനിക്കത് അതിന്റെ ഒരു ട്വിസ്റ്റ് ആയിട്ട് പപ്പയും മമ്മിയും കുറച്ചാലും കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ പറയുന്നുണ്ട് നീ സ്ട്രീം ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അല്ലല്ല, ഇപ്പം ബാക്കിയുള്ള പിള്ളേരെല്ലാം ഇതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആവുന്നു. ഇപ്പൊ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്തില്ലേ, ഇത് എവിടെ റിസൾട്ട് എവിടെയെന്നാണ് ചോദിക്കുക. ഞാൻ പറഞ്ഞു ചെയ്തില്ലല്ലോ, ചെയ്യാൻ സമ്മതിച്ചു. ഐ ഡോണ്ട് ബ്ലെയിം ദം, കാരണം അവർക്ക് അറിയത്തില്ലായിരുന്നു ആ സമയത്ത്. ദേ ആർ നോട്ട് എഡ്യൂക്കേറ്റഡ്. ഇപ്പം ദേ ആർ ലൈക്ക് കുറച്ചുകൂടെ ഓപ്പൺ ടു ദാറ്റ് ബിക്കോസ് അവരത് കാണുന്നുണ്ട്. ദേ ആർ കൺസ്യൂമിങ് ഇറ്റ്. പണ്ട് അവരത് കൺസ്യൂം ചെയ്യുന്നില്ല, നമ്മളല്ലേ ഇത് കാണുന്നുള്ളൂ. ദേ ആർ നോട്ട് യൂസിങ് മൊബൈൽ ഫോൺസ് അങ്ങനെ മേജറായിട്ട് യൂസ് ചെയ്യുന്നില്ല. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഇല്ല. ഇപ്പം നൗ ദേ ആർ ഓൾ ഓൺ ലൈക്ക് ഫേസ്ബുക്ക്, യൂട്യൂബ്. അതൊക്കെ കാണുമ്പം പണ്ട് നമ്മൾ ഫോൺ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നീ അത് തോണ്ടിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ പൈസ കിട്ടുമോ? രാത്രിയായി കഴിഞ്ഞാൽ സ്ക്രീനിൽ നോക്കാൻ പാടില്ല. ഇപ്പൊ 7 മണി 8 മണി ആകുമ്പോഴത്തേക്ക് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഓൺലൈൻ ആവുന്ന പപ്പയും മമ്മിയും ഒക്കെ ഫേസ്ബുക്കിൽ കയറിയിട്ട് ഫോർവേഡ് മെസ്സേജുകൾ കൂടെ ആയിരിക്കും അല്ലേ? സത്യം. സോ ദാറ്റ് ഓൾസോ ബ്രിങ്സ് ഇൻ ടു എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്, പാരന്റിങ്. ആൻഡ് നമ്മൾ വാഴ കണ്ടപ്പോഴും പാരന്റിങ് വാസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഇറ്റ്. ട്രൂ. ആൻഡ് വാട്ട് യു സെഡ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. ആൻഡ് ഇത് ഞാൻ ആക്ച്വലി നമ്മൾ ഈ പോഡ്കാസ്റ്റ് തൊട്ട് മുമ്പ് വേറെ പോഡ്കാസ്റ്റ് കേട്ടോണ്ടിരുന്നപ്പോൾ അതിൻ്റെ അത് പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു. ഈ നമ്മൾ പലപ്പോഴും നമ്മുടെ ഡ്രീംസ് നമ്മുടെ പേരൻസിന് മുമ്പിൽ പുട്ട് ഫോർവേഡ് ചെയ്യുന്നുണ്ടേ. അവർ നമ്മുടെ ശത്രുക്കളായതുകൊണ്ടല്ല അത് എതിർക്കുന്നത്. കറക്റ്റ്. They actually don't know that there is a revenue behind it. Correct. അവർ നോക്കുന്നുണ്ട് ഇപ്പം 2015 യു ആർ വെരി യങ്. അങ്ങനെയുള്ളൊരു പയ്യനെ കഥകം അടച്ചിട്ട് സ്ട്രീമും ചെയ്ത് എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. ആൻഡ് ഐ ഡോണ്ട് നോ ലൈക്ക് വാട്ട് യു ഡൂയിങ്, ഗെയിമിംഗ് സ്ട്രീംസ് ഓർ? ഐ വാസ് ട്യൂട്ടോറിയൽസ്. സ്ട്രീം അല്ല, വീഡിയോസ് ഉണ്ടാക്കുക. വീഡിയോസ്, ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽസ്. ഓക്കെ. അപ്പോൾ പപ്പ അമ്മയും നോക്കുന്നുണ്ട്
കൊച്ചിന്റെ കണ്ണടിച്ചു പോകും ഇത്ര നേരം അതെ. സ്ക്രീൻ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ. മെയിനായിട്ട് മറ്റേ 10ാം ക്ലാസ് തിങ് ലൈഫ് 10ാം ക്ലാസ് +1 +2 മറ്റേ ലൈഫ് ചേഞ്ചിങ് സംഭവം ആ ഒരു സ്റ്റിഗ്മ ഉണ്ടല്ലോ. അതെ, അതെ. അത് കാരണം കയറി വന്നു. കറക്റ്റ്. പക്ഷെ അതിനും അമൽ ആക്ച്വലി ഞാൻ ആ പോഡ്കാസ്റ്റിൽ തന്നെ കേട്ടൊരു നല്ലൊരു കോൺസെപ്റ്റ് ആയിരുന്നു. റാദർ ദാൻ സ്റ്റോപ്പിംഗ് ആൻഡ് ബീങ് ലൈക്ക് നിങ്ങൾ എന്നെ എതിർക്കുക, നിങ്ങൾ എന്നെ നിർത്തുക, സോ ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ്. റാദർ ദാൻ ദാറ്റ് മേ ബി ഇൻ ദ കറന്റ് ജനറേഷൻ വാട്ട് ദർ ഡൂയിങ് ഇസ് അപ്പോഴും പേരൻസ് പറയുന്നുണ്ട് നിനക്ക് സ്കൂളിൽ പോകണം നീ നിർത്തുന്നൊക്കെ. പക്ഷെ അവരത് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പ്രൂവ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കും ഇതുണ്ട് ഇപ്പം എനിക്ക് 10K ആയി 20K ആയി. ആൻഡ് മേ ബി ദ പേരൻസ് ആർ ഓൾസോ ഫ്രം എ ഡിഫറെന്റ് ജനറേഷൻ ആണ്. ഇപ്പൊ യങ് പിള്ളേരെ പേരൻസ് എന്ന് പറയുന്നത് അവർ മോസ്റ്റ് പ്രോബ്ലി 90s അല്ലെങ്കിൽ ലേറ്റ് 80s 1980s ജനിച്ചവരായിരിക്കും. അപ്പൊ അവർ ഇച്ചിരി കൂടെ ഇതിനോട് അഡാപ്റ്റ് അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ഒരു അവയർനെസ് ഉണ്ട്. സോ ഈവൻ വെൻ വി സേ കി എൻ്റെ ഒരു അംബിഷൻ നമ്മളോട് നിന്ന് പോയാലും ഫോർ പീപ്പിൾ ഹു ആർ ഔട്ട് ദർ ഇപ്പം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പേരൻസ് എവിടെയെങ്കിലും വെച്ചൊരു ഹേർഡിലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മേ ബി ട്രൈ ടു എഡ്യൂക്കേറ്റ് ദം. മേ ബി അവർക്ക് അറിയത്തില്ലായിരിക്കും. മെയിൻലി അതാ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കണം. എൻ്റെ കേസിൽ പറ്റിയെന്ന് വെച്ചാൽ ഒരു വാശിക്ക് വേണ്ടിയാവും അങ്ങനെ നിർത്തി. അവർക്ക് നഷ്ടമില്ല, എനിക്കാണ് നഷ്ടം വന്നത് സത്യം പറഞ്ഞത്. പക്ഷെ അന്ന് നമ്മൾ ഇച്ചിരി കുറച്ച് വ്യൂസ് 30K 20K അങ്ങനെ കിട്ടുമായിരുന്നു. 15-16 അത്രയും വ്യൂസ് പറയുമ്പോൾ മോണിറ്റൈസ് ചെയ്ത് വന്നായിരുന്നോ? എനിക്ക് ആക്ച്വലി മറ്റേ ആഡ്സെൻസ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ അവരെ ലൈക്ക് മോണിറ്റൈസേഷൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ. സോ ഐ ഗോട്ട് ദിസ് വീട്ടിലിങ്ങനെ വെരിഫിക്കേഷന് വേണ്ടി വരുന്ന ആ സംഭവം ഒരു ലെറ്ററൊക്കെ വന്നു. ഐ ഹാവ് ദാറ്റ് ലെറ്റർ ടിൽ നൗ വിത്ത് മീ. പിന്നെ അതിനുശേഷം യൂട്യൂബിൻ്റെ പോളിസീസ് മാറി, കുറേ ഇത് വന്നു. ലൈക്ക് ഇപ്പം ഇത്ര സബ്സ്ക്രൈബേഴ്സ് വേണം, ഇത്ര ടൈം വേണം, അത് വേണം, ലൈക്ക് വാച്ച് ടൈം, അങ്ങനെയൊക്കെ കുറേ സംഭവം, അങ്ങനെ കുറേ ലിമിറ്റേഷൻസ് വന്നു. അതെ. ഓക്കെ ഓക്കെ. ബട്ട് അഗൈൻ എവറിഥിങ് ഹാസ് എ റീസൺ റൈറ്റ്? ലൈക്ക് ചില ഡിസിഷൻസ് അങ്ങനെ പോയിരുന്നെങ്കിൽ ഒരിക്കലും പാസ്റ്റ് പീക്കിലേക്ക് അമൽ ചിലപ്പോൾ എത്തിച്ചേർത്തില്ലായിരിക്കും. ഇല്ല, ചിലപ്പോൾ ഇവിടെ ഒരു ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നേനെ. അതെ. എന്തായാലും ഇവിടെ ഗസ്റ്റ് ഇപ്പോഴും വന്നിരുന്നല്ലോ. യു ഹാവ് അച്ചീവ്ഡ്. ഗസ്റ്റ് അല്ലല്ലോ നമ്മള്, ഇതെല്ലാം എഡിറ്റ് ചെയ്യേണ്ടി. സത്യം. But again, this topic I want to actually spend a little bit of time because parenting എന്ന് പറയുന്ന ഒരു ആസ്പെക്ടിനെ വെച്ചിട്ട് പലരും ഒരു ഗ്ലോറിഫൈ ചെയ്യാറുണ്ട്. ലൈക്ക് ഒരു പേരന്റ് ആണെങ്കിൽ തെറ്റാകാൻ പറ്റത്തില്ല, ഒരു പേരന്റ് ആണെങ്കിൽ അവർ എപ്പോഴും റോൾ മോഡൽ ആയിരിക്കണം. ലൈക്ക് യു കാൺട്ട് സീ യുവർ ഫാദർ ബീങ് എ വില്ലൻ. യുവർ ഫാദർ ഹാസ് ടു ബി എ ഹീറോ. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഹീറോ ആണ്. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തം, അല്ലെങ്കിൽ നമ്മളെപ്പോഴും കറക്റ്റ് വഴി കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മോറൽ ബീക്കൺ ആയിരിക്കണം അല്ലേ? പക്ഷെ നമ്മൾ ഈ വാഴ കാണുമ്പോൾ അവിടെയാണ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിച്ച സ്ക്രിപ്റ്റ് റൈറ്റർ കാണിച്ച ഒരു കോൺസെപ്റ്റ്. ദേ ആർ ഷോയിങ് 2 kinds ഓഫ് പാരന്റിങ്. വൺ ഇസ് ദ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അതിനകത്ത് വിനായകനൊക്കെ കാണുന്ന നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പാരന്റിങ് കാണുന്നുണ്ട്. പാരലലി രണ്ടാമത്തുണ്ട് 2 ആൺപിള്ളേരെയും ഗൾഫിൽ പറഞ്ഞു വിട്ട് എൻ്റെ കടങ്ങൾ തീർക്കാനായിട്ട് നിങ്ങൾ ലൈക്ക് ഡു യു സീ അവർ ഹൗ ഡിഡ് യു ഫീൽ? ലൈക്ക് ആ മൂവി കാണുമ്പോൾ ആക്ച്വലി ഇത് ക്യാപ്ചർ ചെയ്തായിരുന്നു ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന്? അതില് ലൈക്ക് അലന്റെ ഫാദർ ആയാലും വി ക്യാൻ സീ ഹിം ലൈക്ക് നോട്ട് റൈറ്റ് ഔട്ട് ബ്ലെയിമിങ് ദർ കിഡ്. ലൈക്ക് പുള്ളിക്കാരൻ വന്നിട്ട് ലൈക്ക് മകനെ അക്യൂസേഷൻ നിൽക്കുമ്പോഴും പുള്ളിക്കാരനെ വന്നിട്ട് ഒരുമാതിരി മകനെ വഴക്കുറയാൻ നോക്കുമല്ല. ഹിസ് ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ദ റീസൺസ്, എന്തുകൊണ്ട് ഇങ്ങനെ ആയി, അതുകൊണ്ടാണ് മറ്റേ കടക്കാരനെ കൊണ്ടുവരുന്നതും അങ്ങനെ പിടിക്കുന്നതൊക്കെ. സോ ലൈക്ക് കുറേ ലൈക്ക് പാരലൽസ് പോലെ ഇത് നടക്കുന്ന കാര്യമാണ് റിയൽ ലൈഫിൽ. അതാ. ആൻഡ് അതിലാ മറ്റേ ഒരു അച്ഛൻ ഇച്ചിരി ഒരു നെഗറ്റീവ് ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. 2 പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിച്ച് സ്വന്തം കടം തീർക്കാന്ന് പറയുന്നത് അതും വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? നമ്മളെപ്പോഴും ഈ അച്ഛൻ അമ്മ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്ക് തെറ്റാൻ പറ്റത്തില്ലല്ലോ. ഇല്ല, ദേ ഹാവ് ടു ബി കറക്റ്റ്. അച്ഛനമ്മ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഭയങ്കര സീരിയസ് ആവുമല്ലോ. കൈൻഡ് ഗിൽ ട്രിപ്പിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. ബിക്കോസ് ഇപ്പം പുള്ളിക്കാരൻ പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ നെഗാവും, ഫുള്ള് മറ്റേ ഗിൽ ട്രിപ്പ് ചെയ്യും. പിന്നെ അവിടെ നിന്നാലും ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി കിട്ടത്തില്ല. ഇറ്റ്സ് ബെറ്റർ ടു ഗോ. അതുകൊണ്ടായിരിക്കും അവർ പോകാൻ ചൂസ് ചെയ്തതായിരിക്കും. ആൻഡ് ഇത് ആക്ച്വലി നമുക്ക് കാണുമ്പോൾ ചിലപ്പം നമ്മുടെ ഇമ്മീഡിയറ്റ് ലൈഫിൽ നടക്കാത്തതുകൊണ്ട് നമുക്ക് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇതുപോലെ കുറേ പേരുണ്ട് ലൈക്ക് വീടിനെ രക്ഷപ്പെടുത്താനായിട്ട് വളരെ യങ് ഏജിൽ തന്നെ ഗൾഫിൽ പോയി. ആൻഡ് ഇന്നിപ്പോൾ നമ്മൾ ഈ കാണുന്ന യൂറോപ്പ്, ഓസ്ട്രേലിയ, US അല്ലല്ലോ, ഗൾഫിലേക്ക് പോകുന്ന ലൈക്ക് ദർ ആർ എ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് ഹാർഡ്ഷിപ്സ് ദാറ്റ് ഫോളോ. സോ അങ്ങനെയുള്ളവർക്ക് എനിക്ക് തോന്നുന്നു അത് ഇച്ചിരൂടെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി കാണും ഉറപ്പായിട്ടും. പക്ഷേ ഈ ഒരു ആസ്പെക്ട് നിൽക്കുമ്പോൾ തന്നെയാണ് അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് എടുത്ത് കാണിക്കുന്ന രണ്ടാമത്തെ ഒരു പെർസ്പെക്റ്റീവാണ് ഈ നമ്മളെപ്പോഴും സംസാരിക്കാറുള്ള നമ്മുടെ ഇതിലുള്ള ബ്രെയിൻ ഡ്രെയിൻ. ഈ വട്ടത്തെ ഇലക്ഷനിലും കേരളത്തിൽ നടന്ന ഇലക്ഷനിൽ എനിക്ക് തോന്നുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ് ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കാൻ ശ്രമിച്ചൊരു കാര്യമാണ്
ബ്രെയിൻ ഡ്രെയിൻ. എന്തുകൊണ്ടാണ് ഇവിടുന്ന് പിള്ളേരെല്ലാവരും ഇപ്പോൾ ഗൾഫല്ലല്ലോ, യൂറോപ്പ്, US, ഓസ്ട്രേലിയ, ആൻഡ് ഓൾസോ വാട്ട് ഹാപ്പൻസ് വെൻ ദേ ഗോ ദർ. Yep. സോ അതിനെക്കുറിച്ച് ലൈക്ക് have you gone through some phases like that? Have you gone through a phase where you were like, എനിക്ക് ഓസ്ട്രേലിയയിൽ പോയി പഠിക്കണം, യൂറോപ്പിൽ പോയി പഠിക്കണം, ഞാൻ ജർമ്മനൊക്കെ പോയി പഠിച്ചതാ ഒരിടയ്ക്ക്. ജർമ്മനിയൊക്കെ പോയി പഠിച്ച? ജർമ്മനി പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പിന്നെ ഐ ഡ്രോപ്പ് ദാറ്റ്. അങ്ങനെ എങ്ങനെയാണ്? സോ ആക്ച്വലി ബിക്കോസ് ഐ നോ മൈ പാത്ത് വേ, ഹൗ ഡിഡ് ഇറ്റ് സ്റ്റാർട്ട് ഫോർ യു? ലൈക്ക് എങ്ങനെ ഈ ജർമ്മനി പോകണം എന്നുള്ളൊരു കോൺസെപ്റ്റ്? ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ലൈക്ക് നോ ബുൾഷിറ്റ്. എല്ലാവരും കാനഡയിൽ പോയി, കാനഡ സാച്ചുറേറ്റഡ് ആണെന്ന് തോന്നി. ജർമ്മനി വാസ് കുറച്ചുകൂടെ പിള്ളേർ പയ്യെ പയ്യെ പോകുന്നുള്ളൂ, അധികം സാച്ചുറേഷൻ ഇല്ല അവിടെ. സോ ലൈക്ക് ഓക്കെ, ജർമ്മനി സൗണ്ട്സ് ഗുഡ്. ആൻഡ് അവിടെ പബ്ലിക് കോളേജസ് ഉണ്ട്, സോ യു ക്യാൻ ട്യൂഷൻ ഫീസ് ഒക്കെ കുറയാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ് കമ്പയർഡ് ടു കാനഡ, UK ഉണ്ടോ. അതാ അപ്പോൾ അങ്ങോട്ടേക്ക് അതാണ് ക്രൈറ്റീരിയ നോക്കിയത്. എന്ത് പഠിക്കാനായിരുന്നു പോകുന്നത്? അവിടെ ടു MBA. MBA? അയ്യോ അതെനിക്കറിയത്തില്ല കേട്ടോ. അത് ഓർമ്മയില്ല. തിങ് ഈസ് BTech വിത്ത് MBA സ്ട്രോങ് എന്ന് ഞാൻ കേട്ടു. ഓക്കെ, സോ ഐ വാസ് ഡൂയിങ്, വലിയ റിസർച്ച് ചെയ്തില്ല. ഓക്കെ സെറ്റ് പോയി രക്ഷപ്പെടാൻ പറ്റും. അവിടെ പോയി സെറ്റിൽ ആകാൻ വേണ്ടി നോക്കിയോ? ലൈക്ക് നോക്കിയായിരുന്നു അവിടെ PR കിട്ടുമോ, എന്താണ് അവിടുത്തെ ഓപ്ഷൻസ് എന്നൊക്കെ? ഇല്ല. സോ വാട്ട് വാസ് യുവർ റിസർച്ച്? എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ലൈക്ക് ഞാൻ ഇതുപോലെ എഡിറ്റിംഗ് സംഭവമൊക്കെ ചെയ്യുന്നുണ്ട്, കുറച്ച് ഇങ്ങനെ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഒരു ജർമ്മൻകാരൻ പയ്യനുണ്ടായിരുന്നു. ആ പയ്യനെ സംസാരിച്ച പയ്യൻ പറഞ്ഞ രീതിക്ക് സെറ്റാണ് അവിടെ. പിന്നെ റേസസിൻ്റെ കാര്യം ഇതൊക്കെ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ ജർമ്മനിയിൽ കുറച്ച് എനിക്കൊന്ന് സൗത്ത് സൈഡിൽ അങ്ങനെ കുറച്ച് വയസ്സായ ആൾക്കാരുണ്ട്, അവിടെ മാത്രമേ ഇച്ചിരി സീനുള്ളൂ, അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. മെയിനായിട്ട് ജർമ്മൻ അറിഞ്ഞിരിക്കണം. ജർമ്മൻ അറിഞ്ഞിരുന്നാൽ പിന്നെ യു ക്യാൻ ജസ്റ്റ് സർവൈവ്. ഐ വാസ് ലൈക്ക് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു വെച്ചാൽ എന്തും ചെയ്ത് ജീവിക്കാം എന്നുള്ള സെറ്റപ്പ് ആയത്. പിന്നെ അത് ഡ്രോപ്പ് ചെയ്യാൻ തെറ്റി, കുറച്ച് കാര്യങ്ങളൊന്നും ഇടയ്ക്ക് വന്ന് കുറച്ച് ഇതായി. ഇതിൽ പക്ഷേ ഏറ്റവും രസകരമായ കാര്യം എന്താ പറയുക, നമ്മൾ എപ്പോഴും വെളിയിൽ പോകാൻ നോക്കുന്നുണ്ട്. ദ ഫസ്റ്റ് തിങ് ദാറ്റ് കൺസേൺസ് us is റേസിസം. ആൻഡ് ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ ഞാൻ ഇപ്പം വരെ കണ്ടുള്ള റേസിസം പറയുന്ന ആൾക്കാർ നമ്മൾ തന്നെയാണ്. നമ്മൾ നമ്മുടെ ചുറ്റും ഒന്ന് സ്റ്റൂവിന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ അത്യാവശ്യം നല്ലപോലെ ഡേ ടു ഡേ ബേസിസിൽ റേസിസ്റ്റ് കോമൻസ് മേക്ക് ചെയ്യാറുണ്ട്. നമ്മൾ നല്ലപോലെ റേസിസ്റ്റ് ആക്ടിവിറ്റീസ് കാര്യമുണ്ട്. അത് ലൈക്ക് വി ഡോണ്ട് പബ്ലിക്ലി ലൈക്ക് ഷെയിം ദം, അവരെ പോയി കളിയാക്കുക അങ്ങനെ ചെയ്യാറില്ല. ഐ ഫീൽ ലൈക്ക് കേരളത്തിൽ ഇപ്പോൾ പുറത്തുനിന്ന് എത്ര പേര് വന്ന് വർക്ക് ചെയ്യുന്നു, അവരൊക്കെ കുറച്ച് സേഫായിട്ട് എനിക്ക് തോന്നുന്നത്. എൻ്റെ അടുത്ത് 2-3 പേര് പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ദേ ലവ് കേരള. നോർത്ത് ഇന്ത്യ കമ്പയർ നോക്കുമ്പോഴത്തേക്കും നാഗാലാൻഡിലുള്ള ആൾക്കാരാണ്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ കേരളം ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എല്ലാവരും ദേ ട്രീറ്റ് ദം ആസ് ദെയർ ഓൺ. കേരളത്തിലുള്ള ആളിനെ പോലെ പുറത്തുനിന്ന് ഒരാളിനെ പോലെ ലൈക്ക് ട്രീറ്റ് ചെയ്യാൻ നോക്കത്തില്ല. ഐ ഫീൽ ലൈക്ക് കേരളത്തിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഡു യു തിങ്ക് നമ്മുടെ കേരളത്തിൽ അടുത്ത നമ്മുടെ ഗണപതി വിസർജനം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, നമ്മൾ ബോംബെയിൽ അല്ലെങ്കിൽ കൊൽക്കത്ത അല്ലെങ്കിൽ ഡൽഹി കാണുന്നതിൻ്റെ കൂട്ട് അവർ അതുപോലെ പൂജ റോഡ്സിലൊക്കെ ഇറങ്ങി നടത്തിയാൽ, അല്ലെങ്കിൽ ഇഫ് ദേ കണ്ടക്ട് സം ഓഫ് ദെയർ ഓൺ ഫെസ്റ്റിവൽസ്, വുഡ് വി മല്ലൂസ് ബി ദാറ്റ് റിസെപ്റ്റീവ്? ഐ ഫീൽ ലൈക്ക് അത് ഓക്കെ ആയിരിക്കും തോന്നുന്നു. കാരണം ഇപ്പോഴും അങ്ങനെ നടക്കുന്നുണ്ട്, പക്ഷെ ബാച്ചസിലാണ്. നമ്മളൊരു ഓപ്പൺ ആയിട്ട് സ്ട്രീറ്റ്സിൽ ഇറങ്ങി അത് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ലൈക്ക് മൊത്തത്തിൽ ചെയ്യുന്നില്ല. ഓരോരോ സോണി പറഞ്ഞല്ലോ, ഓരോരോ സ്ഥലത്ത് സെപ്പറേറ്റ് ലൈക്ക് ഉത്സവത്തിലൊക്കെ നമ്മളെവിടെ കിഴക്കൂട്ടത്തായാലും ഒരു ഉത്സവം ലൈക്ക് ആ റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും ആ ഡേ. അവിടെ നിന്ന് ലൈക്ക് പ്രൊസഷൻ കോവിൽ തൊട്ട് ബീച്ച് വരെ പോവും, ഫുൾ റോഡ് ആൾക്കാർ അങ്ങോട്ടേക്ക് നടക്കുന്ന ആ സെറ്റപ്പ് ആയിരിക്കും. ഐ ഫീൽ ലൈക്ക് ഇതുപോലെ ഒരുമിച്ചുള്ള പരിപാടി ഇല്ല എന്ന് തോന്നുന്നു. ഐ ഡോണ്ട് ബിക്കോസ് ഇതിനകത്ത് വരുന്ന ട്വിസ്റ്റ് എന്തായിരിക്കും അറിയോ? ഇമാജിൻ നമ്മുടെ ഓണത്തിന്റെ ദിവസത്തിൽ അവരുടെ ഇതിലൊരു ഫെസ്റ്റിവൽ വരണം, ആൻഡ് ദേ സെലിബ്രേറ്റ് ദാറ്റ് ഓവർ ഓണം, ആൻഡ് അവര് നമ്മുടെ റോഡ്സിലും അങ്ങനെയുള്ളൊരു പാട്ട് വരുന്നുണ്ട്. ഹൗ റിസെപ്റ്റീവ് വുഡ് ബി? ഐ വുഡ് സേ അത് അവരുടെ സൈഡിൽ നിന്നുള്ള ലൈക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് അവരുടെ ആചാരം അടിച്ച് ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. ദേ കൻ ജസ്റ്റ് സെലിബ്രേറ്റ് ഓൺ ദെയർ ഓൺ. വൈ ബോദർ അതേഴ്സ്? അപ്പോൾ പിന്നെ നമ്മളിത് മലയാളികൾ ചെന്ന് മെൽബണിലും ബ്രിസ്ബണിലും ലണ്ടൻ്റെ സ്ട്രീറ്റ്സിലും ക്രിസ്മസും ഈസ്റ്ററും എന്നല്ല, ഓണമായാലും ഓണത്തല്ലായാലും വടംവലി ആയാലും എല്ലാം അവരുടെ റോഡുകളിൽ ഇറങ്ങി സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടല്ലോ സോണിയുടെ അടുത്ത്, ലൈക്ക് ഇറ്റ്സ് ബുൾഷിറ്റ്. പക്ഷെ അതിനെ പലപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ദേ ആർ ബീങ് റേസിസ്റ്റ്, ലൈക്ക് വൈറ്റ് ആർ ബീങ് റേസിസ്റ്റ് അഗെയിൻസ്റ്റ് ഇന്ത്യൻസ് ബൈ നോട്ട് അലൗയിങ് ദം ടു സെലിബ്രേറ്റ് ദെയർ ഫെസ്റ്റിവൽസ്. ആ ഒരു കോൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. റേസിസം ഭയങ്കര സെലക്റ്റീവ് റേസിസം ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് യെസ് അല്ലേ, അത് കറക്റ്റായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴായാലും
ഒരു അതിഥി തൊഴിലാളിയെ കാണുമ്പോൾ എത്ര പേരാണ് അതിഥി തൊഴിലാളിയെ ഇങ്ങോട്ട് വരുമെന്ന് വിളിക്കുന്നത്? നമ്മൾ എത്ര പേര് വിളിക്കാം? റോഡിലിറങ്ങി നമ്മൾ അങ്ങനെ വിളിക്കാറുണ്ടോ? ഇല്ല. ലോട്ട് ഓഫ് പീപ്പിൾ ഗെറ്റ് ആജിറ്റേറ്റഡ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് മെനു വായിക്കാൻ വരുന്നുണ്ട്. ഞാൻ ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് വരെ തോന്നിച്ചിട്ടുണ്ട്, കേരളത്തിൽ തലസ്ഥാനത്തിലിരിക്കുന്ന ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്, ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി അറിഞ്ഞിരിക്കണം. നമ്മൾ ഇവിടെ കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റ്സിൽ എത്ര റെസ്റ്റോറൻറ്റിലാണ് ഒരു മലയാളി വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ എടുക്കുന്നത്? പ്രശ്നം എന്ന് വെച്ചാൽ മലയാളികൾക്ക് സമയമല്ല ഇവിടെ പണിയെടുക്കാൻ. പുറത്തുപോയി കിടന്ന് പണിയെടുക്കാൻ ഓക്കെ. ഇവിടെ പണിയെടുക്കാൻ ഇതില്ല. പക്ഷേ പേഴ്സണലി മേ ബി ഐ വിൽ ഗെറ്റ് എ കോമന്റ് ദാറ്റ് ഐ എം റേസിസ്റ്റ്, ബട്ട് ഐ സംടൈംസ് ഫീൽ കി ഞാൻ കേരളത്തിലാണ്, വൈ കാൻറ്റ് ഐ ആക്ച്വലി സ്പീക്ക് ഇൻ മലയാളം? ലൈക്ക് വൈ ഐ ഹാവ് ടു സ്പീക്ക് ഇൻ 2 ലാംഗ്വേജസ്? അങ്ങനെ ഒരു ഇത് ഫീലിംഗ് വരല്ല. അപ്പം അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരു പോയിന്റിൽ ഇച്ചിരി റേസിസ്റ്റ് അല്ലേ? The only reason why I'm pushing for this, or I'm asking this question is because I think about this. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ ഈ ഫിലോസഫിക്കലായിട്ട് ഇപ്പം തന്നെ അമൽ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഒരു കോൺസെപ്റ്റ് പറഞ്ഞായിരുന്നു, കഥ അടച്ചിട്ടിട്ട് നമ്മളൊരു അതിഥി തൊഴിലാളി വേറൊരു പേര് വിളിക്കുവാണെങ്കിൽ അത് പ്രശ്നമില്ല, ബിക്കോസ് അത് പുള്ളിക്കാരൻ കേൾക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരു ഇൻസൾട്ട് അല്ല. ഇത് ഈ യു ആർ ടേക്കിംഗ് മൊറാലിറ്റി ആൻഡ് യു ആർ സേയിങ് ഇറ്റ്. കഥ അടച്ചിട്ട പ്രശ്നമില്ല, കഥ തുറന്നിട്ട പ്രശ്നമുണ്ട്. ഇത് നമ്മുടെ തുടരിൻ്റെ അകത്ത് നമ്മുടെ ഇൻസ്പെക്ടർ പറയുന്ന ഡയലോഗുണ്ടല്ലോ, കുളിമുറിയുടെ കഥ തുറന്നിട്ട്. ബിക്കോസ് ഇതിലെ മൊറാലിറ്റി അങ്ങനെ ഇത് പറ്റത്തില്ലല്ലോ. കഥ അടച്ചിട്ടാലും നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ തന്നെ കഥ തുറന്നിട്ടാലും നമ്മൾ സംസാരിക്കണം. അതായിരിക്കണം നമ്മുടെ സ്റ്റാൻഡേർഡ് അല്ലേ? പക്ഷെ നമ്മള് പറഞ്ഞ രീതിക്ക് വേറെ ആരെയും പോയി കളിയാക്കുന്നില്ലല്ലോ. എടാ, ഇറ്റ്സ് നോട്ട് അബൌട്ട് കളിയാക്കുന്ന ഒരു കാര്യം അല്ലേ, കളിയാക്കുന്നല്ല, ഇത് നമ്മുടെ മനസ്സിലുണ്ട്. ഞാൻ വീണ്ടും ഇതിൽ അതിഥി തൊഴിലാളിയിൽ നിന്ന് നമ്മൾ നേരിട്ട് വിളിക്കുന്നത് നമ്മുടെ മനസ്സിലതുണ്ട്. ദിസ് ഇസ് വേർ ഡ്യൂൽ ഫേസ് കംസ് ഓൺ. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ അവരെ സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺ ആയിട്ടോ എന്തോ ആയിട്ടോ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് അവരുടെ മുഖത്തൊക്കെ പറയാനും താല്പര്യമില്ല. കഥ അടച്ചിട്ടിട്ട് നമ്മൾ പറയാൻ തയ്യാറാണ്, കഥ തുറന്നിട്ടിട്ട് നമ്മൾ പറയത്തില്ല. പക്ഷെ അപ്പം ഡസ് ദാറ്റ് മേക്ക് us വി ആർ നോട്ട് റേസിസ്റ്റ്? നമ്മൾ നല്ലവരായോ? ഇല്ല, സത്യം. ഇത് ഇവിടാണ് ഐ തിങ്ക് വി ഹാഡ് ദിസ് കോൺവെർസേഷൻ ബിഫോർ ഓൾസോ. മൊറാലിറ്റി ഒരു സിറ്റുവേഷണൽ ഡിസിഷൻ ആണ്. ഇൻ സർട്ടൻ സിറ്റുവേഷൻസ് വി ആർ ലൈക്ക് യാ ദിസ് ഇസ് കറക്റ്റ്. സർട്ടൻ സിറ്റുവേഷൻസ് വി ആർ ലൈക്ക് അയ്യോ ഇത് എന്നാലും നമ്മൾ മൊറാലിറ്റി വിട്ട് ലൈക്ക് ആക്ട് ചെയ്യേണ്ട കാര്യമില്ല ഈ കേസിൽ. അതായത് ബേസിക് ഹ്യൂമൻ, ദേ ആർ ഓൾസോ ഹ്യൂമൻസ്. ഓക്കെ, നമുക്കിനി അതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതായത് ഈ ബ്രെയിൻ ഡ്രെയിൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണിത്. Imagine now, slowly and steadily, these people from other states become majority. അപ്പോൾ കേരളത്തിൽ ഒരു 60% അതിഥി തൊഴിലാളികളും 40% മലയാളികളേ ഉള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കൾച്ചറൽ ഷിഫ്റ്റ് വന്നു തുടങ്ങും. ആ ഒരു സമയത്ത് വുഡ് യു ബി ഫൈൻ? വുഡ് യു സേ ദ എക്സാക്ട് സെയിം തിങ് എത്തിക്കലി? അവരിവിടെ താമസിക്കുന്ന കുഴപ്പമില്ല? അതോ വുഡ് യു ബി ലൈക്ക് ഇത് എൻ്റെ സ്ഥലമായിരുന്നു? അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ആസ് ലോങ് ആസ് ദേ ഡോണ്ട്, ഇപ്പം നമ്മളെ കാര്യം നോക്കി പോകണം, അവരെ കാര്യം നോക്കി പോകണം. ഡോണ്ട് ട്രൈ ടു ലൈക്ക് ഇമ്പോസ് ഷിറ്റ് ഓൺ അതേഴ്സ്. അത്രേ ഉള്ളൂ. ഷിറ്റ് പറയാവോ? ഷുഡ് ഐ സെൻസർ ഇറ്റ്? ഐ ആം നോട്ട് സെൻസറിങ് ഇറ്റ്. അതൊന്നും പ്രശ്നമുള്ള ഒരു ഫാക്ടറല്ല. ബിക്കോസ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമായിരുന്നു, ഞാൻ എൻ്റെ ഓസ്ട്രേലിയൻ ഡേയ്സിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഈ ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓൾ ഓഫ് എ സഡൻ ഭയങ്കര ഇന്ത്യൻ എന്നുള്ളൊരു ഫീൽഡിലേക്ക് നമ്മൾ കയറും. നമ്മൾ ഇന്ത്യയിലുള്ളപ്പോൾ ഇല്ലാത്ത ദേശസ്നേഹം നമുക്ക് നമ്മൾ ബോർഡർ കടന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കയറും. അത്രയും കാലം കാണിക്കുന്ന ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മറ്റേ എനിക്ക് ഏറ്റവും കൂടുതൽ രസമായിട്ട് തോന്നിച്ചാൽ ഇവിടെ ഖലിസ്ഥാൻ ഉണ്ടാകുന്നതിന് അവിടെ മെൽബണിലെ സ്ട്രീറ്റ്സിലാണ് സമരം വിളിക്കുന്നത്. ലൈക്ക് ഓസ്ട്രേലിയ ഇസ് ലൈക്ക് ദിസ് ഐലൻഡ് വിച്ച് ഇസ് ഫാർ അവേ ഡൂയിങ് നത്തിങ് ഫോർ എനിവൺ. ഞങ്ങൾ സ്വസ്ഥമായിട്ട് ദൂരെ കഴിഞ്ഞോളാം, അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഖലിസ്ഥാൻ വേണമെന്ന് പറഞ്ഞ് സ്ട്രൈക്ക് ചെയ്യുന്നു. പക്ഷേ ഈ ഒരു ഫാക്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ബ്രെയിൻ ഡ്രെയിൻ, ബിക്കോസ് സ്ലോലി ആൻഡ് സ്റ്റഡിലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് നമ്മുടെ ചുറ്റുമുള്ള ഈ പറഞ്ഞ വെസ്റ്റേൺ കൺട്രീസ് അവിടെ എല്ലാം അവരുടെ കൾച്ചർ പതുക്കെ പതുക്കെ കുറഞ്ഞ് നമ്മുടെ കൾച്ചർ ഒരു ഡോമിനന്റ് സ്റ്റേറ്റിലേക്ക് വരുമോ? അതാ ലൈക്ക് എത്രയെന്നും പറഞ്ഞ് കുത്തി ലൈക്ക് അറ്റ് ദിസ് പോയിന്റ് ദാറ്റ് അവർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്ത് ബാക്ക്ലാഷസ് ഭയങ്കരമായിട്ട് ഇപ്പം വരുന്നുണ്ട്. ഓൾസോ ഇപ്പം ഇന്ത്യൻസിന്റെ എതിരെയുള്ള മെയിനായിട്ടുള്ള റേസിസ്റ്റ് റിമാർക്സ് എന്ന് പറയുമ്പം ഈ US-ലൊക്കെ യുനോ ദിസ് സ്കാം സെൻറ്റേഴ്സ് കൊൽക്കത്തയിലൊക്കെ ഉള്ള, ദേ ആക്ച്വലി ഹാവ് ബിൽഡിങ്സ് ഓൺ ദെയർ ഓൺ നെയിം ആൻഡ് ദേ ആർ റണ്ണിങ് സ്കാം ബിസിനസ്. അതും വയസ്സായ ആൾക്കാരെ പറ്റിച്ച് ദേ ലൈക്ക് റിപ്പിംഗ് ഓഫ് തൗസൻഡ്സ്.
അങ്ങനെയൊക്കെ ആവുമ്പോഴത്തേക്കും അവർ നോക്കുമ്പം ഇന്ത്യൻസ് ജനറലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കറക്റ്റ്. മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ആർ ഡൂയിങ് ദിസ് ഷിറ്റ്. അപ്പം അവർ നോക്കുമ്പം ഓക്കെ എവരി വൺ ഈസ് ലൈക്ക് ദാറ്റ് ഓൺലി. ഇപ്പം ചില സമയത്ത് ഈ ഓൺലൈനിലേക്ക് കയറുമ്പോഴത്തേക്കും ട്വിറ്ററൊക്കെ നോക്കുമ്പം ലൈക്ക് സം ഇന്ത്യൻ ഈസ് മേക്കിംഗ് എ റിമാർക്ക്. താഴെ വരുന്ന ഫോറിനേഴ്സ് എല്ലാവരും പറയുന്നത് സ്കാമർ സ്കാമർ സ്കാമർ. ലൈക്ക് വി കനോട്ട് ഈവൻ സെൽ എ ലെജിറ്റ് തിങ്. അതാണ് ലൈക്ക് നമ്മളിപ്പോഴും ഞാൻ ഞാൻ വെളിയിലായിരുന്നപ്പോൾ ഞാൻ വളരെയധികം കേട്ടുള്ള റിമാർക്കായിരുന്നു. വൈൽ വി പ്രൗഡ്ലി സേ ആൻഡ് ഐ സ്ട്രോങ്ലി ബിലീവ് ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി, പലയിടത്തും നമ്മളൊരു തേർഡ് വേൾഡ് ക്ലാസ് കൺട്രി ആയിട്ടാണ് കാണുന്നത്. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഓസ്കേഴ്സിന് പോയിട്ടുള്ള നമ്മുടെ മൂവീസിൽ ഒന്നാണ് സ്ലം ഡോഗ് മില്ലിയനർ. അവിടെ ക്യാമറ പാൻ ചെയ്യുന്നത് തന്നെ ഫുൾ ധാരാവി, ഫുൾ സ്ലംസ്. അവിടെ കുറേ ആൾക്കാർ പട്ടിണിക്ക് കിടക്കുന്നു, കുറേ ആൾക്കാർ ഇതായിട്ട് കിടക്കുന്നു. ആൻഡ് ഈവൻ റൈറ്റ് നൗ ഇഫ് യു ലുക്ക് അറ്റ് like a western movie, like when I say western movie, it's an English movie produced by an English guy, directed by English guy. ഇന്ത്യയെ കാണിക്കുന്നുണ്ട് അവർ പിക്ചറൈസ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. സത്യം. എന്തായാലും കുറച്ച് സ്ലംസ് വരണം, കുറച്ച് പിള്ളേർ തുണിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടണം, 2-3 ട്രെയിൻ ഇങ്ങനെ ആൾക്കാരെ കുത്തിക്കയറ്റി പോകണം. ആൻഡ് ദ മോസ്റ്റ് ഫണ്ണി പാർട്ട് ഇസ് ദർ ഇസ് വൺ ഫുഡ് ബ്ലോഗർ. പുള്ളി പേര് ഞാൻ പറയുന്നില്ല, ഹീസ് വെരി ഫേമസ്. പുള്ളി ഒരു ഇന്ത്യൻ ടൂർ ചെയ്തു, ഫുൾ കവർ ചെയ്തിട്ട്. പുള്ളിക്കാരന് ഈ ഷെഫ് ഫുൾ ഫുഡ് ഉണ്ടാക്കും. എന്നിട്ട് ഫുഡ് സെർവ് ചെയ്യാറാകുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ ഈ മറ്റേ ഈ പാമ്പിന് പ്ലേ ചെയ്യുന്ന പാട്ടുണ്ടല്ലോ, അത് പ്ലേ ചെയ്യും. എനിക്കത് കേൾക്കുന്നുണ്ട്. ലൈക്ക് അത് ആ സാധനം ജയ്പൂരിലെ ഫുഡ് സെർവ് ചെയ്യുമ്പോഴും ആ പാട്ട്, മഹാരാഷ്ട്ര വന്ന ഫുഡ് സെർവ് ചെയ്യുമ്പോഴും, ബിക്കോസ് ഫോർ ഹിം ഈ മെക്സിക്കോ കാണിക്കുമ്പോൾ ഫുൾ മഞ്ഞപ്പ് കാണിക്കും പോലെ. സത്യം. മെക്സിക്കോ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട. ഒരു ഡ്രഗ് കാർട്ടൽ വേണം, 2-3 ഓപ്പൺ വാൻ വരുന്നു, ആരെങ്കിലും ഷൂട്ട് ചെയ്തിരുന്നു. പക്ഷെ ഇതിലൊക്കെ ഡീസന്റ് ആരാന്നറിയാം? US. സത്യം. സൂപ്പർമാന്, സ്പൈഡർമാന് എല്ലാവരും അവിടെ ഡീസന്റ് ആയിട്ട് ഷർട്ടൊക്കെ ഇട്ട്. നമ്മുടെ ഇവിടെ പണ്ടത്തെ സിനിമയില് ഉണ്ണി മുഖത്ത് വെച്ചോണ്ട് മറ്റേ 2 പേരെ റോൾ ചെയ്യുമ്പോൾ പ്രശ്നം. അവിടെ അപ്പുറത്ത് സൂപ്പർമാൻ കണ്ണാടി വെച്ചിട്ട് ജോലിക്ക് പോകുന്നുണ്ട്, അവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എനിക്ക് സത്യമായിട്ട് മനസ്സിലാകുന്നില്ല. അത് ആസ് ചിൽഡ്രൻ വി നെവർ ക്വസ്റ്റ്യൻഡ് ഇറ്റ്. പക്ഷെ കുറച്ച് വളർന്നു കഴിയുമ്പോൾ ഇത് ആ കോൺസെപ്റ്റ് തന്നെയല്ലേ, ഉണ്ണി എടുത്ത് വെക്കുന്നു, ഉണ്ണി എടുത്ത് മാറ്റുന്നു. ബട്ട് ലൈക്ക് ഐ ഡോണ്ട് നോ, വി വെന്റ് ഫോർ എ വെരി ഡിഫറെന്റ് ടാൻജന്റ് ഇൻ ബിറ്റ്വീൻ. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ ആക്ച്വലി പറഞ്ഞു തന്നെ ബ്രെയിൻ ഡ്രെയിൻ്റെ കോൺസെപ്റ്റാണ്. ഇത് ഞാൻ നമ്മുടെ കമ്പനിയിലായാലും എനിക്കൊന്ന് എൻ്റെ ഒപ്പമുള്ള എല്ലാവരോടും ഒരു 1000 വട്ടം ഞാൻ പറഞ്ഞ് അത്യാവശ്യം വെറുപ്പിക്കാറുള്ള ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഇവിടുന്ന് ആൾക്കാർ വെളിയിലേക്ക് പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റ്. ആൻഡ് അത് വാഴയിൽ അത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, സംവെയർ ഐ ഫെൽറ്റ് എ ലിറ്റിൽ ബിറ്റ് ഹാപ്പി ഓൾസോ ഈ സമ്മൺ ഇസ് ഫൈനലി ഷോക്കേസിങ് ദിസ്. സത്യം, റിയാലിറ്റി കാണിക്കാൻ തുടങ്ങി. ആൻഡ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ വെളിയിൽ പോകുന്നൊരു ട്രെൻഡ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് ഇൻസ്റ്റാഗ്രാമാണ്. കാനഡ പോകുന്ന ആളുടെ ഫോട്ടോയ്ക്കകത്ത് വരുന്നത് നയാഗ്ര ഫോൾസ്, UK പോകുന്നവൻ്റെ സ്നോ, ഓസ്ട്രേലിയ പോകുന്നവൻ്റെ ഗ്രേറ്റ് ഓഷൻ റോഡോ ബ്രിസ്ബെയിനിലോ ചെയ്തോ, LA പോണവര് സ്കൈ സ്ക്രേപ്പേഴ്സ്. കറക്റ്റ്. ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ റോഡ് ഭയങ്കര വൃത്തി, ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ വിചാരിക്കുന്ന മോനെ ഇവിടുന്ന് പെട്ടി എടുത്തോണ്ട് അടുത്ത ദിവസം രാവിലെ എമിറേറ്റ്സിൽ കയറി പോകുന്നു, ലാൻഡ് ചെയ്യുന്നു, നമ്മളവിടെ ചെല്ലുന്നു, ജോലി കിട്ടുന്നു. പക്ഷേ big deal. That is the question. And the funny thing is അവിടെ നടക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ ഇവിടുത്തേക്കാട്ടിലും ഭയങ്കര മോശമാണ്. അതാരും പറയത്തില്ല. ഫോർ എക്സാമ്പിൾ മെൽബൺ, ഇപ്പം ഞാൻ താമസിച്ചുകൊണ്ട് എനിക്കറിയാം, മെൽബണിൽ കിട്ടുന്ന റെയിൻഫോളും നമുക്കിവിടെ കിട്ടുന്ന റെയിൻഫോളും ഭയങ്കര ഡിഫറൻ്റ് ആണ്. നമുക്കിവിടെ മഴക്കാലം എന്ന് പറഞ്ഞൊരു പീരീഡിൽ എത്ര സെൻറ്റിമീറ്റർ മഴയായിരിക്കും നമുക്ക് റിസീവ് ചെയ്യുന്നത്. മെൽബണിൽ അങ്ങനത്തെ റെയിൻഫോൾ ഉണ്ടാവത്തില്ല. ഇന്നൊന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ വെയില. എന്നിട്ട് പോലും അവിടുത്തെ ഏറ്റവും പ്രീമിയം റോഡ് ക്വാളിറ്റിയാണ് അവിടുത്തെ മൊണാഷ് ഹൈവേ എന്ന് പറയുന്നത്. മെൽബണിൻ്റെ അവിടെ ഒരു ദിവസം 2 മണിക്കൂർ നിന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രീവേ വെള്ളത്തില്ല. പക്ഷെ അത് കാണുന്നുണ്ട് അവിടുത്തെ സിറ്റിസൻസ് അതാരും ഡീഗ്രേഡ് ചെയ്യത്തില്ല. അവരൊന്നും എടുത്ത് അതൊന്നും ഫോട്ടോസ് ഒന്നും പോസ്റ്റ് ചെയ്യുന്നില്ല, ഒന്നും പ്രശ്നം ചെയ്യുന്നില്ല. അതേസമയം നമ്മുടെ ഇവിടെ കഴക്കൂട്ടം ജംഗ്ഷനിൽ 2 സ്ലാബിൽ കൂടെ വെള്ളം ഇപ്പുറത്തോട്ട് ചാടിയ കഴക്കൂട്ടം മുങ്ങി. നമ്മൾ തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ ഡിമീൻ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ സ്ലാബ് നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാറില്ല, അത് വേറെ കാര്യം. സ്ലാബ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറില്ല, പക്ഷെ അതുപോലെ തന്നെ പുതിയ സ്ലാബിൽ വേസ്റ്റ് കൊണ്ടിടുന്നത് നമ്മൾ തന്നെയാണ്. അതെ, അതും എൻ്റെ ഉണ്ട്. നമ്മൾ വീണ്ടും ആ ടോപ്പിക്കിൽ മാറിപ്പോകാതെ അവിടെ കയറി പോവാ. അത് ഭയങ്കര സെൻസിറ്റീവ് ആയ ടോപ്പിക്കാണ്, ഞാൻ കയറി അങ്ങ് പോകും. നമ്മളപ്പോൾ ബ്രെയിൻ ഡ്രെയിൻ്റെ ഇവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം, ആൻഡ് മേ ബി ഐ വിൽ ടേക്ക് 5 to 10 minutes, ബട്ട് ദെൻ
ദ റീസൺ വൈ എം ഡൂയിങ് ദിസ് ഇസ് ബിക്കോസ് ഇത് ഞാൻ കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ കോൺട്രംപ്ലേറ്റ് ചെയ്ത് ഐ ഹവ് സെഡ് ഇറ്റ് ടു എ ലോട്ട് ഓഫ് പീപ്പിൾ ബട്ട് ഐ ജസ്റ്റ് വാണ്ടഡ് ടു പുട്ട് ഇൻ എ സ്ട്രക്ചേർഡ് വേ. നമ്മൾ ഇപ്പം അമൽ വെളിയിൽ പഠിക്കാൻ പോയപ്പോഴും the way I approached my higher studies and I think the way I have felt ഇത് സക്സസ് ആകാൻ സാധ്യതയുള്ളതും നമ്മൾ ആദ്യം തന്നെ നമുക്ക് പുറത്തു പോകണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നുണ്ട്. വി ഷുഡ് ആസ്ക് അവർ സെൽഫ്, ഇത് ഇവിടെ നിന്നുള്ളൊരു എസ്കേപ്പ് മോഡാണോ അതോ ജെന്വിൻ ആയിട്ട് എനിക്ക് പുറത്തു പോയി പഠിക്കണം? അതാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം. ഇസ് ദിസ് എസ്കേപ്പ് ഫ്രം മൈ സൊസൈറ്റി, ഫ്രം മൈ അങ്കിൾ ആൻഡ് ആൻറ്റീസ്, ഫ്രം ദ അപ്പുറത്തെ അയൽവക്കത്തെ ചേട്ടൻ ഹു വോണ്ട്സ് ടു നോ ബിടെക് കഴിഞ്ഞിട്ട് ഇനി എന്താണ് പരിപാടി? ഓർ ഇസ് ദിസ് ജെന്വിൻലി എനിക്ക് ഓട്ടോമേഷൻ പഠിക്കണം, എനിക്ക് ഇൻസ്ട്രുമെന്റേഷൻ പഠിക്കണം, എനിക്ക് ലോജിസ്റ്റിക്സ് പഠിക്കണം, ആൻഡ് വാട്ട് ഹാവ് യു ഡൺ അബൌട്ട് യുവർ റിസർച്ച് ഇൻ ഇന്ത്യ? നമ്മളിവിടെ റിസർച്ച് ചെയ്തോ? ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഉണ്ട്. ആൻഡ് ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ് ഐ ക്യാൻ ടെൽ യു, അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഫെയിലിയർ ഉണ്ടാവും. ആൻഡ് അതിൻ്റെ റീസൺസ് നമുക്ക് സംസാരിക്കാം. പക്ഷേ എക്സ്പ്ലോർ ഇവിടെ എന്താ ഉള്ളതെന്ന്. അവിടെ നോ കിട്ടുമ്പോഴാണ് നമ്മൾ ആക്ച്വലി പുറത്തേതും റിസർച്ച് ചെയ്ത് തുടങ്ങണം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗോൾഡൻ ക്വസ്റ്റ്യൻ, വൈ? നമ്മൾ എന്തിനു പഠിക്കാൻ പോകണം? എസ്കേപ്പ് ആണോ പഠിക്കാനാണോ? ബിക്കോസ് ഇത് രണ്ടാണെങ്കിൽ മുമ്പിലോട്ടുള്ള പാത ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സോ ഐ എം ഗോയിങ് ടു ഗോ ഓൺ എ വെരി ബിഗ് ഗെസ്. ആൻഡ് ഞാൻ പറയാൻ പോവാണ്, നമ്മുടെ ഇവിടുന്ന് പുറത്തേക്ക് വന്ന പിള്ളേരിൽ കുറഞ്ഞ ഒരു 50-60% ആൾക്കാരും ഈ അപ്സ്കിൽ ചെയ്യാനും പുതിയ ടെക്നോളജി പഠിക്കാനും വേണ്ടിയല്ല പുറത്തേക്ക് പോകുന്നത്. 50-60% ആൾക്കാർ പോകുന്നത് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടുത്തെ അപ്പുറത്തെ വീട്ടിലെ പ്രശ്നങ്ങളും അതും ഇതും ചോദ്യങ്ങളും നമ്മുടെ വീട്ടിലുള്ളൊരു ഇമ്മീഡിയറ്റ് ഫെയിലിയറിനെ നമുക്ക് നിർത്താനും വേണ്ടി. ബിക്കോസ് അടുത്തത് എന്താ എന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പം അടുത്ത ഇനി ജർമ്മനിയിലോട്ട്, അല്ലെങ്കിൽ കാനഡയിലോട്ട്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോട്ട്, അങ്ങനത്തെ ഒരു എസ്കേപ്പ് മെക്കാനിസം. ബാക്കിയുള്ള ഒരു 50 അല്ലെങ്കിൽ 40% ആയിരിക്കും സത്യത്തിൽ യെസ് എനിക്ക് ടെക്സസിലെ ഈ യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇന്നത് പഠിക്കാൻ പറ്റും, അത് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ പാത്ത് വേ ഇതാന്ന് പറയുന്നത്. സോ ഡു യു അഗ്രി ടു ദാറ്റ് പെർസെൻറ്റേജ് ഓർ ഡു യു തിങ്ക് ഐ എം സ്ട്രെച്ചിങ് ഇറ്റ്? നോ, ഞാൻ സോണി അത് പറയുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ തോന്നിയെന്ന് വെച്ചാൽ ഇഫ് യു ആർ തിങ്കിങ് അങ്ങനെയാണ്, ലൈക്ക് ഇഫ് യു കമ്മിങ് ടു എ കൺക്ലൂഷൻ അതാണ്, ലൈക്ക് വാട്ട് ക്യാൻ യു ഡൂ? അത് അങ്ങനെ മെജോറിറ്റി ആൾക്കാരിൽ അങ്ങനെ ഒരു ചിന്ത വരണമെങ്കിൽ, എസ്കേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു മേജർ ഇഷ്യൂ ഇവിടെ ഇല്ലേ? ഇവിടുത്തെ ഇഷ്യൂവിനെക്കാളും കൂടുതലാണ് ഞാൻ കാര്യം പറയണം. നമ്മുടെ മുമ്പിൽ 2 പാത്ത് വേസ് ഉണ്ടെന്ന് വിചാരിക്കുക. 2 പാത്ത് വേസ്. ഒരു പാത്ത് വേയിൽ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കുറേ ആൾക്കാർ ടോർച്ച് അടിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇമ്മീഡിയറ്റ് വ്യൂ പോയിന്റിൽ നമുക്ക് കാണാൻ പറ്റും, അടുത്തൊരു 200 മീറ്ററിൽ എനിക്ക് വഴി കാണാൻ പറ്റും. പക്ഷെ ഇപ്പുറത്ത് നല്ല ഇരുണ്ട പാസേജ് ആണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ചോയ്സ് സെലക്ഷൻ വരുന്നത് ഞാൻ പറയാം, ഈ പാസേജിലായിരിക്കും വെളിച്ചമുള്ളത്, ഞാൻ ഈ ടോർച്ച് അടിക്കുന്ന പാസേജിൽ കൂടെ കയറിപ്പോവാം. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ടോർച്ച് അടിക്കുന്ന ആൾക്കാർ ആദ്യത്തെ 200 മീറ്റർ വരെ ഉള്ളൂ. ആ 200 മീറ്റർ കഴിഞ്ഞാൽ നീ ഇരുട്ടി തന്നെയാണ്. ആൻഡ് ദ കമ്പാരിസൺ വാട്ട് ഐ എം ഡൂയിങ് ഹിയർ ഇസ്, ഇവിടെ ഇപ്പം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വെളിയിലോട്ട് ഇറങ്ങി തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ ഒന്ന് ഡ്രൈവ് ചെയ്യാമെങ്കിൽ ഹൗ മെനി എഡ്യൂക്കേഷൻ കൺസൾട്ടിങ് കമ്പനീസ് ആർ പുട്ടിങ് ദർ ഹോർഡിംഗ്സ് ഉണ്ട്. നമ്മുടെ യൂട്യൂബിലെ ആഡ്സ് എത്ര ഉണ്ടോ? അപ്പം ഞാൻ നോക്കുന്നത് എന്താണ്, എനിക്ക് ജോലി വേണം. ഞാനിപ്പോൾ ഒരു ബിടെക് കഴിഞ്ഞു, എനിക്കൊരു ജോലി വേണം. ഈവൻ വെൻ ഐ സ്റ്റാർട്ട് സെർച്ചിങ് അങ്ങനത്തെ ഏജൻസീസ് ഒന്നും അധികം ഇല്ല. എല്ലാവരും പറഞ്ഞ സർട്ടിഫിക്കേഷൻ ചെയ്താൽ ജോലി തരാം. സർട്ടിഫിക്കേഷൻ എത്ര? 1 ലക്ഷം രൂപ. ബിടെക് ഓൾറെഡി ഞാനൊരു 4-5 ലക്ഷം രൂപ കൊടുത്ത് പഠിച്ചിരിക്കുമായിരിക്കും. വീട്ടിൽ ചോദിക്കാൻ ഒക്കത്തില്ല. അപ്പുറത്ത് എന്തോ എനിക്ക് കാണിക്കുക, ഈ ഇടയ്ക്കിടയ്ക്ക് ടോർച്ച് അടിച്ച് കാണിക്കുന്ന കമ്പനികൾ എന്താ കാണിക്കുന്നത്? 0 rupees. നിങ്ങളിങ്ങ് വന്നാൽ മതി, കാനഡയിൽ പഠിക്കാം, പഠിച്ചുകൊണ്ട് ജോലി ചെയ്യാം, ജോലി ചെയ്തുകൊണ്ട് വീട്ടിൽ അച്ഛനമ്മയ്ക്കും ലോൺ അടയ്ക്കാം. ആ മാത്തിലേക്ക് നമുക്ക് വരാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് മാത്താ. ലോൺ എടുത്ത് പഠിക്കാൻ പോയിട്ട് ലോൺ എടുത്ത് പഠിക്കാൻ പോയിട്ട് ലോണും അടച്ച് വീട്ടിലെ അച്ഛനമ്മയ്ക്കും പൈസ അയച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റും തുടങ്ങാം. ആ കണക്കൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നത്. ബിക്കോസ് ഇതെന്നോട് ഇവിടുത്തെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഏജൻസി പോയി കൺസൾട്ട് ചെയ്ത ഒരാൾ, ഞാൻ മെൽബണിലായിരുന്നപ്പോൾ എന്നോട് വിളിച്ചു ചോദിച്ചിട്ട് ഹി വാസ് കൺവിൻസ്ഡ്. പുള്ളി എന്നോട് വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ ചേട്ടാ, എടാ ഐ എം വർക്കിംഗ് ഹിയർ. എന്നിട്ട് ഞാൻ ലിറ്ററലി അവൻ ഈ പേപ്പറിൽ ഇങ്ങനെ എഴുതിയിട്ട് ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പോഴവൻ പറയുന്നത്, കണക്ക് പറഞ്ഞു വരുമ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടല്ലേ. ബട്ട് അവര് പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. അത് അത്രയ്ക്ക് കൺവിൻസിങ് ആണ് അവര്, വിച്ച് ഇസ് ഗുഡ്. ലൈക്ക് ഫ്രം ദെയർ ബിസിനസ് പെർസ്പെക്ടീവ് അവർ പൊളിച്ചു. പക്ഷെ ഇതാണ് പ്രശ്നം, ഈ പറയുന്ന ഇരുട്ട് നിറഞ്ഞ പാസേജ് വേറെ നമുക്ക് ജോബ് എങ്ങനെ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ, ഇവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ, മുമ്പിലോട്ടുള്ള എഡ്യൂക്കേഷൻ എങ്ങനെ അറിഞ്ഞുകൂടാ, കാറ്റോ ഗേറ്റോ അങ്ങനെയുള്ള എക്സാംസ് എഴുതണമെങ്കിൽ ഉണ്ടാകുന്ന കോമ്പറ്റീഷൻ എത്ര വലിയ കോമ്പറ്റീഷനാണ്. ഇങ്ങനെ ഒരു ഡാർക്ക് പാസേജ് ഒരു സൈഡിൽ കൂടെ കിടക്കുക, അപ്പുറത്തെ പാസേജിൽ കൂടെ
10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും 12ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും പാസ്പോർട്ടും 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് കയറ്റി വിടും. അപ്പം പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ഇമ്മീഡിയറ്റ്ലി നോക്കുന്നുണ്ട് ആ ടണലിൽ വെളിച്ചമുണ്ട്, പക്ഷെ ടണലിൽ കയറി കുറച്ച് കഴിയുമ്പോൾ വെളിച്ചമില്ല. അതല്ല സോണി, ഓക്കെ ദേ മൈറ്റ് സി എ ഈസി ചോയ്സ്, അവരതെടുക്കും എന്നല്ലേ സോണി, അതല്ലേ ഈസി ചോയ്സ് ഓർ മോർ മാർക്കറ്റഡ് ചോയ്സ്. ഇവിടാണ് നമ്മുടെ ചുറ്റുമുള്ള ബിസിനസ്സുകൾ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതി. ഇറ്റ്സ് എ മോർ മാർക്കറ്റഡ് പ്ലേസ്. ഇപ്പം നമ്മുടെ ഇവിടെ വിഴിഞ്ഞം പ്രൊജക്റ്റ് വരുന്നുണ്ട്. ഇൻ ദ നെക്സ്റ്റ് 4 to 5 years ലോജിസ്റ്റിക്സിലുള്ള എത്ര ഗ്രാജുവേറ്റ്സിന് ആ സീ പോർട്ടിൽ ജോലി കിട്ടാം. ഈവൻ ദ കണ്ടെയ്നർ, ലൈക്ക് അവിടെ ഫുള്ളി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ പിക്ക് ആൻഡ് ഡ്രോപ്സ് ആണ്. ആ ഒരു ഓട്ടോമേഷനിൽ എത്ര പേർക്ക് ജോലി കിട്ടാം. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷനും കോഴ്സസും എത്ര കമ്പനീസ് പുഷ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് ആണോ നമ്മൾ ഇവിടുന്ന് ഇവിടെ സീപോർട്ട് വരെ പോകുന്ന വഴി കാണുന്നത്. നമ്മൾ ഇവിടുന്ന് ദാറ്റ് ഇസ് ദ ഇഷ്യൂ. അത് മാർക്കറ്റ് ചെയ്യപ്പെടുന്നില്ല. പക്ഷെ അവിടെ ഒരു ആക്ച്വൽ സ്കോപ്പ് ഉണ്ട്. 100% ഒരു സീപോർട്ട് വിഴിഞ്ഞത്ത് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ടെക്നിക്കലും നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള റോൾസ് വന്നിരിക്കും. ആൻഡ് ആ റോൾസ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കോഴ്സസ് ഇന്നിപ്പോൾ ഇവിടെ ഇല്ല, അത് വരണം. പക്ഷെ അവർ വന്നു കഴിഞ്ഞാലും അവരുടെ മാർക്കറ്റിങ്ങും ഈ ഒരു ഇയറിൽ തന്നെ 100,000 പേരെ കാനഡയിലേക്ക് കയറ്റി വിടുന്ന കമ്പനികളുടെ മാർക്കറ്റിങ്ങും ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ്. സോ അത് ഈസി വേ ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നമ്മുടെ മുമ്പിൽ പെടുന്ന ഏറ്റവും മാർക്കറ്റഡ് ഓപ്ഷൻ ഇപ്പുറത്തേതായിരുന്നു. അങ്ങനെ ആയിക്കൂടെ? അതുകൊണ്ട് സോണി, പക്ഷേ ദ തിങ് ഈസ് ഇവരുടെ എനിക്കൊന്ന് ഇവിടെ കുറച്ച് അവർക്കൊരു കൾച്ചറൽ ചേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ചു പോകുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്ന് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. മേ ബി ബിക്കോസ് ഇവിടെ ചുറ്റുമുള്ള ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരാണ്. ലൈക്ക് എല്ലാവർക്കും ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ എന്ത് നടക്കണം എന്ന് അറിയണം. അപ്പുറത്തെ വീട്ടിൽ ആളുണ്ടെങ്കിൽ ഇപ്പുറത്തെ വീട്ടിൽ ഇവൻ അങ്ങനെയാണ് നടക്കുന്നത്, എൻ്റെ മോൻ സെറ്റാണ്, ഇവൻ ആ ഒരു അപ്പം ഈ പുള്ളിക്കാരൻ നോക്കുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട വേറെ ആരും ഒന്നും ചോദിക്കാനില്ല, പാരൻസിന് ഈസിയാണ് പറയുന്നത്. മോൻ എന്ത് ചെയ്യുന്നു? കാനഡയിൽ, തീർന്നു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ 2 ക്വസ്റ്റ്യൻ നിൽക്കുക. നീ ഇവിടുന്ന് പോകുന്നത് ഒരു എസ്കേപ്പ് മെത്തഡോളജി. എസ്കേപ്പ് എന്ന് പറയുമ്പോൾ ഒരിക്കലും തെറ്റായിട്ട് കാണേണ്ട ആവശ്യമില്ല. അതാണ് സോണി, ആ എസ്കേപ്പ് ചെയ്യാനുള്ള റീസൺ ഐ ഫീൽ ലൈക്ക് ഒരു ഈസി വേ ഔട്ട് ആണോ എന്ന് വെച്ചാൽ ആണ്. പക്ഷേ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ലൈക്ക് അപ്പുറത്തെ വീട്ടിൽ പക്ഷേ ഇതിനകത്ത് സന്തോഷ് ജോർജ് കുളങ്ങരയാണോ ഇതിനെ കുറിച്ച് പറഞ്ഞത്? സന്തോഷ് ജോർജ് കുളങ്ങര അല്ലേ പിള്ളേർ ഇവിടെ നിന്ന് പോകുന്നതിനെ കുറിച്ച് ഹി ടോക്ട് അബൌട്ട് ഇറ്റ്. ബിക്കോസ് വർക്ക് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ചെയ്യാറില്ല, ഒന്നുമില്ല. ഈവൻ കുറച്ച് എൻജോയ് ചെയ്യണേ തന്നെ ഇറ്റ് സീൻ ആസ് എ ക്രൈം. ലൈക്ക് പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല, തീർച്ചയായിട്ടും കുറ്റം ചെയ്യുന്ന പോലെയാ. അതൊരു വലിയൊരു കൾച്ചറൽ ചേഞ്ചിന്റെ ഭാഗമാണ്. ലൈക്ക് ഇപ്പൊ തന്നെ നമ്മള് എനിക്കൊന്ന് ഏതോ ഒരു പാർട്ടിയിൽ, നമ്മുടെ ക്രിസ്മസ് പാർട്ടി നടന്നപ്പോൾ ഏതോ ഒരു പാർട്ടി നമ്മൾ പറഞ്ഞ ഫാക്ടർ ആയിരുന്നു ഡ്രിങ്കിങ്. ലൈക്ക് ഇറ്റ് ഈസ് നോട്ട് എ റോങ് തിങ് വെൻ ഇറ്റ് ഈസ് ഡൺ ഇൻ എ കൺട്രോൾഡ് വേ. ഇറ്റ് ഈസ് ആക്ച്വലി കറക്റ്റ്. ബിക്കോസ് വെൻ യു ആർ ഹാവിങ് എ സ്റ്റേക്ക്, നമ്മളൊരു സ്റ്റേക്ക് കഴിക്കുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ പെയർ ചെയ്യുന്നത് നല്ലൊരു റെഡ് വൈൻ ആണ്, നല്ലൊരു ഷ്നിറ്റ്സൽ കഴിക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബിയർ ആണ്. പക്ഷെ അവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈൻ ഗ്ലാസ്സിൽ ഒരു ഒഴിച്ചു വെക്കുന്ന വൈൻ ഒരു സ്റ്റേക്ക് കഴിച്ചു കഴിയുന്നവരെ ആ വൈൻ അല്ലെങ്കിൽ ഒരു റീഫില്ലായിരിക്കും, അല്ലാതെ ഒരു കുപ്പി എടുത്ത് വെച്ചിട്ട് ഒരാളിരുന്ന് കുടിച്ചു തീർക്കുമല്ല. അതാ സോണി, ഇവിടെ അൺകൺട്രോൾ ആവാനുള്ള കാര്യം ഇതൊക്കെയാണ്. ലൈക്ക് മറഞ്ഞിരുന്ന് ചെയ്യേണ്ടി വരുന്നു. ഓപ്പണായിട്ട് ചെയ്താൽ ഇറ്റ്സ് എ സിൻ. ലൈക്ക് അടുത്തുള്ള മാമിയാർ പറയും ഇവൻ കുടിയൻ. അത് ഉറപ്പാണ്, അത് ഒരു പ്രശ്നം, അതിന് ഒരു ഇതുമില്ല. അതാണ് ലൈക്ക് കൊച്ചു പിള്ളേരൊക്കെ പോയിട്ട് ഒളിച്ചൊക്കെ ഇരുന്ന് കുടിക്കണതിന്റെ കാര്യം അതാ. ഞാൻ കണ്ടിട്ടുള്ള റീസൺ ഞാൻ പറയാം. ഞാൻ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് ഒരു വില്ലേജ്, ലിറ്ററലി ഒരു വില്ലേജിലാണ് വന്ന് താമസിക്കുന്നത്. അവിടെ കാണുന്ന കുടിയൻ ആരെന്ന് പറയും, ഞങ്ങളുടെ വീടിന്റെ താഴെയുള്ളൊരു മാമനായിരുന്നു. പുള്ളിക്കാരൻ വെള്ളം അടിച്ചിട്ട് രാത്രി ആകുമ്പോൾ വരും, ഭാര്യ എടുത്തിട്ട് ഇടിക്കും, 2 പെൺമക്കളുണ്ട്, അവർ ചീത്ത വിളിക്കും. എന്നിട്ട് പുള്ളിക്കാരൻ അവിടെ കയ്യിലൊക്കെ ഒരു വഴി, പുള്ളിയുടെ ഷർട്ട് വേറൊരു വഴി, പുള്ളി വേറൊരു വഴി. അപ്പം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പേരൻസ് കാണുന്ന കള്ളുകൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ. അവരുടെ അടുത്ത് എന്നിട്ട് സ്റ്റേക്കിന്റെ കൂട്ടത്തിൽ പെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഓരോന്നായിരിക്കും വരുന്നത്. ദിസ് ഈസ് വെയർ ദാറ്റ്സ് എ കൾച്ചറൽ ചേഞ്ച്. ഐ അഗ്രി. അത് നമ്മുടെ ഇവിടെ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ ഇവിടെ ആ ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്ത് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. ഐ അഗ്രി. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താ വരുന്നത് അറിയാമല്ലേ? ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന മലയാളി ഞാൻ കണ്ടിട്ടുള്ളതിൽ
അവർ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു മലയാളി അസോസിയേഷൻ രൂപീകരിക്കും. അവരെന്നിട്ട് അതിനകത്ത് ഇരുന്നിട്ട് എന്തുവാ, അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് തന്നെ പള്ളി പോകുന്നുണ്ടെ അവനെ കണ്ടോ, അവനിവിടെ വന്നിട്ട് 5 വർഷമായി, അവന് PR ആയിട്ടില്ല. അവനെ കണ്ടോ, അവൻ ഇവിടെ വന്നിട്ട് 6 വർഷമായി, ഒരു മാതാമ്മയായിട്ട് കറങ്ങുന്ന കണ്ടു ഫ്ലിൻഡേഴ്സിൽ. അവിടെ ചെന്ന് കഴിഞ്ഞാലും അതിപ്പോ കറക്റ്റാ. ഇപ്പൊ കാനഡയിലൊക്കെ പോയി, കേരളത്തിൽ പോയ പോലെ. കാനഡയിൽ പോയി കഴിഞ്ഞാൽ പണ്ട് പഞ്ചാബികളെ തട്ടി നടക്കാൻ വയ്യാന്നായിരുന്നു, ഭയങ്കര ഇതായിരുന്നു. മെൽബണിലായാലും ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ചെല്ലുന്ന സമയത്ത് 2015-16 മലയാളികളെ കിട്ടാൻ പാടാ. അവിടെ മലയാളി ഫുഡൊന്നും കിട്ടത്തില്ല. ഈ മലബാർ പൊറോട്ട എന്ന് പറഞ്ഞ സാധനമൊക്കെ കിട്ടത്തില്ല അവിടെ. പൊറോട്ട എന്നൊരു സാധനം കിട്ടത്തില്ല. ഇപ്പൊ ഞങ്ങൾ വരുന്നതിന്റെ തൊട്ടും 2025 വന്നപ്പോഴത്തേക്ക് ഇഷ്ടം പോലും മലയാളികൾ, ഒരു പ്രശ്നമില്ലാതുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് റോങ്, ബട്ട് സ്റ്റിൽ നമ്മൾ വല്ലാതെ വിഷയത്തിൽ അല്ല ഇത് ആക്ച്വലി ടോപ്പിക്കില്ല. നമ്മളാ പറഞ്ഞു വന്ന ഒരു പോയിന്റ് ഇടാ, ആ ഒരു ഡിസിഷൻ നമ്മൾ ആദ്യം എടുക്കണം. എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങൾ പുറത്തേക്ക് പോകുന്നത് എന്തിനാണ്? ബിക്കോസ് ഇതിൻ്റെ റീസൺ ഞാൻ ഈ അടുത്ത പറയാം. ദിസ് ഇസ് ദ ഫിനാൻഷ്യൽ റീസൺ. നിങ്ങൾ ഇവിടുന്ന് എസ്കേപ്പ് ചെയ്ത് പുറത്ത് പോകാനാണെങ്കിൽ ഫൈൻഡ് ദ ചീപ്പസ്റ്റ് യൂണിവേഴ്സിറ്റി, ഫൈൻഡ് ദ ചീപ്പസ്റ്റ് കോഴ്സ്, ഫൈൻഡ് ദ ഈസിയസ്റ്റ് വേ ടു ഗെറ്റ് എ പെർമനന്റ് റെസിഡൻസി ഓർ സ്റ്റേ ബാക്ക് ഓപ്ഷൻ. അല്ലാതെ 40,000-30,000 ഡോളർ കൊടുത്ത് ഒരു Tier 2 Tier 3 യൂണിവേഴ്സിറ്റി പോയി അവിടുന്ന് ഡിഗ്രി എടുത്ത് നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ നിങ്ങൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ പൈസ പോകുന്നല്ല, വേറെ ഒന്നുമില്ല. ബിക്കോസ് ഇതിനകത്ത് വരുന്നത് ഞാൻ എൻ്റെ സമയത്ത്, ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള ഇത് മലയാളികളല്ല. മലയാളികൾ എൻ്റെ കോഴ്സൊന്നും ഒറ്റ മലയാളി ഇല്ലായിരുന്നു. പഞ്ചാബികൾ ഇതുപോലെ വരും. ഞാനിപ്പോൾ അവരെ ഡിമീൻ ചെയ്യുന്നില്ല. അവർ ആക്ച്വലി അവിടെ പഞ്ചാബിൽ ജെന്യൂൻ ആയിട്ട് കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ട് അവർ ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന. അപ്പോൾ ഈ സ്റ്റുഡൻറ് വിസയിൽ ഈ പയ്യൻ വരും. ഈ പയ്യൻ്റെ ഇതിൽ വെച്ചിട്ട് അച്ഛനും അമ്മയും വിസ വെച്ച് കൊണ്ടുവരും, ടൂറിസ്റ്റ് വിസ വെച്ച് കൊണ്ടുവരും. അവരവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വൽ അവിടെ പഠിക്കുന്നത്, ആൻഡ് ഇപ്പം നമ്മുടെ പോഡ്കാസ്റ്റ് ആണ് ആർക്കെങ്കിലും ഫോറിൻ എഡ്യൂക്കേഷനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയത്തില്ലെങ്കിൽ, അവിടെ ഒരു രാവിലെ 4 മണി തൊട്ട് 8 മണി വരെയുള്ള കൾച്ചർ, അല്ലെങ്കിൽ 8 മണി തൊട്ട് 4 മണി വരെ കൾച്ചർ അല്ല. നമ്മൾ ബാച്ചിലേഴ്സ് ആയാലും മാസ്റ്റേഴ്സ് ആയാലും നമ്മൾ യൂണിറ്റ്സ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓരോ സെമസ്റ്ററിൽ 8 യൂണിറ്റ് അല്ലെങ്കിൽ 6 യൂണിറ്റ്, നമ്മളിപ്പോൾ റിസർച്ച് ആണെങ്കിൽ കോഴ്സ് വർക്ക് ആണെങ്കിൽ അതിനനുസരിച്ച് യൂണിറ്റ്സ് വരും. അപ്പം ഞാൻ ചിലപ്പോൾ എടുത്തേക്കുന്ന 6 യൂണിറ്റ് ആയിരിക്കും ഒരു സെമസ്റ്ററിൽ. എനിക്ക് അതും എടുക്കാം. ഒരു സെമസ്റ്ററിൽ കൂടുതൽ യൂണിറ്റ് എടുത്തിട്ട് അടുത്ത സെമസ്റ്ററിൽ കുറച്ച് യൂണിറ്റ് എടുക്കാം. അപ്പം ഞാൻ 6 യൂണിറ്റ് ആയിരിക്കും ഈ സെമസ്റ്ററിൽ എടുത്തേക്കുന്നത്. അപ്പം എനിക്ക് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ക്ലാസ് കാണും, വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ട്യൂട്ടോറിയലും കാണും. അപ്പം ബുധനാഴ്ച ഞാൻ ഫ്രീ ആണ്. ആൻഡ് ഈ തിങ്കളാഴ്ചയും ഐ എം നോട്ട് ദെയർ ഫുൾ ഡേ. ഒരു 2 തൊട്ട് 4 വരെ ലെക്ചർ കാണും, 6 തൊട്ട് 8 വരെ ട്യൂട്ടോറിയൽ. അപ്പോൾ അവിടെയും ഗ്യാപ്സ് ഉണ്ട്. ഈ പഞ്ചാബികൾ അല്ലെങ്കിൽ അങ്ങനെ കുറേ പേര് വന്നിട്ട് എന്താ ചെയ്യുന്ന പറഞ്ഞാൽ, ഇവർ ഈ ക്ലാസ്സിലൊന്നും കയറത്തില്ല. ഇവർ വന്നിട്ട് നേരെ കാർ എടുക്കും, ബൈക്ക് എടുക്കും, ഉബർ. അപ്പം ഒരു ദിവസം 12-13 മണിക്കൂർ ഇവർ ജോലി ചെയ്യും. അപ്പം ആവറേജ് ഒരു $10 അല്ലെങ്കിൽ $12 കൂട്ടിയാൽ തന്നെ ഒരു ദിവസം ഒരു $150-160 അല്ലെങ്കിൽ $200 വരെയൊക്കെ പിടിച്ചു അവർ ഉണ്ടാക്കും. ഒരു വീക്ക് അവർ ഒരു ഡേ പോലും റെസ്റ്റ് ചെയ്യത്തില്ല. അത് ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ദേ ആർ വെരി ഹാർഡ് വർക്കിംഗ്. ഒരു ഡേ പോലും റെസ്റ്റ് ചെയ്യത്തില്ല. അവർ 7 days വർക്ക് ചെയ്യും. 7 days വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീക്കിൽ ഓൾമോസ്റ്റ് $1,000 പ്ലസ് കിട്ടും. ഒരു ഇറ്റ്സ് നോട്ട് ലീഗൽ. നിനക്കത് വിസ പോയിന്റ് വരുമ്പോഴത്തേക്ക് അതിന് ഇഷ്യൂസ് വരാം. ബട്ട് ദ തിങ് ഇസ് അവരത് പല പല രീതിയിൽ തന്നെ വെട്ടിക്കാൻ പറ്റൂടോ. ഇറ്റ്സ് നോട്ട് ലൂപ്പ് ഹോൾസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഒരു മാസം വരുന്നുണ്ട് ഏകദേശം $4,000 വിച്ച് ഇസ് ഈക്വൽ ടു 2.5 lakhs നമുക്ക് ഏൺ ചെയ്യാം. അവരെന്നിട്ട് ഈ പൈസ വെച്ചിട്ട് ഇവരുടെ PR ആപ്ലിക്കേഷൻ്റെ മണ്ടയ്ക്ക് വർക്ക് ചെയ്യുക, ഇവർ അഡീഷണൽ ടാഫെ കോഴ്സസ് ചെയ്യുക, ഇവർ വേറെ വേറെ കോഴ്സസ് ചെയ്യുക, ഇവരുടെ PR ആപ്ലിക്കേഷൻ ചെയ്യുക. അല്ലാതെ ഇവർ ഈ പഠിക്കാൻ വന്ന കോഴ്സ് പഠിക്കുമല്ല. സോ അതാ ഞാൻ പറയാം, നമ്മളെടുത്ത ആദ്യത്തെ ഡിസിഷൻ ഉണ്ടല്ലോ, ഞാൻ ഇവിടെ പോകുന്നത് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ എഡ്യൂക്കേഷണൽ പർപ്പസിനല്ല എന്നാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസിഷനിലേക്ക് പോകാം. പക്ഷേ ഈ ഒരു ഡിസിഷൻ ആണെങ്കിൽ, ആൻഡ് ദാറ്റ് ഈസ് വെയർ ഐ തിങ്ക് ദെൻ ഹാവ് ദാറ്റ് മെൻറ്റാലിറ്റി ഇൻ ഹിയർ. എനിക്ക് എൻ്റെ ചുറ്റുമുള്ള ഓരോവൻ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല. ഐ എം ഗോയിങ് ടു ഹസൽ, ഐ എം ഗോയിങ് ടു മേക്ക് മണി. അത് ഉബർ ഓടിച്ചിട്ടാകാം, അത് കാറ്ററിങ്ങിന് ഫുഡ് എടുക്കാൻ പോയിട്ടാകാം, മെക്ഡോണൾഡ്സിൽ സെർവ് ചെയ്യാൻ പോകാനായിട്ടാകാം, ഡോമിനോസിൽ പോയി പിസ്സ എറിഞ്ഞിട്ടാകാം. ഐ എം ഗോയിങ് ടു മേക്ക് ഷിറ്റ് മണി. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ നോക്കിയിട്ട് ഇവിടെ ആണെങ്കിലും നോ ഉടനെ കൗണ്ടർ വരാം. ഇവിടെ ഞാൻ മെക്ഡി പോയി കഴിഞ്ഞാൽ എനിക്ക് മണി ഒരു ദിവസം ഫുൾ വർക്ക് ചെയ്താൽ $1,000 കിട്ടത്തുള്ളൂ. അവിടെ ആണെങ്കിൽ എനിക്ക് $120. ഡിഫറെന്റ് എക്കോണമി ഇല്ല. എക്സാക്ട്ലി, ദാറ്റ്സ് ഡിഫറെന്റ് എക്കണോമി. നിങ്ങളുടെ റെന്റ് ഡിഫറെന്റ് ആണ്, നിങ്ങളുടെ എല്ലാം ഡിഫറെന്റ് ആണ്. സോ ഞാൻ എപ്പോഴും പറയാം, നമ്മൾ ഈ എസ്കേപ്പ് മെന്റാലിറ്റി ആയിരുന്നെങ്കിൽ ഐ വുഡ് സേ ഹസൽ. ഇവിടെ അല്ല, ഹസൽ ചെയ്ത് നോക്ക്. ഹസൽ ചെയ്ത് പറ്റിയില്ലെങ്കിൽ അവിടെ പോവാം. ബിക്കോസ് അവിടെ ചെന്ന് കഴിയുമ്പോൾ
എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം, ഒരു വലിയൊരു ഇമോഷണൽ ട്രെയിനിങ് നമുക്കുണ്ടാവും. അത് വാഴയ്ക്ക് അത് നല്ലൊരു കാണിക്കാൻ, അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. ആ 2 പേരും അനുഭവിക്കുന്ന സിറ്റുവേഷൻസ്. അതിനകത്ത് വിനായക് അവിടെ അത്രയും സിക്കായിട്ട് ഐസൊലേറ്റഡ് ആയി. കിടക്കുമ്പോൾ അവന് ഹോസ്പിറ്റലിൽ പോകും. നമ്മൾ ഇവിടുന്ന് മെഡിക്കൽ ഫെസിലിറ്റി നല്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടിച്ചെല്ലുന്നത് ഒരു കുന്തമല്ല. ലൈക്ക് സർട്ടൺ തിങ്സ് ഇറ്റ്സ് വെരി ഗുഡ്, സർട്ടൺ തിങ്സ് മെഡിക്കൽ ഫെസിലിറ്റി ഇസ് വെരി ഗുഡ്. പക്ഷെ ഇങ്ങനത്തെ ഒരു എമർജൻസി കേസ് വന്നാൽ അവിടെ ചെന്നാൽ പറയും, അവിടെ ഇരിക്കും, ഡോക്ടർ വരും. ഒരു 3-4 മണിക്കൂർ ഇരിക്കുമ്പോൾ നമ്മൾ തന്നെ കഴിച്ചു പോകും. എണിച്ചു പോകും. അപ്പം ഞാൻ അതാ പറഞ്ഞത്. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഇമോഷണൽ ട്രെയിനിങ് ഇത്രയും യങ് ഏജിൽ, വെൻ യു ആർ 21, 22, വെൻ യു ആർ ബീമിങ് വിത്ത് എനർജി, നമുക്ക് ലോകം മുഴുവൻ മാറ്റണമെന്നുള്ള എനർജി ആ സമയത്തുണ്ട്. ആ ഒരു സമയത്ത് അത്ര ഇമോഷണൽ ബാഗേജിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക്? ഇല്ല. ഇതാണ് നമ്മൾ പറഞ്ഞത്. ലൈക്ക് ഇഫ് യു ആർ ഗോയിങ് ടു ജസ്റ്റ് സേ, ഇപ്പം ഇത് എഡിറ്റിൻ്റെ ആവശ്യമില്ല, ഇറ്റ്സ് ഗോയിങ് ടു ബി ലൈക്ക് fuck everyone. That's as plain as it. We don't have to edit or do anything about this. It is as simple as that. Like, I am going to hustle. I am going to make money. എനിക്ക് പൈസ ഉണ്ടാക്കണം. I am going to do whatever I can and I don't care what anyone says. ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചങ്ങ് പോകും. ബിക്കോസ് നിങ്ങൾ ഈ വെളിയിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ടെ ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ പറയുന്ന ആൾക്കാർ കേട്ടിട്ടുണ്ട്. അതിനെന്താ, ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ മെക്ഡോണൾസിൽ സെർവ് ചെയ്യും, ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഡോമിനോസിൽ സെർവ് ചെയ്യും, ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയി വർക്ക് ചെയ്യും. ഒരാൾ കഴിച്ചെണീച്ച ടേബിളിൽ അവർ കഴിച്ച വേസ്റ്റ് തുടച്ച് നീക്കുന്നത് നമ്മൾ സ്വന്തം വീട്ടിൽ ആദ്യം 10 വട്ടം ഒന്ന് ചെയ്ത് നോക്കണം, നമ്മുടെ വീട്ടുകാർ കഴിച്ചതിൻ്റെ ബാക്കി ക്ലീൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കണം, നമുക്ക് പോലും അറിയാത്ത ഒരാൾ വന്ന് ആ ടേബിളിൽ ഇരുന്ന് കഴിച്ചിട്ട് പോകുമ്പോൾ അത് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഇമോഷണൽ ബാഗേജ് എന്തായിരിക്കും. ഇത് ചിന്തിച്ചിട്ട് വേണം നമ്മൾ ആ ഡിസിഷൻ എടുക്കാൻ. സോ ദാറ്റ് ഈസ് വേ ഐ സ്റ്റാൻഡ്. what is your take? Like, do you വേറൊരു ഇതുണ്ടോ? ബിക്കോസ് വി കം ഫ്രം വെരി ഡിഫറെന്റ് ജനറേഷൻസ് ഓൾസോ. ലൈക്ക് സത്യം നമ്മൾ കുറച്ച് വർഷങ്ങളും ഡിഫറൻസ് ഉള്ളതിലും അപ്പൊ പക്ഷെ നമ്മൾ ഡിഫറൻസ് ഉണ്ട്. സോ എൻ്റെ കാഴ്ചപ്പാട് ചിലപ്പം എനിക്ക് തോന്നുന്നതായിരിക്കത്തില്ല അമ്മയിൽ തോന്നുന്നത്. വാട്ട് ഈസ് യുവർ ടേക്ക്? ഞാൻ ലൈക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ കാനഡയിൽ പോയിട്ട് വിളിച്ച് ഭയങ്കരമായിട്ട് വിഷമത്തിൽ പറഞ്ഞ സംഭവമൊക്കെ ഒറ്റയ്ക്കാണ്. ഭയങ്കര ഇറ്റ്സ് ലൈക്ക് അവൻ ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുമായിരുന്നു. ഒറ്റയ്ക്ക് ആ ഒരു ലോൺലിനെസ് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ആരും ഇല്ല, അല്ലെ അവൻ വിളിക്കുന്ന സമയത്തൊന്നും ആരും ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കണമെന്നില്ല. ആ ഒരു സിറ്റുവേഷൻ അത് യെസ് ഉണ്ട്. ഇഫ് കുറച്ച് പാടാണ്. ഇപ്പോൾ ഇങ്ങനെ പോയി സോണി പറഞ്ഞ പോലെ മെഗ്ഡിയിലൊക്കെ പോയി വർക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് പോണവര് ചിലർ ചെയ്യും. പക്ഷെ എല്ലാരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. അതാണ് ഈ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി, അതിനകത്ത് ആക്ച്വലി അത് വിനായകൻ തന്നെ കാണിക്കുന്ന അതാണ്. പുള്ളിക്കാരൻ അവിടെ പോയി അവരുടെ ഫാമിൽ വർക്ക് ചെയ്യുന്നു, അയാളപ്പം അവനെ ഇടിക്കുന്നല്ല ചവിട്ടുന്നു. ആ സമയത്തൊക്കെ ചിലപ്പോൾ ഇവൻ രാത്രി മെഗ്ഡിയിൽ ഇപ്പം വർക്ക് ചെയ്യാൻ നേരത്തായിരിക്കും 2 ഡ്രിങ്കൊക്കെ അടിച്ചിട്ട് ഒരാൾ ഡ്രൈവ് ത്രൂ വന്നിട്ട് ചിലപ്പം വൈറ്റ് ബ്രൗൺ ഇന്ത്യന്നോ അല്ലെങ്കിൽ യുലേസിയാസ് ഇന്ത്യന്നോ പല കമൻസും പറയാം. ആൻഡ് നമ്മൾ ചിലപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ വീക്കിലെ റെന്റ് ഒത്തിട്ടില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്നൊരു മൊമെന്റ് ആയിരിക്കും. നമ്മളത് ഭയങ്കരമായിട്ട് ബ്രേക്ക് ചെയ്യും, കളഞ്ഞിട്ട് പോകാനും പറ്റത്തില്ല. ഞാൻ ഫ്രീഡം ആ ലിബർട്ടി എടുത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ പോകേണ്ടത്. ആൻഡ് വാഴയ്ക്ക് അത് ഭയങ്കര എനിക്ക് അലനേക്കാളും കൂടുതൽ വിനായകന്റെ ആ ഒരു ഇതിൽ ദിസ് എ ലോട്ട് ഓഫ് സ്പോയിലേഴ്സ്, ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ആ മൂവി അതിന് ശേഷം തിയേറ്ററിൽ നിന്ന് പോവുകയും ചെയ്യും. അവന്റെ ഫാദറിന്റെ ഡിമൈസിൽ പോലും ഹീസ് മേക്കിംഗ് എ ഡിസിഷൻ ടു സ്റ്റേ ബാക്ക്. ഈസ് ലൈക്ക് എനിക്ക് പോകാൻ ഒക്കത്തില്ല തിരിച്ച നാട്ടിലേക്ക്. അത്രയും ഒരു വലിയൊരു ബേർഡൻ ആണ്. സത്യം. അതാണ് എൻ്റെ ഇതിൽ ഫസ്റ്റ് പോയിന്റ്. ലൈക്ക് ഇഫ് യു ആർ ഗോയിങ് ഔട്ട്സൈഡ് ബിക്കോസ് ഓഫ് നോട്ട് എഡ്യൂക്കേഷൻ പർപ്പസസ് ബട്ട് ഓഫ് എസ്കേപ്പ്, ഐ വുഡ് സ്ട്രോങ്ലി സജസ്റ്റ് ഇവിടെ കുറച്ച് ഹസൽ ചെയ്യാൻ നോക്ക്. നമ്മുടെ പോഡ്കാസ്റ്റിൽ നേരത്തെ വന്നിട്ടുള്ള പലരും പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടറാണ് ദേ ഹാവ് സ്ട്രഗിൾഡ് റിയലി ബാഡ്. പക്ഷെ അവരെല്ലാവരും ഹസൽ ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ നേടുന്നത്. ചിലപ്പോൾ അവിടെ നമ്മൾ 10 വർഷം കൊണ്ട് പൈസക്കാരാവുമെങ്കിൽ ഇവിടെ 20 വർഷം എടുക്കുമായിരിക്കും. പക്ഷേ ആ 20 വർഷം നല്ല പൊറോട്ടയും ബീഫും കഴിച്ച് ഇച്ചിരി നല്ല ചായയൊക്കെ കുടിച്ച് സത്യം സമാധാനമായിട്ട് ജീവിക്കല്ലോ, ഒരു കട്ടനൊക്കെ കുടിച്ച്. ആൻഡ് ദിസ് ഈസ് ഓൾസോ ദ സ്പേസ് വെയർ ഐ വാസ് ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ മണി പാർട്ട്, ബിക്കോസ് ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. എന്നോടൊപ്പം ഈ ഒരു ആൾ വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ കോളേജിൽ തന്നെ പഠിച്ചാണ്, എൻ്റെ നമ്പർ കിട്ടിയിട്ട് ഞാൻ മെൽബണിലുള്ള സമയത്ത് തന്നെ വിളിക്കുന്നത്. എന്നോട് വിളിച്ച് പറഞ്ഞു, ചേട്ടാ എനിക്ക് അവിടെ ഓസ്ട്രേലിയയിൽ ദർ ആർ 2 ലെവൽ ഓഫ് യൂണിവേഴ്സിറ്റീസ്, ഗ്രൂപ്പ് ഓഫ് 8ഉം ബാക്കിയും. ഗ്രൂപ്പ് ഓഫ് 8 എന്ന് പറഞ്ഞാൽ ഒരു ഐവി ലീഗ് അല്ല, പക്ഷെ അതുപോലെ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് അത് കഴിഞ്ഞില്ല. അപ്പം സെക്കൻഡ് ഇയറിൽ അവന് അഡ്മിഷൻ കിട്ടി, ഓൾമോസ്റ്റ് $40,000 2 years.
അപ്പോൾ ഒരു സെമസ്റ്ററിൽ 10 to 11,000 ഓസ്ട്രേലിയൻ ഉണ്ടാവും. 40,000 AUD. അപ്പോൾ ഒരു വർഷം ഒരു സെമസ്റ്റർ വിച്ച് ഇസ് ഈവൻ ദോ വി സേ 6 months, അത് ആക്ച്വലി 3 to 4 monthsേ ഉള്ളൂ. 3 to 4 monthsiനുള്ളിൽ നമുക്ക് ഏകദേശം $10,000 to $12,000 അടയ്ക്കണം. ഈ ബുക്സും അതെല്ലാം കൂടെ വെച്ചിട്ട് 12,000 വരും. എന്നോട് വിളിച്ചു പറഞ്ഞു ഇതുപോലെ തന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് പോയി, എൻ്റെ കോളേജ് അടൂരാണല്ലോ, അപ്പോൾ പുള്ളിക്കാരന് അവിടുന്ന് ട്രിവാൻഡ്രത്ത് വന്ന് നല്ലൊരു കോളേജാണ് അവരെടുത്ത് തന്നു, ഇന്ന കോഴ്സാണ്. കോഴ്സ് ഞാൻ പറയുന്നില്ല, കോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സാണ് ആ യൂണിവേഴ്സിറ്റിക്ക്. സോ ഇന്ന കോഴ്സാണ് ഇവർ പറയുന്നത്, ഞാനിത് ലോൺ എടുക്കാം. ലോൺ എടുത്തിട്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതികളാണ്. ഞാൻ 40,000 ലോൺ ഇവിടുന്ന് എടുക്കും, പക്ഷെ ഞാൻ ഓരോ സെമസ്റ്ററിലും ആ പൈസ ഡ്രോ ചെയ്യുമ്പോൾ അന്ന് മുതലുള്ള ഇൻട്രസ്റ്റ് ഞാൻ അടച്ചാൽ മതി. സോ ഫസ്റ്റ് സെമസ്റ്ററിൽ ഞാൻ $10,000 എടുത്തു, അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ തൊട്ട് ഞാൻ $10,000 ഇൻട്രസ്റ്റ് അടയ്ക്കണം. സെക്കൻഡ് സെമസ്റ്ററിൽ അടുത്ത 10 എടുത്തു, അപ്പോൾ 20. അപ്പം ബേസിക്കലി ഇറ്റ്സ് ലൈക്ക് ക്യാഷ് ഇസ് അവൈലബിൾ, യു ടേക്ക് ദ ലോൺ ആസ് ഇറ്റ് കംസ്. എന്നിട്ട് എനിക്കൊരു കൂളിംഗ് ഓഫ് പീരീഡും ഉണ്ട് 1 year. അത് കഴിഞ്ഞിട്ട് ഞാൻ ലോൺ റീപേ ചെയ്യാൻ തുടങ്ങിയാൽ മതി. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ, ബാങ്കിങ്ങിൽ ഐ തിങ്ക് ദാറ്റ് ഇസ് കറക്റ്റ്. കൊളാറ്ററലായിട്ട് അവർക്ക് വെക്കണം, കൊളാറ്ററലായിട്ട് വീടോ അങ്ങനെ എന്തോ വെക്കണം. ഓക്കെ, അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് എൻ്റെ അകത്ത്. ആൻഡ് എഡ്യൂക്കേഷൻ ലോൺ ഫോർ സം റീസൺ നമ്മുടെ ഇവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എഡ്യൂക്കേഷൻ ലോൺ ഹൈ ആണ്. അത് ദാറ്റ് ഈസ് വിയർഡ്, ലൈക്ക് ഹൗ ദാറ്റ് ഈസ് യു ക്യാൻ ഹാവ് എ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ എ കാർ ലോൺ, പക്ഷെ സ്റ്റുഡൻറ് ലോണിന് അത് കൂടുതലാണ്. എഡ്യൂക്കേഷനിൽ അത് ഒരു വലിയ ബിസിനസ് അല്ലേ, റിസ്ക്. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ ലോൺ എടുക്കണം. അപ്പോൾ ഈ പറയുന്ന ഏജൻസി വിച്ച് ഇസ് വെരി ഫേമസ് ഏജൻസി, ഇന്ന് കേരളത്തിൽ ഏജൻസി, ഇങ്ങനത്തെ ഏജൻസിയുടെ പേര് പറയുന്നുണ്ട് ഏകദേശം എല്ലാവരും പറയാൻ പോകുന്ന ഒരു പേരേ ഉള്ളൂ, ആ പേര് തന്നെയാണെന്ന് വിചാരിച്ചു. അവരോട് പറഞ്ഞു കൊടുത്താണ് ഈ പറയുന്ന പൈസ നിങ്ങൾക്ക് അവിടെ ലാൻഡ് ചെയ്തിട്ട് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തുണ്ടാക്കാം. അതായത് വിത്തിൻ 4 to 5 months every month you will save up $10,000 or $12,000 plus you can bear your living expense, റെന്റും ഫുഡും ട്രാവലും എല്ലാം, പ്ലസ് നിങ്ങളുടെ കോളേജിലെ ബുക്സിന്റെ എക്സ്പെൻസസ് എല്ലാം ബെയർ ചെയ്യാം. ഓക്കെ, പ്ലസ് അത് അഡീഷണൽ ആണോ ബുക്സിന്റെ? അത് ബുക്സ് വേറെ നമ്മൾ മേടിക്കണം. അവിടെ പ്രിന്റിനൊക്കെ ഭയങ്കര റേറ്റാണ്. ഒരു പ്രിന്റിന് 10 cents ഒക്കെയാണ്, 5 രൂപ 6 രൂപയൊക്കെയാണ്. അപ്പോൾ ഇത് കൂടാതെ വീട്ടിലേക്ക് ഓരോ മാസം 15,000 to 20,000 rupees അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇത് കേട്ടിട്ട് നിനക്ക് എന്ത് തോന്നിച്ചു? ഹീസ് ഫുള്ളി സോൾഡ് ഔട്ട്. ഹീസ് ലൈക്ക് ചേട്ടാ ഇതിൽ വലിയ ഭാഗ്യം എന്തുവാ, വീട്ടൊക്കെ പഠിച്ചിറങ്ങി 20,000 രൂപ മാസം വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റും, ലോണും തീരും, ഞാൻ പഠിച്ചിരുന്നതിന് മുന്നേ ലോണെല്ലാം തീരും. അതാണല്ലോ ലോജിക്ക്, പഠിച്ചിരുന്നതിന് മുന്നേ ലോണെല്ലാം തീരും. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് ബേസിക് ആയിട്ട് മാത്ത് എടുക്കാം അതിൻ്റെ അകത്ത്. ആൻഡ് എനിക്കിത് ഓസ്ട്രേലിയൻ വിസയെക്കുറിച്ച് അറിയത്തുള്ളൂ. സോ ഐ എം നോട്ട് ഗോയിങ് ടു സേക്ക് എല്ലാവരും വിസ ഇങ്ങനത്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഓസ്ട്രേലിയയിൽ നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസ വരുന്നുണ്ട്, 20 hours per week ആണ് നമുക്ക് ലീഗലി വർക്ക് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ്. 20 hours കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യാൻ ഒക്കത്തില്ല. സോ ആ 20 hours നമ്മുടെ ഇവിടുത്തെ പാൻ കാർഡ് പോലെ തന്നെ നമുക്ക് അവിടെ കിട്ടുന്ന ടാക്സ് ഫയലിംഗ് നമ്പറുമായിട്ട് ലിങ്ക്ഡ് ആണ്. നമ്മൾ ആ 20 മണിക്കൂറിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ബാങ്കിന് ഹിറ്റ് ചെയ്ത് TFN ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭാവിയിൽ നമ്മുടെ വിസ റിന്യൂവലിന് പോകുമ്പോഴും നമ്മുടെ PR-ൻ്റെ പ്രോസസ്സിന് പോകുമ്പോഴും ദേ വിൽ റിജക്റ്റ്. അത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവർ. ഓസ്ട്രേലിയൻ ടാക്സേഷൻ ഓഫീസിനെ വെട്ടിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. സോ ഞാൻ പറഞ്ഞു 20 മണിക്കൂർ നിനക്ക് ഒരാഴ്ച പണിയെടുക്കാം. ഒരു പാർട്ട് ടൈം ജോലിക്കാരന് ഇഫ് യു ആർ നോട്ട് എക്സ്പീരിയൻസ്ഡ് ഐ ക്യാൻ ഇപ്പോഴത്തെ ഒരു ഇതിൽ ഐ ഹവ് നോട്ട് ഹൈഡ് എ പാർട്ട് ടൈം ഫോർ എ വെരി ലോങ് ടൈം, പക്ഷേ ഒരു $25 to $30 മണ്ടയ്ക്ക് പാർട്ട് ടൈം ജോലി ചെയ്ത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യാവശ്യം നല്ല ജോലിയായിരിക്കും. 25 to 30 വിച്ച് ഇസ് നിയർ അബൌട്ട് യുവർ മിനിമം ഏജ്. 24 to 25 ആണ്. നിങ്ങൾ 30 പിടിച്ചോ, 30 കിട്ടുമെന്ന് വിചാരിച്ചോ. ആ 30-കകത്ത് നിന്ന് നമുക്ക് കുറച്ച് ടാക്സ് ഒക്കെ പോയിട്ട് ഓൾമോസ്റ്റ് $28 ആയിരിക്കും നമ്മുടെ കൈ കിട്ടുന്നത്. വിച്ച് മീൻസ് ഇൻ എ വീക്ക് നമുക്ക് എത്രയായി? 2 8 16 $560 നമുക്ക് ഒരു വീക്കിൽ കിട്ടി. സോ ഇൻ എ മന്ത് അപ്രോക്സിമേറ്റ്ലി ലെറ്റ്സ് ജസ്റ്റ് കോൾ ഇറ്റ് $2,200 നമുക്ക് കിട്ടും. $2,200. ഈ $2,200 നമ്മൾ സ്റ്റുഡൻറ്റ് ലൈഫിൽ ഷെയറിംഗ് ആയിട്ട് താമസിച്ചാൽ പോലും നമുക്ക് ഒരു മാസം ഓൾമോസ്റ്റ് $800 to $900 റെൻറ്റ് പോകും. ഓക്കെ, വിച്ച് ഇസ് വെരി വെരി നോമിനൽ വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. ഇതല്ല നിങ്ങൾ ക്യാമ്പസിൽ താമസിക്കാൻ പറ്റും. ക്യാമ്പസിൽ താമസിക്കുകയാണെങ്കിൽ ഡോംസ് ഉണ്ട്, ക്യാമ്പസിൽ ഡോംസ് ഉണ്ട്. അത് ഇതിനേക്കാളും എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ഐ എം ടോക്കിംഗ് അബൌട്ട് നിങ്ങൾ പുറത്ത് പോയിട്ട് വീടെടുത്ത് ഒരു 4-5 പേര് ഷെയർ ഒക്കെ ചെയ്ത് താമസിക്കുന്നതിന് ഒരു 800 എങ്കിലും ആവുമെന്ന് വിചാരിച്ചോ. 2,200 800 പോയി. So you are left with almost what $1,400.
അവിടെ നമ്മുടെ ഈ ട്രാവൽ കാർഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ. അത് അത് വേണം നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി, ജോലി ചെയ്യാനൊക്കെ ട്രാവൽ ചെയ്യണമല്ലോ. അത് ഓൾമോസ്റ്റ് $250 to $300 അതിന് പോകും. അപ്പോൾ $1,400 ചെയ്ത് $1,100 ആയി. നമ്മുടെ പ്രിന്റും ബുക്സും പെന്നും നമ്മുടെ ലൈക്ക് നിങ്ങളിപ്പോൾ കോളേജിലേക്ക് പോവുകയാണ്, പഠിക്കാൻ വേണ്ടി പോവുകയാണ്, എന്തായാലും നമ്മളെല്ലാവരും കാണുന്ന കോട്ടൊക്കെ ഇട്ട് ഒരു കോഫിയൊക്കെ പിടിച്ചായിരിക്കുമല്ലോ പോകുന്നത്. ഒരു കോഫി മേടിക്കണമെങ്കിൽ തന്നെ $5 ആവും. അപ്പോൾ അങ്ങനത്തെ മിസ്ലേനിയസ് എക്സ്പെൻസസ് ഒക്കെ ഒരു $100 പിടിച്ചോ, $1,000. ഫുഡ് ഇസ് എ വെരി ബിഗ് എക്സ്പെൻസ്. Yeah. അവിടെ മറ്റേ ഈ പറയല്ലോ പച്ചവെള്ളത്തിനേക്കാളും ചീപ്പായിരിക്കും. അതുപോലെയാണ് പച്ചക്കറിയേക്കാളിലും ചീപ്പാണ് ചിക്കൻ കഴിക്കുന്നത്. അപ്പോൾ ചിക്കൻ കഴിച്ചാൽ നിങ്ങൾ ജീവിക്കുവാണെങ്കിലും മിനിമം $350 to $400, $600 ആയി ബാക്കി. ആ $600 യു ഹാവ് ടു ഹാവ് സേഫ്റ്റി മണി. ഒരു പനി വന്നു കഴിഞ്ഞാൽ ഗുളിക മേടിക്കണ്ടേ, എന്തെങ്കിലും ഒരു ഇത് ചെയ്യണ്ടേ. ആൻഡ് ഫോർ എ ഫാക്ട് യു ആർ യങ്, 21, 22, നിങ്ങൾ അറ്റ്ലീസ്റ്റ് മന്തിൽ ഒരിക്കലെങ്കിലും സിറ്റി പോകും. യു വിൽ ഗോ ഔട്ട്, യു വിൽ ഹാവ് എ പാർട്ടി. ഇപ്പം അമൽ നേരത്തെ പറഞ്ഞിട്ട് തന്നെ ഇവിടെ കിട്ടാത്ത നമുക്ക് അവിടെ കിട്ടുന്ന ഫ്രീഡം, അതിനാണല്ലോ ഇവിടെ അങ്ങോട്ട് പോകുന്നത്. സത്യം. അപ്പോൾ അതിനും നിങ്ങളൊരു $150 നിങ്ങളുടെ മിസ്ലേനിയസ് എപ്പോഴും ഒരു സിനിമ കാണാൻ വേണ്ടി പോയി $150. ഞാൻ ഈ $150 പറയുമ്പോൾ ആൾക്കാർ പിന്നെ $150 നീ പോവുക, അവിടെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വെളിയിൽ നിന്ന് ഒരു ഫുഡ് കഴിക്കണമെങ്കിൽ $20 ആവും. ആ $20 ഞാൻ പറയുന്നത് വളരെ കുറവാണ്. 150 is not very big. ഓൾസോ ദ ടിപ്പ്, റൈറ്റ്? ടിപ്പ് ഉണ്ടല്ലോ. ഇല്ല, ഓസ്ട്രേലിയ ടിപ്പ് കൾച്ചർ ഇല്ല, പക്ഷേ നമ്മൾ കൊടുക്കും എന്നാലും. ഓക്കെ. അപ്പം തന്നെ നമ്മൾ എത്ര 600 നിന്ന് ആ ഒരു 150 കൂടെ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം $450 ആയി. $450 നമ്മൾ ഇനിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ലോൺ അടയ്ക്കുന്നൊക്കെ പോട്ടെ, വീട്ടിൽ 20,000 രൂപ അയക്കണമെങ്കിൽ അത് $400. അപ്പോൾ അത് കുതാകാവാം. രണ്ടാമത് വരുന്നത് നിൻ്റെ ഈ പറഞ്ഞ ഫീസ്. നമ്മൾ പറഞ്ഞ 5 മാസം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് നമുക്ക് $12,000 ഉണ്ടാക്കണം, വിച്ച് ഈസ് ഓൾമോസ്റ്റ് $2,000 പെർ മന്ത്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഏറെക്കുറെ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ആൻഡ് നമ്മുടെ ബാക്കിയുള്ള എത്ര $450 to $500. ഈ കണക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹീസ് നോട്ട് ഗെറ്റിംഗ് കൺവിൻസ്ഡ്. ഞാൻ ചുമ്മാ പറയുന്നല്ല, പുള്ളിക്ക് ഇത് വിശ്വസിക്കാൻ വയ്യ. പുള്ളി പറയുന്നത് അങ്ങനല്ല. ഞാൻ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ കൗൺസിലർ എന്നോട് പറഞ്ഞത് എനിക്കൊരു $50 per hour കിട്ടും, എനിക്ക് 30 hours ചെയ്യാം, പിന്നെ ഈ വെക്കേഷൻ റെഡി ടു ഹസിൽ ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഹി ഈസ് ഡൂയിങ് 3 jobs. അപ്പോൾ ഇല്ലീഗലായിട്ട് ഹി ഈസ് ഗെറ്റിംഗ് ക്യാഷ് ഓൺ ഹാൻഡ്. മറ്റേ ടാക്സിലൊന്നും കേറാതെ. അപ്പം ഞാൻ ചോദിക്കുന്നത് ഏത് ഡിസിഷനിൽ അവൻ പോയത്? അവൻ എസ്കേപ്പ് ചെയ്യാൻ പോയതാണോ പഠിക്കാൻ പോയതാണോ? എസ്കേപ്പ് ചെയ്യാൻ പോയത്. ബിക്കോസ് പഠിക്കാൻ പോയ ഒരാൾക്കിടെ ഇതിനകത്ത് അവരെ 20 മണിക്കൂർ കൊണ്ടുവന്ന ലോജിക് എന്ന് പറയുമോ, 20 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ഒക്കത്തില്ല. ഞാനവിടെ പഠിച്ചൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പോൾ അവിടെ ചെന്നിരുന്നിട്ട് നമ്മൾ day 1 തൊട്ട് തന്നെ നമുക്ക് പഠിക്കാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. 50-60 പേരിരിക്കുന്ന ലെക്ചർ ഹാളിൽ നോട്ട്സ് എടുത്തിട്ട് ട്യൂട്ടോറിയലിൽ പോയി അത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് അവിടെ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് നീ പഠിക്കാൻ പോകുന്നു അതോ 60 മണിക്കൂർ ജോലി ചെയ്യാൻ പോകുന്നു? ആൻഡ് ഹീ സോൾഡ് ഞാൻ 20 മണിക്കൂർ ജോലി ചെയ്താൽ മതി, 20 മണിക്കൂർ ജോലി ചെയ്താലും എനിക്ക് ഇത്രയൊക്കെ കിട്ടും. ഞാൻ പറയണ ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതി അയച്ചു തരാം, നീ ആ പേപ്പർ കൊണ്ട് അവരുടെ അടുത്തേക്ക് പോകും, എന്നിട്ട് അവരോട് ചോദിക്കുക എന്നോട് ഇങ്ങനെ ഒരാൾ പറഞ്ഞു ഇതാണല്ലോ എന്ന്. ആൻഡ് റിമെമ്പർ ദിസ് ഫാക്ട്, ഈ പറയുന്ന ആളൊരു എഞ്ചിനീയറാണ്. സോ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഒരു +2 കാരനല്ല, അത്യാവശ്യം കമ്പ്യൂട്ടർ എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഈ ആൾ. ഇതുകൊണ്ട് ഈ പറയുന്ന കൗൺസിലറിൻ്റെ അടുത്ത് പ്രശസ്തമായ കമ്പനിക്ക് ചെന്ന് കയറി ആ പേപ്പറെ തന്നെ ഞാൻ അവന് ഫോട്ടോ അയച്ചു കൊടുത്ത സാധനം പ്രിന്റ് എടുത്തു. ആ പേപ്പറെ തന്നെ ഉണ്ടല്ലോ പുള്ളിക്കാരൻ ഞാൻ അയച്ചു കൊടുത്തതിന് ഒറ്റ വെട്ടിയിട്ട് സൈഡിൽ പുള്ളിയുടെ ഓരോ വാല്യൂസ് ഒക്കെ അങ്ങ് എഴുതി. പുള്ളിയുടെ കണക്ക് കഥയൊക്കെ അങ്ങ് മാറി. ഞാൻ റെന്റ് 850, ആ പയ്യൻ താമസിക്കുന്നത് സിറ്റിക്ക് അകത്തായിരിക്കും, 850 ഒന്നും ആകത്തില്ല, കൂടിപ്പോ കഴിഞ്ഞാൽ $400. അത് വെട്ടി നേരെ പാതി. നമ്മളെ ഈ ഗ്രാമപ്രദേശത്ത് നമുക്ക് അതേ ബാധിക്കുന്നു. എന്നിട്ട് ഇവൻ ഇത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതിങ്ങനെ പറ്റും. ആൻഡ് എനിക്കൊന്ന് ഹീസ് ട്രൈങ് ടു കൺവിൻസ് ഹിംസെൽഫ്. എനിക്കറിയത്തില്ല, ബിക്കോസ് അവൻ അത്ര വെൽ ഓഫ് ആയിട്ടുള്ള ഒരു ഫാമിലി എന്നല്ല. ഹി വോണ്ട്സ് ടു കൺവിൻസ് ഹിംസെൽഫ് കി എനിക്ക് ഈ ഒരു ബേർഡൻ എടുത്ത് വെച്ചാലും എനിക്ക് എന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പം ഞാൻ പറയടാ, നീ ഒരു കാര്യം ചെയ്യ്, നീ ചുമ്മാ ഗൂഗിളിൽ പോയിട്ട് സ്റ്റുഡൻറ്റ് ഷെയറിങ് അക്കോമഡേഷൻസ് മെൽബൺ, എന്നിട്ട് നിൻ്റെ യൂണിവേഴ്സിറ്റി നിനക്കറിയാമല്ലോ, ആ യൂണിവേഴ്സിറ്റിയുടെ പോസ്റ്റ് കോഡ് ഇട്ട് കൊടുക്കുക. അതിൽ നിന്നൊരു 10 കിലോമീറ്റർ റേഡിയസ് നീ താമസിക്കണമല്ലോ, അല്ലാതെ നീ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരം താമസിക്കത്തില്ലല്ലോ. അവൻ്റെ അടുത്ത് വെച്ച് നോക്കിയപ്പോൾ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ $800, $750. ശരിയാ, ഇത് തെറ്റാ. ഞാൻ ഈ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, അവിടുത്തെ സൈറ്റുകളാണ് കോൾസ്, വുൾവർട്സ്, നമ്മുടെ ഇവിടുത്തെ ലുല്ലു,
ലുലു ഹൈപ്പർ മാർക്കറ്റാണ്, കോൾസും മുൾവേഴ്സും. ഞാൻ പറഞ്ഞു അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിനക്ക് ഒരാഴ്ച തന്നെ മമ്മിയോട് ചോദിക്കുക എന്തൊക്കെ ഫുഡ് വേണ്ടി വരും. ബ്രെഡിൻ്റെ ഒരു ലോഫ്, ചിക്കൻ്റെ ഒരു ഫുൾ ചിക്കൻ വേണ്ടി വരുമായിരിക്കും, എഗ്സിൻ്റെ 12 ഒരു പീസ്, മിൽക്കിൻ്റെ അവിടെ മിൽക്ക് മറ്റേ 2 ലിറ്റർ അതിന് $3 $4 ഒക്കെ ആവുമായിരിക്കും. അതെല്ലാം എടുത്ത് നോക്കാൻ പറഞ്ഞു. അവൻ അതും ആഡ് ചെയ്ത് നോക്കി. ശരിയാ ചോദിച്ചാൽ ഒരാഴ്ച മിനിമം ഒരു $50 to $60 മിനിമം വേണം. ഞാൻ പറഞ്ഞു ഇനിയും നീ ഈ പറഞ്ഞ ഉടനെ സിറ്റി പോകണമെങ്കിൽ മൈക്കി കാർഡ് അവിടെ പറയുന്നത് മെൽബണിൽ, ആ കാർഡിൻ്റെ വെബ്സൈറ്റ് ഞാൻ എല്ലാം ലൈക്ക് ഐ വോണ്ടഡ് ടു ഹെൽപ്പ് ഹിം. ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തു. അവൻ നോക്കി പറഞ്ഞു ശരിയാ സോണി ചേട്ടാ. ആൻഡ് ഐ എം നോട്ട് പ്രൗഡ് ബട്ട് ഹി ആക്ച്വലി ഡ്രോപ്പ് ദാറ്റ് പ്ലാൻ. ഞാൻ പറഞ്ഞില്ല ഇത് ഫിനാൻഷ്യലി എനിക്ക് താങ്ങാൻ പറ്റത്തില്ല, ബിക്കോസ് ആ ഒരു ലോൺ ആൻഡ് അതിനകത്തും വരുന്ന ഫാക്ടറാണ് നിങ്ങൾ പഠിച്ചിറങ്ങി ഉടനെ നിങ്ങൾക്ക് ജോലി കിട്ടി നിങ്ങൾ റീപേയ്മെൻറ്റ് തുടങ്ങണം, അല്ലെങ്കിൽ ഇവിടെ ഇൻട്രസ്റ്റ് തുടങ്ങുന്ന സാധനം കയറിക്കൊണ്ടിരിക്കും. ആൻഡ് സ്ലോലി ദിസ് $40,000 is almost 20 to 22 lakhs. 22 lakhs is almost 3 to 4 years of CTC of a fresh graduate. അപ്പം നമ്മൾ ആലോചിക്കണം നമ്മൾ എത്രത്തോളം പൈസ ഇതിനകത്ത് പുഷ് ചെയ്യാൻ പോകാമെന്ന്. അപ്പോൾ 22ാമത്തെ വയസ്സിൽ കാനഡയിലും ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും പോയ പയ്യന് 24ാമത്തെ വയസ്സിൽ പഠിച്ചു കഴിഞ്ഞ് അടുത്തൊരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷം അവൻ്റെ ജീവിതത്തിൽ എടുക്കാൻ പോകുന്ന ഈ പറയുന്ന ലോൺ അടച്ചു തീർക്കാൻ വലിയൊരു ബേർഡനാണ്. He dropped it. And I think the last time I checked in on him, on L&T work ചെയ്യുമായിരുന്നു. Okay. He's fine. He's not like an Ambani right now. അവൻ്റെ ഇരിക്കുന്ന BMW അല്ല, but he is fine. And when I talked to him also, he was like അന്ന് പോകാഞ്ഞത് അവൻ്റെ കൂട്ടത്തിലുള്ള ചിലർ പോയി, ചിലർ രക്ഷപ്പെട്ടു. പക്ഷെ രക്ഷപ്പെട്ടവരാരും എഞ്ചിനീയറിംഗ് അല്ല, അവരവിടെ പോയിട്ട് വേറെ ഹോസ്പിറ്റാലിറ്റിയിലൊക്കെ കയറിപ്പോയി, അവർ രക്ഷപ്പെട്ടു പോയി. സോ ദിസ് ഈസ് ദ നമ്പേഴ്സ് ഗെയിം ബിഹൈൻഡ് ദിസ് തിങ്. ആൻഡ് ഇതും എനിക്ക് തോന്നുന്നു നമ്മളൊന്ന് ക്രാക്ക് ചെയ്ത് ഇത് നമുക്കൊരു നല്ലൊരു ആൻസർ കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്കിത് നമ്മുടെ പേരൻസിനെ കൺവിൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഐ തിങ്ക് സക്സസ് കിട്ടും. ബിക്കോസ് അപ്പോൾ നമുക്ക് അതിനൊരു ബോധ്യം കിട്ടും, ഓക്കെ ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ അത് അവിടെ വെച്ച് ഇപ്പം ഒരു സ്കില്ലുള്ള ആളാണെങ്കിൽ, അതായത് കുറച്ച് ഹൈ പേയിങ് ജോബ് കിട്ടി അങ്ങനെ ഹൈ പേയിങ് ജോബ് കിട്ടുന്നുണ്ട്. സോ ലെറ്റ് മീ ആസ്ക് യു ദിസ് ക്വസ്റ്റ്യൻ. നമ്മളിരിക്കുന്ന കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടത്ത് phase 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 വർക്ക് ചെയ്യുന്ന ഒരു 10 to 12 years ഓഫ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, ഹൗ മച്ച് ഡു യു തിങ്ക് ദേ വുഡ് ബി മേക്കിംഗ്? എത്ര? 10 വർഷം ഒരു 20-30 ഒരു മിനിമം ഒരു 15-20 lakhs പാക്കേജ് ഉണ്ട് CTC. ഇനിയും ഇതേ സ്കില്ലുള്ള ആൾ വെളിയിലാണെങ്കിൽ they will get 200 to 250K of package, which is almost 1.25 CR. പക്ഷേ അതിന് ടാക്സ് എല്ലാം പോയി വരുന്നുണ്ട്, അവർക്ക് ചിലപ്പോൾ ഒരു 60-70 എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞ് വരുന്നുണ്ട്, അത്യാവശ്യം കിട്ടും. ബട്ട് ദ ഡിഫറൻസ് ദാറ്റ് ഹാപ്പൻസ് ഇസ് ഈ വെളിയിൽ പോകുന്ന ആള് 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളല്ല. ഈ പോകുന്ന ആൾ 1 to 2 years എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും. 1 to 2 year എക്സ്പീരിയൻസ് നീ CTC എടുത്ത് നോക്കാമെങ്കിൽ ആക്ച്വലി ഇന്ത്യയുടെ CTC is very competitive if you are in the right company. Because അത് ഇത്തിരി ഷിറ്റ് ആണ്. ബിക്കോസ് നീ ഇപ്പം നല്ലൊരു കമ്പനി അല്ലെങ്കിൽ 2 ലക്ഷം രൂപ CTC കൊടുക്കുന്ന കമ്പനീസും ഉണ്ട്. അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും $15 $12 ജോലി എടുക്കുന്ന കമ്പനി ഉണ്ട് ഉറപ്പായിട്ടും. നമ്മൾ ഈ മറ്റേ IIT ഒക്കെ പ്ലേസ്മെന്റ് പറയുന്നുണ്ട്, കോടികളുടെ കണക്കെ പറയാറുള്ളൂ. IITയിലും 10 ലക്ഷം രൂപ CTC കിട്ടുന്ന ആളുണ്ട്. സോ ദാറ്റ് ഈസ് വെയർ ഇറ്റ് സ്റ്റാൻഡ്സ്. ആൻഡ് ഈ ഒരു മാത്ത് നമുക്ക് ക്രാക്ക് ചെയ്ത് നമുക്ക് നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഐ വുഡ് സേ go to Canada, go to Australia, go to wherever you want to go. Do not get convinced by someone ki നിങ്ങൾ ഇന്ന് എടുക്കുന്ന കോഴ്സ് PR കിട്ടും. No one can give you 100% guarantee. ബിക്കോസ് ഗവൺമെന്റ് ചിലപ്പോൾ നീ പഠിച്ചു തുടങ്ങി 1 വർഷം കഴിയുമ്പോഴായിരിക്കും തൻ്റെ ഡിഗ്രിക്ക് ഇനിയും തൊട്ട് PR ഇല്ലെന്ന് പറയുന്നത്. നമുക്കത് തമാശയായിട്ട് തോന്നുന്നറിയാലും ജെന്യുവൻലി സംഭവിച്ച കാര്യമാണ്. നമ്മൾ പഠിച്ചു തുടങ്ങി കഴിയുമ്പോഴായിരിക്കും അവർ പറയുന്നത് ഇനിയും തൊട്ട് ഈ ഡിഗ്രിക്ക് നമുക്ക് ആവശ്യമില്ല, PR ഇല്ലെന്ന്. ഇഫ് എനിവൺ ഈസ് സെല്ലിംഗ് യു കി ഈ കോഴ്സ് പഠിച്ചാൽ PR കിട്ടും, ബുൾഷിറ്റ്. It's utter bullshit. It will not happen. And the next thing is research yourself. And അവിടാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ആൾക്കാർ. നിങ്ങൾ സ്വന്തമായിട്ട് ഇൻട്രസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഐ എം ടെല്ലിങ് യു വിത്ത് മൈ ഓൺ സെൽഫ് എക്സ്പീരിയൻസ്, യു ഡോണ്ട് ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ എനി ഏജൻസി. ഫൈൻഡ് വാട്ട് കോഴ്സ് യു വോണ്ട് ടു ഡു. ലൈക്ക് എനിക്കിപ്പം നീ മാർക്കറ്റിംഗിലായിരുന്നല്ലോ, ഐ വോണ്ട് ടു സ്റ്റഡി ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് എന്താ പഠിക്കേണ്ടത്? ഐ വോണ്ട് ടു ഗോ സ്പെസിഫിക്കലി ഇൻ ടു SEO ഓർ ആഡ് ഓപ്റ്റിമൈസേഷൻസ് ഓർ സ്റ്റഫ് ലൈക്ക് ദാറ്റ്. ജസ്റ്റ് ഗോ ഹെഡ് ആൻഡ് സെർച്ച് ഫോർ യൂണിവേഴ്സിറ്റീസ്. അത് ആദ്യം ഇന്ത്യയിൽ സെർച്ച് ചെയ്യും, ഇന്ത്യയിൽ നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ടോ നോക്ക്. അവിടെ ഉള്ള നമ്മൾ കമ്പയർ ചെയ്യേണ്ട എങ്ങനെ അറിയോ,
അവിടുത്തെ പ്ലേസ്മെൻറ്റ് ആവറേജ് എത്രയാണ്, അവിടുത്തെ കോസ്റ്റ് എത്രയാണ്, അപ്പം നമുക്ക് ROI റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. യുവർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇഫ് ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ ഇറ്റ് വിൽ ഹാപ്പൻ വിത്തിൻ 2 years, ഗുഡ്. അതേ സാധനം തന്നെ മെൽബണിൽ സെർച്ച് ചെയ്യുക, കാനഡ സെർച്ച് ചെയ്യുക, US സെർച്ച് ചെയ്യുക. അവിടെ നിൻ്റെ ROI എപ്പോഴാണ്? 3 വർഷമാണോ? ദെൻ യു ഷുഡ് ബി ലൈക്ക് ഓക്കെ. അപ്പോൾ ചിലപ്പോൾ ഇന്ത്യയിൽ പഠിച്ചു കഴിഞ്ഞാൽ ആ 2 വർഷം തീർത്തിട്ട് 3-ാമത്തെ വർഷം ഐ ക്യാൻ അപ്സ്കിൽ മൈ സെൽഫ്. ആ ഒരു മൈൻഡ് സെറ്റ് വെക്കുക. സോ ഫൈൻഡ് ദ കോഴ്സ് വിച്ച് ഇസ് സൂട്ടബിൾ ഫോർ യു. ആൻഡ് നിങ്ങൾ പുറത്താ പോയി പഠിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ തന്നെ യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ലിസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് വേർ ദാറ്റ് കോഴ്സ് ഇസ് ദർ. എന്നിട്ട് ബെസ്റ്റ് തിങ്, ആ കോഴ്സ് പഠിപ്പിക്കുന്ന ഫാക്കൽറ്റിയെ നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കാണാൻ പറ്റും. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഹിഡൻ ഓർ സംവെയർ. നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിയുടെ ഇതിൽ പോയി കഴിഞ്ഞാൽ അവർ കാണിക്കും ഈ യൂണിറ്റ് പഠിപ്പിക്കുന്ന ഇന്ന ആൾ, ഈ യൂണിറ്റ് പഠിപ്പിക്കുന്ന ഇന്ന ആൾ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ആൾ അക്കാഡമിക്സ് മാത്രമല്ല, ഇയാൾ വാൾമാർട്ടിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, ഇയാൾ ആമസോണിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. നൈസ്. ഈ പുള്ളിക്കാരൻ എന്നെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പുള്ളിക്കാരൻ എന്നെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല സ്കിൽ കിട്ടും. സി ദിസ് ഈസ് ഹൗ ദ എക്സൈറ്റ്മെന്റ് ലെവൽ ചേഞ്ചസ്. ഇതിനി ഒരു സർവൈവൽ ഗെയിം അല്ല, ഇതൊരു അപ്സ്കില്ലിംഗ് ഗെയിമാണ്. അങ്ങനെ നമ്മൾ യൂണിറ്റ് സെലക്ട് ചെയ്ത്, ഞാൻ നിങ്ങളോട് പറയുകയാണ് 100% ദിസ് വിൽ വർക്ക്. സെൻഡ് ആൻ ഇമെയിൽ ടു ദ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആൻഡ് സേ ദാറ്റ് ഐ എം ജെന്യുവൻലി ഇൻട്രസ്റ്റഡ്. ആൻഡ് ആ ഒരു ലെവൽ ഓഫ് എന്തൂസിയാസം നമ്മൾ ഉണ്ടാകുമ്പോണ്ടല്ലോ, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഇമെയിൽസിനും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഡോക്യുമെന്റിനൊക്കെ ആ ഒരു എക്സൈറ്റ്മെന്റ് വരും. ട്രൂ അല്ലേ? ഇവിടെ എന്താ സംഭവിക്കുന്നത്, നീ കൊണ്ട് ഈ ഏജൻസി കൊടുക്കും, ഒരു SOA ഉണ്ടാക്കി തരും. ഐ തിങ്ക് ഇറ്റ് ഇസ് കോൾഡ് SOA, സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി തരും. ഒരു ഓൾറെഡി ടൈപ്പ് ആണ്, അവരത് അയച്ചു കൊടുക്കും, അവർ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അപ്പം നിനക്ക് കിട്ടാൻ പറ്റുന്ന സ്കോളർഷിപ്സ്, നിനക്ക് കിട്ടാൻ പറ്റുന്ന ഡീൻ സ്കോളർഷിപ്സ് അതൊന്നും കിട്ടത്തില്ല. ഇത് നീ തന്നെ മെയിൽ അയച്ചു. ആൻഡ് എനിക്ക് ജെന്യുവൻ എങ്ങനെയാണ് പറ്റിയത്, ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു. അതപ്പോൾ ഒരിക്കലും ഒരു 3 മാസത്തെ പ്രോസസ് അല്ല, ഒരു 6 to 12 months ആണ്. നമ്മൾ അവർക്ക് മെയിൽ അയക്കുന്നു, അവർ ചിലപ്പം 3 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും റിപ്ലൈ അയക്കുന്നത്. അപ്പം തന്നെ അടുത്ത ഇമെയിൽ അങ്ങോട്ട് അയക്കണം. ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ്, എൻ്റെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം, നല്ലൊരു CV ഉണ്ടാക്കണം, ഇംപ്രസ് ദം. ആൻഡ് അവിടുന്ന് അവർ പറയും ഓക്കെ ഈ കോഴ്സ് നിനക്ക് നല്ല, അവർ ആക്ച്വലി പറയും നിനക്ക് ഈ കോഴ്സാണ് നല്ല, ഈ കോഴ്സ് എടുക്കാൻ പറയും. എന്നിട്ട് നമ്മൾ കോഴ്സ് ലെറ്റർ തന്നു കഴിയുമ്പോൾ അവർ തന്നെ പറയും വിസയ്ക്ക് വേണ്ടി വി ഹാവ് എ പാർട്ട്ണർ, യു ക്യാൻ കോൺടാക്ട് ദം. വിത്തൗട്ട് ഫീസ് ദാറ്റ് പേഴ്സൺ വിൽ ഗിവ് യു വിസ. സോ ഇൻ ദിസ് എൻറ്റയർ പ്രോസസ് ജെന്യുവൻലി ഇഫ് യു ആർ ഗോയിങ് ടു എ ഗുഡ് യൂണിവേഴ്സിറ്റി, നിങ്ങൾക്കൊരു ഏജന്റിന്റെ ആവശ്യമില്ല, യു ക്യാൻ ഡു ഇറ്റ് ഓൺ യുവർ ഓൺ. പക്ഷേ ഇതിനകത്തുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു റിസർച്ച്, യു ഹാവ് ടു ഫൈൻഡ് യുവർ കോഴ്സ്, യു ഹാവ് ടു ഫൈൻഡ് യുവർ യൂണിവേഴ്സിറ്റി, യു ഹാവ് ടു ഫൈൻഡ് ഹൂസ് ഗോയിങ് ടു ടീച്ച് യു. പക്ഷേ ഒരു കാര്യമില്ല സോണി, അതായത് ഒരു തോട്ട് കാണുമല്ലോ, ഇതൊക്കെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യണം, ലൈക്ക് ഈ സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പുണ്ട്. ഇപ്പം പുതിയതായിട്ട് ഇത് ചെയ്യണമെന്ന് തോന്നിയ ആൾ ഇപ്പോൾ റീസെർച്ച് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാത്തിൻ്റെ ഉത്തരം കിട്ടത്തില്ല. ദേ വോണ്ട് നോ ദ റൈറ്റ് സ്റ്റെപ്സ്. 1, 2, 3 ആയിരിക്കില്ല ചെയ്യുന്നത്, ചിലപ്പോൾ 1, 3, 2 അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ദിൽ ട്രൈ ടു അപ്രോച്ച് ഇതുപോലത്തെ സ്കാമി സെൻറ്റേഴ്സ്, ഏജൻസീസ് ഓർ സംതിങ്. ഐ ഫീൽ ലൈക്ക് അതാണ് മെയിനായിട്ട് ആൾക്കാർ അവിടെ അപ്രോച്ച് ചെയ്യാനും കുറച്ചുകൂടെ ഈസി ആവും. ദേ ഡോണ്ട് ഹാവ് ടു വെറി അബൌട്ട് തിങ്സ് ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ലെയ്ഡ് ഔട്ട്. എല്ലാ പ്രോസസ്സും അവർ തന്നെ ചെയ്യുന്നു. They will take our money without our consent. കറക്റ്റാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമല, നമ്മൾ ഒരു നല്ലൊരു, ഞാനിപ്പോൾ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് എൻ്റെ ടീമിനെ ജേഴ്സി മേടിക്കണേൽ ഞാൻ ചെന്ന് സ്പോർട്സ് കടയിലെ ഉടമസ്ഥനോട് ചോദിക്കുമോ, അതോ ഞാൻ തന്നെ കുത്തിയിരുന്ന് റിസർച്ച് ചെയ്ത് ഏറ്റവും ഒതൻറ്റിക് ആയിട്ടുള്ള സ്റ്റോഴ്സ് തന്നെ ലിസ്റ്റ് ചെയ്ത് ഞാൻ അത് വിസിറ്റ് ചെയ്ത് സ്റ്റോക്ക് ചെക്ക് ചെയ്ത് ഞാൻ ഓർഡർ കൊടുക്കും? ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. അതായത് നീ ഒരു ഫുട്ബോൾ ഫാനാണ്, നൗ യു ഹാവ് എ ഷോപ്പ് നെക്സ്റ്റ് ഡോർ. നീ ജസ്റ്റ് ആ ഷോപ്പിൽ പോയിട്ട് എനിക്ക് റൊണാൾഡോയുടെ ജെർസി വേണമെന്ന് പറയുമോ, അതോ ഓൺലൈൻ ഫുൾ തപ്പി റിസർച്ച് നടത്തി ഏറ്റവും ഒതന്റിക് സാധനം എവിടെ നിന്ന് കിട്ടും? റൊണാൾഡോയുടെ ഇതാണെന്ന് എങ്ങനെ അറിയാം? ലൈക്ക് ഒറിജിനൽ സാധനമാണ്. അതപ്പോ എങ്ങനെ നീ സെർച്ച് ചെയ്യത്തില്ല? നീ റിസർച്ച് ചെയ്യത്തില്ല? റിസർച്ച് ചെയ്യും. അത് തന്നെ. അപ്പം ഒരു മാക്സ് ഒരു $2000-3000 സാധനത്തിന്, ഡോളറും അല്ല, 2000-3000 രൂപയുടെ സാധനത്തിന് നിനക്ക് ഇത്ര റിസർച്ച് ചെയ്യാമെങ്കിൽ ലെറ്റ്സ് ഫോർഗെറ്റ് അബൌട്ട് ദ മണി. നിന്റെ പ്രൈം ഏജ് ആണ് 22 തൊട്ട് 23. നമ്മൾ ആ മൂവി കണ്ടാൽ തന്നെ അറിയാം, ആ അലന്റെയും വിനായകന്റെ ഒക്കെ അവർ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഏറ്റവും പ്രൈം പീരിയഡ്, ഏറ്റവും കൂടുതൽ നമുക്ക് ചോരത്തിളപ്പുണ്ടാകുന്ന, ഏറ്റവും കൂടുതൽ നമുക്ക് ഹസൽ ചെയ്യാൻ പറ്റുന്ന ഒരു പീരീഡിൽ നീ ആ ഇയേഴ്സ് കളയാൻ പോകുന്നുണ്ടെങ്കിൽ നിനക്ക് ഇത്രയും റിസർച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ അഗെയിൻ ദ ക്വസ്റ്റ്യൻ കംസ്, ഇത് സർവൈവലിലായിരുന്നോ അതോ ആക്ച്വൽ അപ്സ്കില്ലിങ്ങിലായിരുന്നോ? ട്രൂ, അതാ ഞാൻ പറഞ്ഞത്, ഈസി വേ ഔട്ടായിട്ട് ലൈക്ക് പ്ലാൻസ് എല്ലാം സെറ്റപ്പ് ചെയ്ത സ്ഥലത്ത് പോയി അപ്രോച്ച് ചെയ്യാനേ നോക്കത്തുള്ളൂ ആൾക്കാർ. കറക്റ്റ്.
പക്ഷെ ഞാൻ പറയുന്നത് ഇവിടാണ് നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ലിങ്ക്ഡിൻ. നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി, ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി മൊണാഷ് യൂണിവേഴ്സിറ്റിയാണ്. മൊണാഷ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലിങ്ക്ഡിനിൽ പോയിട്ട് സെർച്ച് ചെയ്യുക. യു വിൽ സീ എ ലോട്ട് ഓഫ് പീപ്പിൾ. അവരുടെ എന്നിട്ട് എന്തെങ്കിലും ഒരു ലൊക്കേഷൻ നോക്കുക. മലയാളികളായിരിക്കുമല്ലോ നമുക്ക് സംസാരിക്കാൻ താല്പര്യം. മലയാളികൾ ആരെങ്കിലും കണ്ടുപിടിക്കാൻ നോക്കുക. അവരോട് പറഞ്ഞാൽ മതി, എനിക്ക് ഡിപ്പാർട്ട്മെന്റ്, ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആരെങ്കിലും ആയിട്ടാണ് സംസാരിക്കേണ്ടത്, എനിക്ക് ആരെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് തരാമോ? ദേ വിൽ ഹെൽപ്പ് യു. പക്ഷേ ഇതിനെല്ലാം ഫസ്റ്റ് തിങ് പ്ലാൻ വേണം. സെക്കൻഡ് തിങ് പേഷ്യൻസ് വേണം. ലൈക്ക് സെൻഡിങ് എ കോൾഡ് മെയിൽ പോലെ. കറക്റ്റ്. ഒരു കോൾഡ് മെയിൽ പോലെ ഞാനൊരു 50 പേരെങ്കിലും മെസ്സേജ് അയച്ചിട്ട് അവരോട് ചോദിക്കണം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ. വൺ ഓഫ് ദം വിൽ ഹെൽപ്പ്. ട്രൂ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു കോൺസെപ്റ്റിൽ കൂടെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു പറയുന്ന ഏജൻസീസിൻ്റെ അടിയിലൊന്നും നമ്മൾ പോകേണ്ട ആവശ്യം വരത്തില്ല. ഐ എം നോട്ട് അഗെയിൻസ്റ്റ് ഏജൻസീസ്. ഐ എം ജസ്റ്റ് അഗെയിൻസ്റ്റ് ദ ഫാക്ട് ദാറ്റ് നമ്മുടെ പിള്ളേരെ ഇവർ ലേസി ആക്കുവാണ്. they are also selling unrealistic ഡ്രീംസ്. നമ്മൾ സത്യം പറഞ്ഞാൽ വെളി പഠിക്കാൻ പോകുന്ന ഒരാളോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. നമ്മുടെ ഏജൻസിയിലേക്ക് വരുന്ന ആളോട് നമ്മൾ ആദ്യം ചോദിക്കണം, നിങ്ങൾ അവിടെ പോകുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണോ അതോ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണോ? ആൻഡ് ഇതിൻ്റെ പുറകെ വരുന്ന ഫിനാൻഷ്യൽ ബേർഡൻസ്, നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി വരാൻ പോകുന്ന ഫിനാൻഷ്യൽ ബേർഡൻസ് ഇതൊക്കെയാണ്. 6 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ, 25 ലക്ഷം രൂപ, 30 ലക്ഷം രൂപ നിങ്ങൾക്ക് വരാം. ലോൺ അടക്കാൻ ചിലപ്പോൾ 4-5 വർഷം എടുത്തേക്കാം. അതൊക്കെ പറഞ്ഞവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. എന്നിട്ടും അവർ പോകാൻ ഡിസിഷൻ എടുക്കുവാണെങ്കിൽ പോവാം. ബിക്കോസ് എനിക്ക് തോന്നുന്നത് ചിലപ്പം വാഴയില ആവുണ്ടായിരുന്ന 2 പേർക്ക് ആ ഒരു പോയിന്റിൽ അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ ആരെങ്കിലും കൊടുത്തായിരുന്നെങ്കിൽ മേ ബി ദേ വുഡ് ഹാവ് ടേക്കൺ എ ഡിഫറെന്റ് സ്റ്റെപ്പ്. സോ ഇഫ് വി ഹാഡ് ദിസ് കോൺവെർസേഷൻ ബിഫോർ എൻ്റെ ജർമ്മനി തീരുമാനം, വുഡ് യു ഹാവ് ഡൺ സംതിങ് ഡിഫറെന്റ്? as in ലൈക്ക് നമ്മളിപ്പോൾ സംസാരിച്ചുണ്ടല്ലോ, നമ്മുടെ ഒരു മൈൻഡും നമ്മൾ എങ്ങനെ തിങ്ക് ചെയ്യണം. കൊച്ചു ലൈക്ക് അത്രയും ചിന്തിക്കത്തില്ല, കിട്ടണ വഴി എങ്ങനെ എന്തെങ്കിലും ചെയ്ത് പോകാനുള്ള സെറ്റപ്പ് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ ഇത് ഇടയ്ക്ക് സോണോട് സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ. അപ്പോഴും ചോദിച്ച ക്വസ്റ്റ്യൻ ഒരു എസ്കേപ്പിസം ആണോ അതോ ഇതാണോ എന്ന്. ഇത് നമ്മുടെ പോഡ്കാസ്റ്റ് കാണുന്ന പേരൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. ഇഫ് യുവർ കിഡ് ഇസ് കമ്മിങ് ടു യു ആൻഡ് സെയിങ് എനിക്ക് കാനഡയിൽ പോകണം, ആസ്ക് ദം ദ ക്വസ്റ്റ്യൻ, ഇത് എസ്കേപ്പ് ആണോ അതോ നീ പഠിക്കാനാണോ? ആൻഡ് ഇഫ് ദേ സേ എസ്കേപ്പ്, ഹെൽപ്പ് ദം. അത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പാരന്റിങ് സ്റ്റൈലുമായിട്ട് അത് ഫുള്ളി ക്ലബ് ഔട്ട് ആവും, അതിലേക്ക് വരും. ഇനി ഇതിനകത്ത് വരുന്ന അടുത്തൊരു ഫാക്ടറാണ് നമ്മുടെ വരുന്നത് ടീച്ചേഴ്സ്. ആൻഡ് ആ ഒരു വിഷയം നമുക്ക് ഇതിനകത്ത് ഇത്രയും വരുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീസെൻ്റ്ലി നടന്ന ഒരു ഡെന്റൽ കോളേജിൻ്റെ ഇഷ്യൂ നീ വായിച്ചായിരുന്നോ? വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? അത് ഐ ഫീൽ ലൈക്ക് ഹീസ് മെന്റലി നോട്ട് ഗുഡ്. ആ ഒരു ടീച്ചർ, ഐ മീൻ ഹു വുഡ് ഡു ദാറ്റ്? അതെ, വല്ലാത്തൊരു സ്റ്റേറ്റ് ആണ് അത്. സ്കൂളിലൊക്കെ നോർമലായി പിള്ളേരെയൊക്കെ പിക്ക് ചെയ്യുന്നതും പിള്ളേരെയൊക്കെ മാറ്റി നിർത്തിയ ഇപ്പം 2-3 പിള്ളേരുണ്ടെങ്കിൽ അവർ നോട്ട പിള്ളേയാണെങ്കിൽ ദേ മൈ നോട്ട് ബി ഗുഡ് ഇൻ സ്റ്റഡീസ്, പക്ഷേ അവർ വേറെ എന്തിലാണ് ഗുഡെന്ന് അവർക്ക് അറിയത്തില്ല, അവർ ആരും ചോദിക്കത്തൂല. അതുപോലെ പണ്ട് ഈ ട്യൂഷൻ സെന്റേഴ്സ് നടത്തുന്ന ടീച്ചേഴ്സ് ഉണ്ടല്ലേ, അവരുടെ ട്യൂഷന് പോകുന്ന ആളുണ്ടെങ്കിൽ അവരുടെ പ്രത്യേക ഒരു മമതയൊക്കെ വരും. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വാഴയിൽ ഞാൻ ഇതാ പറഞ്ഞത്, എനിക്ക് അതിന് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നിയൊരു ഫാക്ടറാണ്. ഭയങ്കര സട്ടിലായിട്ടാണ് ആ ടോപ്പിക്സ് എല്ലാം എടുത്തേക്കുന്നത്. ടീച്ചേഴ്സിൻ്റെ ഇടയ്ക്കും അജു വർഗീസും നമ്മുടെ വിജയ് ബാബു, ദേ ആർ ഷോക്കേസിങ് 2 kinds ഓഫ് ഫാക്കൽറ്റി. ആൻഡ് അതിൽ വിജയ് ബാബു എന്ന് പറയുന്ന ഫാക്കൽറ്റിയും ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ഹൗ പുള്ളിയുടെ ആ ഒരു എന്താ പറയുന്നത്, ഒരു പുള്ളിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഒരാളെ അടിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരാളെ ഡിമീൻ ചെയ്യുമ്പോഴാണ്. പുള്ളിയുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ അപ്പോഴാണ് കയറി വരുന്നത്. അല്ലാത്തപ്പോൾ പുള്ളിക്ക് അത്രയ്ക്ക് സന്തോഷമൊന്നും തോന്നത്തില്ല. അത് എന്താ പറയണ, സാഡിസ്റ്റിക്, ആക്ച്വലി സാഡിസ്റ്റിക് ആയിട്ടുള്ള. ആൻഡ് അതാ തോന്നി ഈ ഡെന്റൽ കോളേജിൽ ആ ടീച്ചറിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഹി വാസ് എൻജോയിങ് ഇറ്റ്. ആൻഡ് അത് ഫുള്ള് നീ വായിച്ചായിരുന്നു. ലൈക്ക് ഇഫ് എ ഗേൾ നീഡ്സ് ടു ബി ഹിറ്റ്, ദേ ആർ പുള്ളിക്കാരൻ അവിടെ ക്ലാസ്സിലുള്ള ആൺകുട്ടിയോട് പറയും, അടിക്കാൻ പറയും. ആൻഡ് അവൻ പതുക്കെ അടിക്കുവാണെങ്കിൽ ഹി വിൽ സേ ആർ യു ഗേ. ലൈക്ക് പുള്ളി വേറൊരു സ്റ്റൈൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ആ ഒരു സൂയിസൈഡിനെ പറയുമ്പോഴും ഐ ഡോണ്ട് നോ ഹൗ, ബട്ട് പീപ്പിൾ ആർ റൈറ്റ് നൗ ട്രൈങ് ടു പിൻ ഇറ്റ് ഓൺ സംവൺ. അത് ലോൺ ആപ്പ് ആണോ,
അത് ഈ ടീച്ചേഴ്സിന്റെ കുഴപ്പമാണോ? ലൈക്ക് ഓക്കെ, ഹി മേ ഹാവ് സൂസൈഡഡ് ഫോർ റീസൺ നമ്പർ n. പക്ഷെ ഇതും പുള്ളി സൂസൈഡ് ചെയ്ത് ഈ ഒരു റീസൺ വെച്ചല്ലെങ്കിൽ പോലും ഇതൊരു കൺസേൺ ആയിട്ട് ആർക്കും തോന്നുന്നില്ല. അതും ഒരാളല്ല, ഏകദേശം എത്രയോ സ്റ്റുഡൻസ് വന്ന് ഇതിനെ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇതുപോലെ കുറച്ച് പവർഫുൾ പൈസ ഉള്ളവരും അടിച്ചു താത്തും, അത് അതാണ്. ആരും കാണത്തുമില്ല. ആൻഡ് ഇപ്പോൾ ഉള്ള മീഡിയക്ക് ആണെങ്കിൽ ഷെയർ വാട്ട്സ് റിയൽ. കറക്റ്റ്. ആ സമയത്താണ് ഒരു പോഡ്കാസ്റ്റ് ആയാലും രണ്ടുപേരും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന അവരുടെ വ്യൂസ് പറയുമ്പോൾ ദ ആർ നോട്ട് സെൻസേർഡ് ബൈ എനിത്തിങ്. ഈവൻ ഇഫ് ആ സ്പോൺസർ കംസ് ഇൻ, അവർ ആ ഒരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഷോയുടെ വ്യൂസ് അലൈൻഡ് ആകുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു വരത്തുള്ളൂ. ഇപ്പം മീഡിയയിൽ അങ്ങനെ അല്ല നടക്കുന്നത്. പൊളിറ്റിക്സ് ഫുള്ളി കൺട്രോൾഡ് ആണ്. മണി ഈസ് ത്രോൺ അറ്റ് ദം ഫോർ ലൈക്ക് ബെൻഡിങ് ദ നറേറ്റീവ്. എനിക്ക് ഏറ്റവും രസം തോന്നിയത് എന്താ അറിയോ, ഈ പല ന്യൂസ് ചാനലുകളിലും പറയുമല്ലോ ഞങ്ങൾ അൺബയസ്ഡ് ആണ്, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് അടുത്ത സെഗ്മെന്റ് ഷോ സംതിങ് ആഡ് കയറി വരുന്നത് LDF വരും, എല്ലാം ശരിയാവും, UDF ഭരണം മാറണം, ഇനി രണ്ട് കൂട്ടരും വേണ്ട. And I'm like, hold on. So you're telling me you took money from them and you're saying you're unbiased also. അതിൽ എവിടെ ഒരു പ്രശ്നമില്ലേ? ട്രാൻസാക്ഷണൽ യു കനോട്ട് ബി അൺബയസ്ഡ്, ഐ വുഡ് സേ. If someone is giving you money, there is a reason behind it. True. അതിനൊരു സംശയം വേണ്ട. പക്ഷെ ഈ ഒരു ടീച്ചേഴ്സിന്റെ ഫാക്ടർ പറയുമ്പോൾ തന്നെ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മൾ ഏകദേശം നമ്മുടെ ഒരു യൂത്ത് ലൈഫിൽ നമ്മൾ വീട്ടിൽ ചെലവഴിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം സ്കൂളിലും കോളേജസിലും. ആൻഡ് അവിടെ ഒരു ടീച്ചർ കണ്ടിന്യൂസ് ആയിട്ട് ദ വേർഡ്സ് ഈസ് യൂസിങ്, വൈറ്റ് കോക്രോച്ച്, ലൈക്ക് എനിക്ക് സത്യമായിട്ട് മനസ്സിലാകുന്നില്ല അതൊരു. പക്ഷെ ഞാൻ ഈ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യുമായിരുന്നേ, എനിക്ക് ഇച്ചിരി പേടി തോന്നിച്ചൊരു കാര്യം എന്താ അറിയോ, ഒരു ഡെന്റിസ്റ്റ് കോളേജ് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഡെന്റിസ്ട്രി പഠിപ്പിക്കുന്ന ഒരു കോളേജ് എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ്സിൽ മിനിമം 50 അല്ലെങ്കിൽ 60 പിള്ളേർ കാണും. സത്യം. ഇങ്ങനത്തെ ഒരു കമന്റ് മേക്ക് ചെയ്യുന്നുണ്ടേ, ആ 60 പിള്ളേരിൽ ഒരാൾ പോലും എണീച്ച് ചെന്നിട്ട് നിർത്ത്, തന്റെ വർത്താനം ഇവിടം വരെ മതി. They're scared. They're scared for internals. They're scared about their future. അതെ, ലൈക്ക് ഈ ടീച്ചർമാരുടെ ഒരു വിചാരമുണ്ട്, they have this power, ഈ കൺട്രോൾ ഉണ്ട്. If anyone like dares to speak against them, they'll like, okay, I'll cut your internals. അത് നിങ്ങളുടെ കോളേജിൽ, ഞങ്ങളുടെ കോളേജിലുണ്ടായിരുന്നു ഇതിന്റെ ഇന്റേണൽസ് കണ്ടോളാം. I had a friend, okay, ഭയങ്കരമായിട്ട് പഠിക്കും, സൂപ്പറാണ്. this one sir, I'm not telling his name, he's like ചുമ്മാ ഇന്റേണൽസ് അല്ല മാർക്ക് കുറയ്ക്കും, നിനക്ക് കൂടുതൽ മാർക്ക് കിട്ടുമല്ലേ, കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട്. കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് ലൈക്ക് ബുൾഷിറ്റ്, സം ബുൾഷിറ്റ് റീസൺ ലൈക്ക് ദാറ്റ്. എനിക്കൊന്നും പുള്ളിക്കാരന് ഇഷ്ടമല്ല, അതുകൊണ്ടായിരിക്കും. ആയിരിക്കും. പക്ഷെ അത് വലിയൊരു ഭീഷണി പോലെ. ട്രൂ. ഇതിന്റെ ഇന്റേണലി പിടിച്ചോളാന്ന്. സത്യം. ആൻഡ് ഇതിൻ്റെ അകത്ത് ഏതൊരു കൊച്ചൻ വന്നിട്ട് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞത്, ഹീ സ്കെയർഡ് ദ ഷിറ്റ് ഔട്ട് ഓഫ് ദാറ്റ് ഗായ് ആൻഡ് സെഡ്, നീ ഈ വട്ടം എക്സാം എഴുതുന്നില്ല, നീ എഴുതി കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇന്റേണലി തോപ്പിക്കും. ജസ്റ്റ് സേ ദാറ്റ് യു ആർ നോട്ട് റൈറ്റിംഗ് ഓൺ യുവർ ഓൺ, ആൻഡ് അടുത്തോട്ട് വരുമ്പോൾ തന്നെ ഞാൻ ജയിപ്പിക്കാമെന്ന്. ലൈക്ക് ഇതിൽ നിന്നൊക്കെ എന്ത് സുഖമാണ് അവർക്ക് കിട്ടുന്നത്. പക്ഷെ എൻ്റെ ഇതിലാണ് ഞാൻ കണ്ടുപിട്ടും, മറ്റേ നിങ്ങളുടെ സ്കൂളിൽ കെയിൻസ് യൂസ് ചെയ്യുമായിരുന്നു അടിക്കാൻ. അത് ചില ടീച്ചേഴ്സിനൊക്കെ അതൊരു വല്ലാത്ത, ഇങ്ങനെ നമ്മളിങ്ങനെ നടന്നു സ്പെഷ്യലൈസ്ഡ് അടി, ലൈക്ക് അടിയുടെ സ്റ്റൈലൊക്കെ ഉണ്ടായിരുന്നു. അടിക്കായിരുന്നു, പിന്നെ വിരലിന്റെ തുമ്പത്തടിക്കുന്ന ടീച്ചർ. അത് കറക്റ്റ്, അതൊക്കെ ഒരു സ്കില്ലാട്ടോ. അതൊരു വല്ലാത്തൊരു സ്കില്ലാ. ഈ ബെഞ്ചിന്റെ ഇപ്പുറത്തിരിക്കുന്ന ആളിങ്ങനെ കൈ നീട്ടി പിടിക്കുമ്പോൾ ഓക്കെ. പക്ഷെ ഒരു പരിധിക്ക് അങ്ങനെ അടിക്കുന്ന ടീച്ചർമാർ, നല്ല ടീച്ചർമാർ ഉണ്ടായിരുന്നു, ലൈക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന് അടിക്കും. ഒബിയസ്ലി തെറ്റ് കണ്ട അടിക്കും. ഇപ്പൊ ഉള്ള പിള്ളേര് നീ അടിച്ചാണ് നോക്കട്ടെ, അങ്ങനെയാണ് പറയണത്. അടുത്ത ദിവസം പോകുമ്പോണ്ടൊക്കെ ഇപ്പൊ ഉള്ള പിള്ളേരിലേക്ക് ഇത് പറയുന്നുണ്ട്. അപ്പാപ്പന്റെ വൈബ് ആർക്കാ വരുന്നതെന്ന് അറിയാം? എനിക്കാണല്ലേ. ദിസ് ഈസ് ഓൾവേസ് ജനറേഷണൽ. ഒരു ജനറേഷൻ കഴിയുന്നോണ്ട് നമുക്ക് അടുത്ത ജനറേഷൻ ഇപ്പം ഭയങ്കരമായിട്ട് പിള്ളേരെ അടിച്ചുകൂടാ. ഓഫ് കോഴ്സ് നമ്മൾ വളരെയധികം പിള്ളേരെ അടിക്കാൻ പാടില്ല. വളരെ ഓഫ് ടോപ്പിക് ആയിരിക്കും. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മള് എൻ്റെ പേരൻസ് ജനിച്ചു വളർന്ന സിറ്റുവേഷൻ അല്ല ഞാൻ ജനിച്ചു വളർന്നത്. ഞാൻ ജനിച്ചു വളർന്ന സിറ്റുവേഷൻസ് അല്ല നീ ജനിച്ചു വളർന്നത്. ആൻഡ് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഓർ എനിത്തിങ്. ഐ എം ടോക്കിംഗ് അബൌട്ട് ടെക്നോളജി, കൾച്ചർ, ഹൗ വി ആർ ഇന്ററാക്ടിങ് വിത്ത് ഈച്ച് അതർ. ഇപ്പൊ നമ്മളെ നീ പറഞ്ഞിട്ടുണ്ടെ അടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഴ്സ് ഓഫ് റെസ്പെക്ട് ഗെയിനിങ് ആണ്. ഞാൻ തന്നെ അടിച്ചു കഴിഞ്ഞാൽ നീ ഞാൻ പറയുന്ന കേൾക്കും. ഫിയർ
ഒരു ഫിയർ ക്രിയേഷൻ ആണ്. കൺട്രോളിങ് വിത്ത് Correct. ഫിയർ. അതേസമയം ഇപ്പം പറയുന്നത് യു ഡോണ്ട് ഹാവ് ടു ഫിയർ മീ, യു ക്യാൻ ആക്ച്വലി റെസ്പെക്ട് മീ ഫോർ വാട്ട് ഐ എം ടീച്ചിങ് യു. ആ. ആ ഒരു അങ്ങനെയുള്ളവരും കോൺസെപ്റ്റ് ഉണ്ട്. ഭയങ്കര Yes. സ്ട്രോങ് ആണ്. Yep. ബിക്കോസ് ഇപ്പൊ തന്നെ നീ നോക്കിയാൽ മതി, എന്റെ പപ്പയുടെ മമ്മിയുടെ അല്ലെങ്കിൽ എന്റെ പപ്പയുടെ മമ്മിയുടെ ചെന്നിട്ട് പറയുക ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിന്റെ സിഇഒ ഞാൻ പേരാ വിളിക്കുന്നത്, ആ. ദേ വുഡ് ബി ലൈക്ക് എന്റെ ജോലി തിരക്കാൻ സമയമാണ്, അവരത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതല്ല സോണി, ലൈക്ക് ഒരു ലാക്ക് ഓഫ് റെസ്പെക്ട് ഉണ്ട് ഏതില്? പുതിയ തലമുറ. എടാ അഗെയിൻ ഞാനത് പറയുന്നത് നമുക്കത് different- അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തോണ്ടായിരിക്കും. അപ്പാപ്പനെ തത്ത വൈബ്. ബിക്കോസ് എനിക്ക് അതാണ് തോന്നിച്ചത്, നമുക്ക് അവരുടെ തിങ്കിങ് ഐഡിയോളജി ചിലപ്പോൾ നമുക്ക് കിട്ടാത്തോണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. പക്ഷെ ഈ ടീച്ചേഴ്സിന്റെ ഇപ്പൊ ഈ പുള്ളിക്കാരൻ പറഞ്ഞ ഒരു സിറ്റുവേഷനിൽ എക്സ്ട്രീം ഭയങ്കര ഭയങ്കര എക്സ്ട്രീം ആയി പോയി. ആൻഡ് അതിൽ ആ ക്ലാസ്സിലിരുന്ന ആൾക്കാർ ആരും പ്രതികരിക്കാത്ത, അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ട് പ്രതികരിക്കാത്ത എന്ത് മൂവി ഉണ്ടല്ലോ 3 Idiots, അതില് മറ്റേ പുള്ളിക്കാരൻ പ്രിൻസിപ്പള് ആ പുള്ളിക്കാരനാണല്ലോ മറ്റേ ഒരു പയ്യൻ ഇനിഷ്യലി സൂയിസൈഡ് ചെയ്യുന്നു. ബേസിക്കലി വാട്ട് ദേ ആർ ഷോയിങ് ഈസ് ഉള്ള കാര്യം കാണിക്കുന്നു. ആന്നു. പക്ഷെ ഇതിനകത്ത് രസം എന്താണെന്ന് പറയുക, ഇത്രയും ദിവസമായിട്ടും നൺ ഓഫ് ദ കോളേജ് ഒഫീഷ്യൽസ് ആർ സേയിങ് എനിത്തിങ്, ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇല്ല. ആൻഡ് അവിടെ സ്റ്റുഡന്റ് പൊളിറ്റിക്സ് ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെ സമരം അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കുന്നില്ല. That's the funny part. It's like they can remain silent and no one can do anything about it. ഒരു കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ ടൈഡ് അങ്ങ് പോവും, സത്യം. മീഡിയ വിൽ ഗോ. ഇപ്പം ടു ബി ഫെയർ, ഇന്ന് നമ്മൾ ഇരിക്കുന്നിടത്തുനിന്ന് കുറച്ച് 2-3 ആഴ്ച കഴിയുന്നുണ്ടെങ്കിൽ റിസൾട്ട് വരും. They will forget about this. 100% they will forget about. ഇപ്പോൾ എല്ലാവരും പറയും നമ്മൾ മറക്കത്തില്ല, നീതി മേടിച്ചു കൊടുക്കണം. പക്ഷേ people will forget. The family will be in tears. Everyone else will forget. സത്യം. By some chance, like for whatever fucking reason, ചില കമ്പനീസ് ഇപ്പോൾ വല്ല മിസ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ there is this, അവരത് അഡ്രസ് ചെയ്യും. They have to, because stocks, all that shit. ഇഷ്യൂ വരും. But this is just wild. They don't have to even say anything. അത്രയ്ക്കും പൈസയുടെ കൺട്രോൾ ഉണ്ട്. എടാ ഇതില് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഏതെങ്കിലും സ്ഥലത്ത് നടക്കുന്ന ഒരാൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ യു എക്സ്പെക്ട് അതിന്റെ സംസ്ഥാന പ്രസിഡന്റ്, അതിന്റെ കേന്ദ്ര മെമ്പർ എല്ലാവരും അഭിപ്രായം പറയണം. സത്യം. ആൻഡ് അവർ പറഞ്ഞില്ലെങ്കിൽ അവര് പറയുന്നിടം വരെ ഇവന്മാരെ ഓടിച്ചിട്ട് പിടിക്കും. പക്ഷെ ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നുണ്ട്, they don't do it. Media is not, I feel like it's not even chased. ഇല്ല, അവര് ഭയങ്കര, എനിക്കൊന്ന് അവരൊന്നും എവിടാന്ന് പോലും അറിയത്തില്ല. ലൈക്ക് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ, നമുക്ക് അറിയത്തില്ല എൻ്റെ ഓണർഷിപ്പിനെ കുറിച്ച്. പക്ഷേ what I would say is talking about all the things that we have said before also is അവിടെ ഉള്ള സ്റ്റുഡൻസ് അവരിതിന് ഭയങ്കരമായിട്ട് ലൈക്ക് ഒരു ബാച്ച് ഫുൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, എനിക്കതാ മനസ്സിലാത്ത, ഒരു ബാച്ച് ഫുൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ഫുൾ ബാച്ചിനെ ഇയർ ഔട്ട് ആക്കുമോ? അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അവർക്ക് യൂണിവേഴ്സിറ്റി ഒക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ലേ? അഗൈൻ അവിടെ വരുന്ന മെയിൻ സിറ്റുവേഷൻ ഇപ്പൊ വാഴയുടെ കേസിൽ തന്നെ ആ പുള്ളിക്കാരന് മരണത്തിന് പോലും നാട്ടിൽ വരാൻ പറ്റാത്ത അതുപോലെയൊക്കെ ആയിരിക്കും. സത്യം. ഐ തിങ്ക് ദിസ് ബോയ് ഓൾസോ ഹു ഹാഡ് ടു കമ്മിറ്റ് സൂയിസൈഡ്, പുള്ളിക്കാരൻ്റെ ഫിനാൻഷ്യൽസ് ഭയങ്കര മോശമാണ്. ആൻഡ് സമ്മൺ ലൈക്ക് ഹിം ട്രൈങ് ടു ഗെറ്റ് ഇൻ ടു BDS, ആ ഒരു പേടി വെച്ചിട്ടൊക്കെ ആയിരിക്കും ഇതൊക്കെ സഹിക്കുന്നത്. ഈവൻ ഇഫ് സമ്മൺ വാണ്ടഡ് ടു സ്റ്റാൻഡ് അപ്പ് ഫോർ ഹിം, മേ ബി ഇതൊക്കെ കാരണം ദേ മൈറ്റ് ബി ലൈക്ക് പുൾഡ് ബാക്ക് ചെയ്തത്. കറക്റ്റ്. അതിന് നല്ല ചാൻസസ് ഉണ്ട് അതിന്. പക്ഷെ അവിടൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് പണ്ടത്തെ ഇച്ചിരൂടെ പൊളിറ്റിക്കലായിട്ട് ഭയങ്കര അവയർനെസ് വരിക, സോഷ്യൽ അവയർനെസ് വരിക. നമ്മളൊരു ഗ്രൂപ്പായിട്ട് എന്നാൽ നമ്മളെ ആർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ആ ഒരു മൈൻഡ് സെറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുക. ഇൻഡിവിജ്വൽ ആയിട്ട് വരുമ്പോഴാണ് ഇറ്റ്സ് ഈസിയർ ഫോർ ദം ടു പിക്ക് ഓഫ്. കറക്റ്റ്. ആൻഡ് മേക്ക് എ റോൾ മോഡൽ ഔട്ട് ഓഫ് ഇറ്റ് സോ ദാറ്റ് ദേ ക്യാൻ ലൈക്ക് സ്പ്രെഡ് ഫിയർ. കറക്റ്റ്. ആ ഒരു ഫിയർ കാരണം ഒന്നും എനിക്കൊന്നും ആരൊന്നും പറയത്ത, അല്ലെങ്കിൽ ഇതൊക്കെ കേട്ടോണ്ട് ആരും ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇത് നമ്മൾ ആ മൂവി കണ്ടിറങ്ങുമ്പോഴും ഈ ഒരു പേരന്റിങ്, ടീച്ചിങ്, അതുപോലെ ഡ്രഗ്സ് വളരെ വണ്ടർഫുൾ ആയ രീതിയിൽ അവർ അതിനെ പിക്ചർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് മുടിയൊക്കെ ചീറ്റി പിന്നെ വീട്ടിലും അടുത്തുള്ളവരൊക്കെ പറയും, ഓ ഇവൻ താടിയും മുടിയൊക്കെ ഉള്ളത്, ഇവൻ കഞ്ചാവ് ഉറപ്പായിട്ട് കഞ്ചാവ്. ആൻഡ് എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടപ്പോ നമ്മൾ വിൽക്കുന്നത് ഒളിമ്പ്യൻ ആന്റണിയിലെ കൊച്ചു മറ്റേ റോളർ സ്കേറ്റ്സ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഈ പുള്ളിക്കാരൻ. നല്ലൊരു ആൻഡ് പുള്ളിക്കാരൻ ഭയങ്കര ഡീസന്റ്. അപ്പം വരെ പുള്ളി കണ്ട പറയത്തില്ല, നമ്മുടെ പിഷാരടി ഒരു മൂവിക്ക് ചെയ്യുന്നുണ്ടല്ലോ നല്ലവനായ ഉണ്ണി, അവൻ മറ്റേ വന്നിട്ട് സുപ്രഭാതം അതുപോലൊരു സാധനം. പക്ഷെ ഇറ്റ് ആക്ച്വലി ഷോസ് വെരി ആപ്റ്റ് തിങ്.
അവരെ ഏറ്റവും അജിറ്റേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് അവരെ ഡ്രഗ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. Yeah, അത് ആക്ച്വലി ഏറ്റവും നൊട്ടോറിയസ് വേ ഓഫ് ഇൻട്രൊഡ്യൂസിങ് യു ടു ഡ്രഗ്സ് ആണ്. സത്യം. ഭയങ്കര വൾണറബിൾ ആയിട്ടിരിക്കുന്ന പിന്നെ അവർ സമയത്ത് തിരിച്ചു പോകത്തില്ല. ഇറ്റ്സ് ലൈക്ക് എ കോപ്പിംഗ് മെക്കാനിസം കൊടുക്കുന്ന പോലെ. ആലോചിച്ചോ, അവിടെ ഇറ്റ്സ് എ മൂവി ഐ നോ, ബട്ട് സ്റ്റിൽ നമ്മുടെ പ്രേമത്തിലെ ഡയറക്ടർ, പുള്ളിയുടെ പേരെന്തായിരുന്നു? അയ്യോ, പ്രേമത്തിലെ ഡയറക്ടർ അൽഫോൺസ് പുത്രൻ. അൽഫോൺസ് പുത്രൻ ആ ചെയ്ത റോള്, പുള്ളി ആ ഒരു അങ്ങനത്തെ ഒരു പോലീസുകാരനല്ല. ഇവന്മാരെടുത്ത് 4 ഇടി ഇടിച്ച് ജയിലിൽ വിട്ട് കേസും ചാർജ് ചെയ്ത് ഇവന്മാർ സ്റ്റേഷനിൽ കിടന്ന് മറ്റേ ജയിലിലും പോയി തിരിച്ചിറങ്ങി വരുവായിരുന്നെങ്കിൽ ഇവർ പക്ക ക്രിമിനലായിട്ടും അതൊക്കെ ആയിട്ട് മാറിയാണ്. ഉറപ്പായിട്ടും. സോ ആ ഒരു പോലീസിങ്, ലൈക്ക് ഞാനതാ പറഞ്ഞത്, ആ ഒരു മൂവിയിൽ ഭയങ്കര നല്ല രീതിയിലാണ് അവർ കാണിക്കുന്നത്. ഈ ആ പിള്ളേർ തെറ്റ് ചെയ്യുന്നത് തെറ്റെന്ന് വിളിച്ച് കാണിക്കുക മാത്രമല്ല, അവരെ ഇന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർ നന്നായി പോകും. ഹീസ് ജസ്റ്റ് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഈസ് നോട്ട് ജസ്റ്റ് ലീവിങ് ദം, അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാന്നുള്ള വഴികൾ ലൈക്ക് ഹീസ് ജസ്റ്റ് ഷോയിങ്. അതാ ആ ഒരു PTA മീറ്റിംഗിന്റെ സംഭവം ദാറ്റ്സ് വെരി നൈസ്, വെരി സിറ്റ്സ് ആൻഡ് സേസ്. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ ചെയ്യുന്നത്, അവർ പണ്ട് കളിക്കാൻ പോകായിരുന്നു, ഇപ്പൊ എന്താ കളിക്കാത്ത അവിടെ. ആ ഒരു ഫൈൻഡിങ് ദ റീസൺ അത് പലപ്പോഴും ഇല്ലാന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം ഒരാളിനെ കിട്ടി, ഓക്കെ ഇവനെ കിട്ടി, എടുത്താകത്തിടും, തീർന്നു. നമ്മളെ മറ്റേ ആളെ കിട്ടിയില്ലെങ്കിലും അവനെ കൊണ്ടുപോകും, ഉറപ്പാ. അത് ഒരു വട്ടം പണ്ട് പിടിച്ചിട്ട് മറ്റേ 50 ഗ്രാം കഞ്ചാവിന് പിടിച്ചിട്ടുണ്ട്, പിന്നെ എന്ത് കണ്ടാലും അവനാണ്. അതൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ മറ്റേ ബൈക്കിൽ ഒന്ന് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ പിഴയാ. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ബൈക്കിൽ സ്പീഡിൽ പോണ കാര്യമാണ്. ബൈക്കിൽ ഒന്ന് സ്പീഡിൽ പോയ അടുത്തുള്ള വീട്ടുകാരെല്ലാരും പറഞ്ഞ് പഞ്ചായത്തിന്റെ അപ്പുറത്തല്ല സ്പീഡിൽ പോയാലും വീട്ടിലെത്തും. നമ്മുടെ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് അവിടെ ചെല്ലും. അത് അന്ന് ഇന്ന് ഒരേ വൈബിൽ തന്നെ പോകുന്നുണ്ടല്ലേ. ഫസ്റ്റത്തെ ലൈറ്റ് ആണ് എനിക്ക്. അതെ, അത് കറക്റ്റ് ആയിട്ടു. പക്ഷെ അതിൻ്റെ അകത്തുള്ള ഇതാണ് അവര് നമ്മൾ ട്രെയിൻ ചെയ്യുന്ന രീതികൾ. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒന്നാമത്തെ കാര്യം സ്ട്രിക്റ്റ് ആയിട്ട് റൂൾ കൊണ്ടുവരണം, 18 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ബൈക്ക് അല്ലെങ്കിൽ കാർ കൊടുക്കരുത്. അതുണ്ട്, പക്ഷേ അത് ഉണ്ടെന്ന് പറയടാ. അത് നമ്മൾ വണ്ടി മേടിക്കുന്നത്, ഇപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ ഒരു ഡ്യൂക്ക് മേടിക്കുവാണെങ്കിൽ അവരൊരിക്കലും എന്നോട് എനിക്ക് ലൈസൻസ് ഉണ്ടോ ചോദിക്കുന്നില്ല. ടെക്നിക്കലി ഞാനൊരു സാധനം മേടിക്കുന്നുണ്ട്, അതിന്റെ ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കണ്ടേ. ഇപ്പൊ ഞാനൊരു ഡ്യൂക്ക് മേടിക്കാൻ വേണ്ടി പോകുന്നു, എൻ്റെ പപ്പയ്ക്കും മോട്ടോർ ബൈക്കും ലൈസൻസ് ഇല്ല, അമ്മയ്ക്കും ഇല്ല, എനിക്കും ഇല്ല. അപ്പൊ പിന്നെ ആ വീട്ടിൽ ആര് ഓടിക്കുന്നു പറഞ്ഞുകൊണ്ട് അവരത് വിൽക്കുന്നു. അല്ല, ലൈസൻസ് വേണ്ടേ മേടിക്കാൻ? വേണം തോന്നുന്നു. ലൈസൻസ് ഉണ്ടോ? ഷുവർ. ഇപ്പം വേണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പണ്ടത്തെ രീതിയാണെങ്കിൽ ലൈസൻസ്. അപ്പൊ ഇപ്പൊ എടുക്കുന്ന പിള്ളേരെന്തോ അച്ഛന്റെ ലൈസൻസ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അമ്മയുടെ ലൈസൻസ്. അതൊക്കെ അച്ഛന്റെ പേരിലൊക്കെ ആയിരിക്കും, അതല്ലേ അച്ഛനെ കൊണ്ടുപോകണം. ഓ, അങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലേ. അല്ലേ, ഇപ്പം അൺറേഞ്ച്ഡ് ആണെങ്കിൽ അച്ഛനെ കൊണ്ടുപോകും, ഇവന് ഒരു ബാനെന്തോ കിട്ടും. അല്ല, നീ ഇത് പറയുന്നത് പോലീസ് പിടിച്ചു കഴിഞ്ഞാലല്ലേ? പിടിച്ചു കഴിഞ്ഞാൽ. ഞാൻ പറയുന്നത് വണ്ടി മേടിക്കുന്നുണ്ടേ അച്ഛന്റെ പേരില. അച്ഛന്റെ പേരിലാണല്ലേ? ഉറപ്പായിട്ട്. ആണോ? അവന്റെ പേരിൽ എടുക്കാൻ പറ്റില്ല, ലൈസൻസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കൺട്രോളായി. ആക്ച്വലി പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റിങ്ങിന് കൺട്രോൾ ചെയ്യാവുന്നേ ഉള്ളൂ, വേറെ ഒരു രീതിയില്ല. മറ്റേ പൂനെ ഇഷ്യൂ, ലാംബോ, ഒരു 17 വയസ്സുകാരൻ, എന്നിട്ട് അവൻ ഇമ്പോസിഷൻ എഴുതിയിട്ട് ഇറങ്ങി. അതൊക്കെ അത് മറ്റേ ഇപ്പോഴും ഒരു ഇതുണ്ടല്ലോ, ബോളിവുഡിലെ പ്രശസ്തനായ ഒരു നടൻ രാത്രിയില് പെഡസ്ട്രിയൻസിന്റെ മണ്ടേ കൂടെ കയറി ഇറങ്ങിയിട്ട് ആ വണ്ടി ആരോ ഓടിച്ചെന്ന് ഇന്നും അറിയത്തില്ല. പക്ഷെ അതൊക്കെയാണ് ലൈക്ക് അങ്ങനെ നോട്ടോറിയസ് ഫോർ റണ്ണിങ്. മറ്റേ ടാർസൻ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട് പണ്ടത്തെ. അപ്പൊ ആൾക്കാർ ടാർസനിലെ കാറാണ് ഓടിച്ചത്. പക്ഷെ see, this all comes to that teacher also, right? Like നമ്മൾ ഭയങ്കര most probably we are saying it in a, I'm not saying light-hearted way, we are saying it in a comfortable manner. ki ആ പുള്ളിക്കാരൻ തെറ്റാണ്. ആ വീട്ടുകാര്, ലൈക്ക് ആ അച്ഛനും അമ്മയും ഈ കൊച്ചന്റെ വീഡിയോസ് പഠിച്ചിറങ്ങി ഇവൻ രക്ഷപ്പെട്ട്, ഇറ്റ്സ് വെരി സാഡ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവർക്ക് മാത്രമേ നഷ്ടമുള്ളൂ, അവരുടെ ഫ്രണ്ട്സിനില്ല, വേറെ ആർക്കും ഇല്ല, പാരന്റ്സിന് മാത്രം. ആൻഡ് അവന് ആലോചിക്കുക, അവന് എന്തെല്ലാം സ്ട്രഗിൾസ് സഹിച്ചിട്ടായിരിക്കും അത്രയും കാലം ഈ പറയുന്ന ഇയാളുടെ ഈ വൃത്തികെട്ട വർത്താനവും കേട്ട് പഠിച്ചും സ്ട്രഗിൾ ചെയ്തും. സത്യം. എന്നിട്ട് അവന്റെ എനിക്ക് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ തോന്നിച്ചാണ് അവന്റെ പപ്പ ഒരു റിപ്പോർട്ടറിനോട് പറയുന്നതാണ്, എന്നോട് അവനൊരു വാക്ക് പറഞ്ഞിരുന്നല്ലേ, പുള്ളിക്കാരൻ പെയിന്റിങ് ജോബിന് പോകുന്നതാണ്, പുള്ളി ഞാൻ അവനെ പെയിന്റിങ് ജോബിന് കൊണ്ടുപോകാനാണ്. ലൈക്ക് ദാറ്റ് ഈസ്, അതൊക്കെ കേൾക്കുന്നുള്ള സത്യം പറഞ്ഞാൽ ആ ചെയ്ത ആൾക്കാര് എനിക്ക് അറിഞ്ഞൂടാ. യു കനോട്ട് ബി പീസ്ഫുൾ ഓർ ഹാപ്പി ആഫ്റ്റർ ദാറ്റ്. എനിക്ക് തോന്നുന്നില്ല ഇത്രയൊക്കെ ഇതായി കഴിഞ്ഞിട്ട്. ഇതൊക്കെ കേട്ടിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ തന്നെ അറ്റ് ദ ഫസ്റ്റ് പ്ലേസ് എനിക്ക് തോന്നുന്നു they won't even regret about this shit. എനിക്ക് അതാ ഇപ്പോഴും എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നുന്നത്, ഇയാൾ ഇത് വർഷങ്ങളായിട്ട് ചെയ്തിട്ട് ആ ക്ലാസ്സിലുള്ള ആരും പ്രതികരിച്ചില്ല.
ഒരു ക്ലാസ് അല്ല, പല ബാച്ചുകൾ. ഐ ഡോണ്ട് തിങ്ക് ആരും, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇതെന്തായാലും ഉറപ്പായിട്ട് മാനേജ്മെന്റ് അടുത്ത് എത്തിക്കാണും, അവര് ഒതുക്കി. അവരൊതുക്കിക്കാണും. ബിക്കോസ് അവർ നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു സാർ പറഞ്ഞു വിടാൻ പറ്റത്തില്ല, ചിലപ്പം ഒരു അസെറ്റായിരിക്കും, അല്ലെങ്കിൽ പുള്ളിക്കാരൻ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് കാണും. സോ പക്ഷെ പിള്ളേരെല്ലാരും കൂടെ കൂടി ചേർന്ന് ഞങ്ങളുടെ കോളേജിലൊക്കെ ആയിരുന്നപ്പോഴും പല സാഹചര്യത്തിലും കായികപരമായിട്ടൊക്കെ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യത്തില്ലായിരിക്കുമോ, എനിക്കറിയത്തില്ല. ലൈക്ക് പിന്നെ ഈ ഒരു പേടിയായിരിക്കും മിക്കവാറും. ഇറ്റ് മസ്റ്റ് ബി ഫിയർ, ഉറപ്പായിട്ടും. അല്ല വേറെ ഒന്നും വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല. അവരുടെ ഒരു ലിറ്റിൽ ചെറിയ ഡ്രീംസ് ഒക്കെ ആയിട്ട് വരുന്നത് ഇതിന്റെ ഈ വഴക്കുകൾ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇവനെയൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് പഠിച്ചിട്ട് പോകാനേ നോക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ. അറ്റ് സം പോയിന്റ് ഇതുപോലുള്ള ആൾക്കാർ ബ്രേക്ക് ചെയ്യും, അതാ ഭയങ്കര സെറ്റ് ബാക്സ് ഉണ്ടാകും. കറക്റ്റ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി. മേ ബി ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ഇറ്റ്, ദ ലാസ്റ്റ് തിങ് ദാറ്റ് ഐ വോണ്ടഡ് ടു ടച്ച് അപ്പോൺ, ബിക്കോസ് വി ആർ ടോക്കിംഗ് അബൌട്ട് മെന്റൽ ഹെൽത്ത്, നമ്മുടെ ഈ ബ്രെയിൻ ഡ്രെയിൻ ഇഷ്യൂസ് എല്ലാം ആയിരുന്നു, ഫിസിക്കൽ ആക്ടിവിറ്റീസ്. ആൻഡ് മോസ്റ്റ് പ്രോബ്ലി ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട് വാ അടച്ച് സൈഡിൽ ഇരിക്കേണ്ട വ്യക്തികളൊന്നായിരിക്കും ഞാൻ. പക്ഷേ അതിനെക്കുറിച്ച് വലിയ സംശയമൊന്നുമില്ലല്ലേ. പക്ഷെ എനിക്ക് എന്തുകൊണ്ട് ഒരു കാര്യം തോന്നിച്ചതാണ്, നമ്മൾ ഈ യങ് ടീനേജേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ സ്കൂൾ കോളേജിലിരിക്കുന്നവർ, ദേ ആർ ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് ഹോർമോണൽ ചേഞ്ചസ്, ദേ ആർ ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് ഗ്രോത്ത് സ്റ്റേജസ്. ആ ഒരു പോയിന്റിൽ അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഭയങ്കര നിർബന്ധമായിട്ട് വേണ്ടിയാണ്. ആൻഡ് അതിൽ പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്തായാലും ഈ PT ക്ലാസ് എടുത്ത് അതെങ്ങനെയാന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂളിലും മാത്തിന് ടീച്ചർ തന്നെ ആയിരിക്കും PT ക്ലാസ് എടുക്കുന്നത്. ഐ ഡോണ്ട് ബ്ലെയിം ദം, കാരണം മാത്സ് പഠിക്കാൻ തീരൂലായിരിക്കും. ഇങ്ങനെ സ്പോൺ ആവുക, ലീവ് എടുക്കൂല അവര്. ഇല്ല, അവര് ലീവ് എടുക്കില്ല, പോലും വരത്തില്ല, ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും വരത്തില്ല. ഇല്ല, പക്ഷെ അതിനകത്ത് രസം എന്ന് പറഞ്ഞാൽ ഫ്രീ പീരീഡ് വന്നു കഴിഞ്ഞാലേ നമ്മളെല്ലാരും കൂടെ ചർച്ച ചെയ്തിട്ട് അങ്ങോട്ട് ഇറങ്ങി PT സാറെ വിളിക്കാൻ പോകുന്നുണ്ട്, ഇപ്പുറത്തൂടെ ബുക്ക് എടുത്തോണ്ട് ഓടി വരുന്നു, ഓടി വന്നിട്ട് കയറും. അത് പണ്ടൊരു പടം ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിന് അതോട്ടായിരിക്കും. പക്ഷെ ആ ഒരു പോയിന്റും അതിനകത്ത് പറയുന്നത് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി ഹാസ് ടു ബി മെയ്ഡ് ആസ് എ മാൻഡേറ്റ്. ഇപ്പോഴത്തെ സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെന്റും ചെയ്ത പല ഫിസിക്കൽ ആക്ടിവിറ്റി റിഫോർമേഷൻസും ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അത് നമ്മുടെ വാഴക്കത്തിലും പറയുന്നതാണ്, ആ പിള്ളേർ കളിക്കണം, അവര് ഒറ്റയ്ക്ക് ഇരിക്കരുത്. നമ്മുടെ ഇപ്പം ഞങ്ങളുടെ വീടിന്റെ അടുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങളുടെ വീട് ഗ്രാമമാണ്, അപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് പണ്ട് ചുമ്മാ റോഡിന്റെ സൈഡിലൊക്കെ ഇന്ന് ബാഡ്മിന്റൺ കളിക്കുമായിരുന്നു, ക്രിക്കറ്റ് ഒക്കെ റോഡിൽ കളിക്കുമായിരുന്നു. ബിക്കോസ് അഗൈൻ ഗ്രാമമാണല്ലോ, വല്ലപ്പോഴും വരുന്ന KSRTC 2-3 പ്രൈവറ്റ് ബസ്സും കുറച്ച് കാറുകളും കളിക്കുമായിരുന്നു. ഇപ്പൊ പക്ഷെ ഞാൻ കാണുന്നത്, നമ്മൾ ഇവിടെ വെളിയിൽ ഇറങ്ങുന്നുണ്ട്, ഐ എം നോട്ട് ഈവൻ എക്സാജറേറ്റിംഗ്, ഒരു 5 വയസ്സ് 4 വയസ്സുള്ള കൊച്ചിന്റെ കയ്യിലും ഫോൺ, എല്ലാവരും കയ്യിലും ഫോണാണ്. കളിക്കുന്നത് അവർ മിക്കവാറും അതിലുള്ള കളികളാണ്, ക്യാൻഡി ക്രഷ്, പിന്നെ മറ്റേ ഫുഡ് കഴിക്കണമെങ്കിൽ മറ്റേ പെപ്പ പിഗ്, എനിക്കറിയാം എന്തൊക്കെയോ പുതിയ പുതിയ സെറ്റപ്പുകളാണ് അവർക്ക്. എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ പിള്ളേര് ബുക്സ് വായിക്കാറുണ്ട്. അല്ല, പക്ഷെ ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ നിന്ന് മാറിപ്പോകുന്നതും ഈ പറഞ്ഞ ഡ്രഗ്സ്, അതിൽ നിന്നുണ്ടാകുന്ന മെന്റൽ ട്രോമ. ബിക്കോസ് ഇപ്പം ഈ ഇൻട്രോവേർട്സിന്റെ എണ്ണം കൂടി വരുന്നുണ്ട്. ഇൻട്രോവേർട്സിന്റെ എണ്ണം കൂടി വരുന്നതിന് വലിയൊരു ഫാക്ടർ തന്നെയാണ്. നമ്മൾ പുറത്തിറങ്ങുന്നില്ല അധികം പേരും, തൊട്ടപ്പുറത്ത് സോഷ്യലൈസ് ചെയ്താലല്ലേ ഒരു ധൈര്യം വരത്തുള്ളൂ. അത്രേ ഉള്ളൂ. നമ്മളിപ്പം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്, എന്താണെന്ന് ചോദിക്കാന്നുള്ള ഇത് വരണേല് നമ്മൾ ആദ്യം പുറത്തിറങ്ങുന്ന ആൾക്കാരോടൊക്കെ സംസാരിക്കണമല്ലോ. സോ ആ ഒരു ഫിസിക്കൽ ഹെൽത്തിന്റെ ഫാക്ടറും നമ്മൾ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യണം. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും ഉടൻ തന്നെ ഫിസിക്കലി ആക്റ്റീവ് ആകും. ഓൾസോ ദ കോൺസ്റ്റന്റ് ഡോപ്പമിൻ ഹിറ്റ് ഈ ഫോൺ തരുന്നത്, അതിങ്ങനെ ക്രാഷ് ആകുമ്പോഴത്തേക്ക് ഇറ്റ്സ് ലൈക്ക് ഡ്രഗ്. നീ അത് മറ്റേ നോക്കിയിട്ടുണ്ടോ, കൈയുടെ ഇതില് ബെൻഡ് വന്ന സംഭവം? there is apparently a thing wherein നമ്മുടെ കൈയുടെ ഇവിടെ ബെൻഡ് വന്നത് ഫോൺ യൂസ് ചെയ്ത്, മ്യൂട്ടേഷന്റെ ഭാഗം പോലില്ല നമ്മുടെ ഇത് വന്നേക്കുന്നത്. ആ ഒരു വാട്ട് യു സെഡ് ഈസ് റൈറ്റ്. ഇൻസ്റ്റാഗ്രാമിന്റെ റീൽസിന്റെ കോൺസെപ്റ്റ് അവർ പറയുന്നുണ്ട്. ഇപ്പൊ മറ്റേ ആൾക്കാർക്ക് അറ്റൻഷൻ സ്പാൻ ഇല്ല, 15 സെക്കൻഡ്. ഈ പോഡ്കാസ്റ്റിന് ഇവിടെ വരെ എത്തോലും ഇല്ല ആൾക്കാരില്ല. അതിന് മുമ്പ് അവിടെ പോഡ്കാസ്റ്റ് പോട്ടെ, ഞങ്ങള് ഈ പറഞ്ഞ വാഴയ്ക്ക് പോയി തിയേറ്ററിൽ പോയിരുന്നേ. ഇറ്റ് ഈസ് സച്ച് എൻ ഇൻട്രസ്റ്റിംഗ് മൂവി. എന്നിട്ട് പോലും സൈഡിലിരുന്ന ഒരാള് ഒരു പോയിന്റിൽ ഹീസ് ചെക്കിംഗ് ഹിസ് ഫോൺ, ആൻഡ് ഇറ്റ്സ് നോട്ട് ഈവൻ വാട്സ്ആപ്പ് മെസ്സേജസ് അല്ല, ഇൻസ്റ്റാഗ്രാമിൽ റീല് നോക്കുക. എനിക്ക് അങ്ങോട്ട് ഇണീ ചെന്നിട്ട് the thing is, ഇൻസ്റ്റാഗ്രാം ഈ പ്രായത്തില് ഇറ്റ് ഗീവ് ഇത്ര എക്സ് എമൗണ്ട് ഓഫ് ഡോപ്പമൈൻ. അതൊരു ചെറിയ ഹിറ്റ്.
ആൻഡ് ദീസ് ഡ്രഗ്സ് ലൈക്ക് MDMA അതെല്ലാം ഇറ്റ് ഗീവ്സ് ലൈക്ക് 1000x ദാറ്റ്. അതെ. സോ ഇതിന് അഡിക്റ്റ് ആവുക പോലെ പീപ്പിൾ ആർ ഗെറ്റിംഗ് അഡിക്റ്റഡ് ടു ദാറ്റ്. ആന്നു. ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഹൈ ആവും, ദെൻ ഇറ്റ് വിൽ ക്രാഷ്. അപ്പോൾ ഈ അതെ. ഹൈ തേടി പിന്നെ പോകും. അതും ഞാൻ ഇപ്പം നമ്മൾ മറ്റാരെയും പറയണ്ട. എനിക്ക് എൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയാം. ഞാൻ പണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്, എനിക്ക് അത്ര പക്ഷേ കുറച്ച് കാലം മുമ്പ് വരെ ഞാൻ ഈ 4 വീക്സ് 5 വീക്സ് സോഷ്യൽ ഹൈബർനേഷൻ എടുക്കുമായിരുന്നു. വെൻ ഐ വിൽ ജസ്റ്റ് ഡിലീറ്റ്. ആ സമയത്ത് ഫേസ്ബുക്ക് ആയിരുന്നു. സോ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യും ആൻഡ് വാട്സപ്പും ലൈക്ക് കോൾസ് മാത്രം. ഞാൻ മെസ്സേജ് ചെയ്യത്തേ ഇല്ല. ആൻഡ് ഐ വിൽ ടെൽ മൈ ഫ്രണ്ട്സ് മെസ്സേജ് അയക്കത്തില്ല, അർജന്റ് കാര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ എന്ന് പറയും. പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു സോഷ്യൽ ഹൈബർനേഷൻ 1 വീക്കിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പാടാണ്, അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരിക്കും. അല്ല ഇനി ചെയ്യാനും പാടായിരിക്കും നമ്മൾ കുറച്ച് വലുതായി വരുമ്പോൾ. അതെ. ആരും പക്ഷെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇൻസ്റ്റാഗ്രാം ഒന്ന് നോക്കിയില്ലെങ്കിൽ ഉറക്കം വരത്തില്ല അല്ലേ? നമ്മൾ ഇപ്പം ഏറ്റവും കൂടുതൽ രസമുള്ള ഒരു ഫാക്ടറാണ്, നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഐ ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ്. കി നമ്മളിരിക്കുമ്പോഴെല്ലാം പറയാറുണ്ട്, ഞാനും ചില സമയത്ത് ചെയ്യാറുണ്ട്, ഫോൺ മാറ്റി വെക്കുന്ന ഞാൻ പറയാറുണ്ട്. ബിക്കോസ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു കോൺവെർസേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഹൗ ക്യാൻ വി ഹാവ് എ കോൺവെർസേഷൻ വിത്ത് സമ്മൺ ഹു ഈസ് സിറ്റിംഗ് സംവെയർ? ഞാൻ പറയാം, വീട്ടിൽ ചെന്നിട്ട് ഇതുപോലെ ടേബിളിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഫോൺ എടുത്ത് ഇങ്ങനെ വയ്ക്കും. അമ്മ പറയും ഫോൺ എടുത്ത് മാറ്റി വേണം, നീ ഇവിടെ അല്ലേ വന്നിരിക്കുന്നത്, ഇപ്പോഴെങ്കിലും ഫോൺ മാറ്റി വയ്ക്കും. കറക്റ്റ്. ബിക്കോസ് നീ ആലോചിച്ച് നോക്ക്, ഞാൻ ഇതിന് റെബലായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് എന്തുകൊണ്ട് ചെയ്തോളൂ, പക്ഷെ അവർ ലിറ്ററലി ഒരു ഫുൾ ഡേ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്ന് എൻ്റെ ഒരു യു ടൈം കിട്ടാൻ വേണ്ടി. ഇപ്പം വെൻ യു ഗെറ്റ് മാരീഡ് ആസ് എ കപ്പിൾ ഓൾസോ സംടൈംസ് ദർ വിൽ ബി ദിസ് തിങ് വെർ നമ്മൾ എപ്പോഴും പരസ്പരം ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ദാറ്റ്സ് എ വെരി ബിഗ് തിങ്. ബിക്കോസ് നമ്മൾ ഒന്നെങ്കിൽ സീരീസ് കാണും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം കാണും, അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ്, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ്. മീ ടൈം അല്ലെങ്കിൽ യു ടൈം, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഈ പറഞ്ഞ ഡോപ്പമൈൻ എഫക്റ്റും നമ്മൾ ആക്ച്വലി വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നതാണ്. ആൻഡ് I've been talking to a lot of people and I don't know if it was Judy or Manish, I was talking last time, and ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് തുടങ്ങുന്നതിനും സ്ട്രിക്റ്റ് ആയിട്ട് ഒരു യൂസർ ID വെരിഫിക്കേഷൻ വേണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതായത് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, എന്തോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇഫ് യു ആർ 10 year old you can create an account. Automatically that account will have an age restriction. Okay. അവരുടെ കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഡേയിൽ ഇത്ര ടൈം കഴിയുന്നുണ്ട്, there should be alerts. ഒരു പാരന്റൽ കൺട്രോൾ പോലെ കൊറിയയിലുണ്ട് ഈ സംഭവം. എനിക്കൊന്നും ഓസ്ട്രേലിയയിലും അത് ഇംപ്ലിമെന്റ് ആയെന്ന് തോന്നുന്നു. വേറെ ഇത്ര വയസ്സിന് താഴെ ആണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൺട്രോൾ ഉണ്ട്. കൊറിയയില് ഗെയിം, ആ ഗെയിമില് ഏതാ, നോർത്ത് കൊറിയ ആണോ സൗത്ത് കൊറിയ? ഐ തിങ്ക് നോർത്തിലായിരിക്കത്തില്ല, നോർത്തിലെ ഇതൊക്കെ കാണാൻ സാധ്യത. ഇത്ര ടൈം കഴിയുമ്പോൾ ഇറ്റ് വിൽ ജസ്റ്റ് ലൈക്ക് ഷോസ് അലേർട്ട് കാണിക്കും, ഇത്ര നേരം കളിക്കുന്നു, അടച്ചു വെച്ചിട്ട് പോകും. ആ സെറ്റപ്പ് ടൈമായി പരിപാടി നിർത്തുന്ന സമയം. പക്ഷെ ദാറ്റ് ഈസ് സോ ഗുഡ്. എന്നിട്ട് അവിടെയും അടുത്ത ഏജ് ബാർ, നിങ്ങൾ 18 ആണെങ്കിൽ യു ക്യാൻ സീ ഡിഫറെന്റ് കണ്ടന്റ്. യെസ്, അവിടെയും ഒരു ടൈം ലിമിറ്റ് വേണം. അതിന് മണ്ടക്കുള്ളവർക്കും ടൈം ലിമിറ്റ് വേണം, അടിയന്തരമായിട്ട് വേണം. ഇത്ര മണിക്കൂർ മുമ്പേ നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ കൂടുതൽ ഇൻസ്റ്റാഗ്രാം കാണുമെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഷുഡ് ബി ലൈക്ക് മതി, കുറച്ച് കൂടുന്നുണ്ട്. ദർ ഷുഡ് ബി സം അലേർട്സ്, ദർ ഷുഡ് ബി സം വേ ടു സേ. പക്ഷേ ഇത് പ്രശ്നം എന്ന് വെച്ചാൽ നോക്കിയിരിക്കുന്ന ടൈം പോണത് അറിയത്തില്ല. ബെറ്റർ ടു ഹാവ് ഇതുപോലെ ഒരു എന്തെങ്കിലും control നോട്ടിഫിക്കേഷൻ just saying that you have spent this much time. ഇതിനൊരു ആപ്പ് ലോക്കർ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. ആണോ? ഇതിനും ആപ്പ് ഉണ്ടോ? ഇതിനൊരു ആപ്പ് ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് അതിങ്ങനെ നോട്ടിഫിക്കേഷൻ അയക്കും. താനെ ലോക്ക് ചെയ്യുക. എനിക്ക് ഒന്നും ലോക്ക് ചെയ്തില്ല, നോട്ടിഫിക്കേഷൻ കണ്ട് ചെയ്യും. മതി, കുറച്ച് കൂടുന്നുണ്ട് അതിന്റെ. മറ്റേ ഐ ഹാഡ് ദിസ് പ്രോബ്ലം ഒക്കെ പഠിക്കുന്ന സമയത്ത്. ഒരു ടാബിൽ PDF വേണം, അതിൽ കുറച്ച് പഠിച്ചിട്ട് അതിൽ ലൈക്ക് താനെ പോയി ഏതെങ്കിലും പുതിയ ടാബ് ഓപ്പൺ ആക്കി യൂട്യൂബ് അല്ലെങ്കിൽ ട്വിച്ച് സ്ട്രീം അതിൽ പോകും. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്ലഗിൻ ഉണ്ട്, ടാബ് ഓപ്പൺ ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്ത് കളയുന്നത്. സോ പക്ഷെ അപ്പോൾ ആലോചിച്ച് നോക്ക്, we are not able to control ourselves to that extent. We need a plugin or an app controller. And ഇത് പറയുന്നുണ്ട് നമ്മൾ ശുദ്ധരൊന്നും അല്ല, നമ്മൾ പറയുക. അപ്പോൾ ആലോചിച്ച് നോക്ക്, ഇത് ഈ ഒരു ഫാക്ടർ കൊച്ചു പിള്ളേരുള്ളിലേക്ക് ഫ്രം ദർ യങ് ഏജ് ദേ ആർ ഗെറ്റിംഗ് അഡിക്റ്റഡ്. ആൻഡ് റീൽസ് ഇപ്പം നോക്കിയാൽ മതി, കൊച്ചു പിള്ളേർ റീൽസിനകത്തുണ്ട്. ഐ ഡോണ്ട് സപ്പോർട്ട് ദാറ്റ്. മറ്റേ സ്കൂളിലൊക്കെ പോയിട്ട് പിള്ളേരെയൊക്കെ ബാൻ അമൽ അശോക് അല്ല, അത് സി ഇറ്റ് ഈസ് ദെയർ ഓൺ പേഴ്സണൽ ഡിസിഷൻ. പക്ഷെ അവർ കാണുന്ന കണ്ടന്റ്, ഇതിൽ ഏറ്റവും രസം പറയോ, ഇവർ കാണുന്ന കാർട്ടൂൺസിനും പ്രശ്നമുണ്ടെന്ന്. ഇവർ കാണുന്ന പല കാർട്ടൂൺസിൻ്റെയും കളറിൻ്റെ സ്പീഡ് എന്തോ കൂടുതൽ. ലൈക്ക് മൈ
സിസ്റ്റർ വാസ് ടെലിംഗ് മി ദിസ് ബിക്കോസ് എൻ്റെ നീസ് യങ് ആണ്. ഷീസ് ഓൺലി 5 to 6 years old, 7 years old actually. സോ അവൾ കാണുമ്പോഴും പല കാർട്ടൂണിൻ്റെയും കളർ ഷെയ്ഡ് ഗ്രേഡിയൻസ് ചേഞ്ച് ചെയ്യുന്നത് ഇവർ കണ്ണിന് നല്ലതല്ല, പക്ഷെ അത് ഭയങ്കര അഡിക്റ്റീവ് ആണ്. ഓ ലൈക്ക് ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തോണ്ടിരിക്കും ബ്രെയിനിന്. അപ്പൊ ഇവരിത് കണ്ടോണ്ടിരിക്കും, പക്ഷെ ഇവർക്ക് ഇത് അഴുക്കാം. ആൻഡ് ഇതേ സാധനം തന്നെ ആയിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ നമുക്കും തോന്നുന്നത്. ബിക്കോസ് ആലോചിച്ചോക്കോ, നമ്മൾ കേട്ട ഒരേ പാട്ട്, ആ പാട്ടിന് തന്നെ 10 പേര് ഡാൻസ് ചെയ്യുന്നുണ്ട് അല്ലേ? സത്യം. നമ്മൾ എന്നിട്ട് പ്രിജിന് അതിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ട് എടുത്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ എടുത്തിടും. ആ 10ന് 11ാമത്തായിട്ട് നമ്മുടെ റീല്. പക്ഷെ ആലോചിച്ചു, നമ്മൾ അതേ സാധനം തന്നെയല്ലേ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഐ തിങ്ക് ദർ വാസ് എ സർവേ ഡൺ, ഏറ്റവും കൂടുതൽ ന്യൂസ് കൺസംഷൻ നടക്കുന്നത് എവിടെ നിന്നാണ്? ഏറ്റവും ഹയസ്റ്റ് പോൾ നിന്നത് ഇൻസ്റ്റാഗ്രാമാണ്. ഇൻസ്റ്റാഗ്രാം മറ്റേ ബുൾഷിറ്റ് മീഡിയ ആണ്. അവിടുന്നാണ് നമ്മൾ ന്യൂസ് എടുക്കുന്നത്. ഞാൻ സ്ട്രിക്ട്ലി ഞാൻ ന്യൂസ് മീഡിയ ലൈക്ക് അത് ഞാൻ എഡിറ്റോറിയൽസ് അതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. രാവിലെ എണീച്ച് എനിക്കത് യൂട്യൂബിൽ കേൾക്കണമെന്ന് ഭയങ്കര നിർബന്ധമുള്ള. പക്ഷെ ആ കേൾക്കുന്ന ഞാൻ പോലും പലപ്പോഴും ഞാൻ വന്ന് കേൾക്കുന്ന ന്യൂസ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ന്യൂസ് പ്ലെയിൻ വെടി വെച്ചിട്ടു അത് കണ്ട്. സോ ഐ തിങ്ക് ദ ജിസ്റ്റ് ഓഫ് ദ സ്റ്റോറി ദാറ്റ് വി ആർ സേയിങ് ഇസ് ദർ ഹാസ് ടു ബി സം പോളിസീസ്. ഈ സോഷ്യൽ മീഡിയ ഇപ്പം നമ്മുടെ ഗവൺമെന്റ് പബ്ജി ബാൻ ചെയ്തില്ലേ, അതിൽ തന്നെ ഗവൺമെന്റ് ഒരു വളരെ സ്ട്രിക്ട് പോളിസി ഇറക്കണം. പബ്ജി ബാൻ ചെയ്ത മറ്റേ ഇതൊരു പ്രൊപ്പഗൻഡയാണ്. നീ ആലോചിച്ച് നോക്ക്, ഇപ്പൊ ജനിക്കുന്ന ഒരു കൊച്ചിന്റെ ഓൾമോസ്റ്റ് 6 to 7 year old തൊട്ട് അവനൊരു 30 year old ആകുമ്പോഴത്തേക്ക് അവനെ കുറിച്ചുള്ള എത്ര ഡേറ്റയാണ് ഇൻസ്റ്റാഗ്രാമിനും ഫേസ്ബുക്കിന്റെയും കയ്യിലിരിക്കാൻ പോകുന്നത്. അത്രയും ഇൻഫർമേഷൻ അവരുടെ കയ്യിലിരിക്കാൻ പോകുന്നത്. പബ്ലിക്ലി സേയിങ് ദാറ്റ് വി ആർ ടേക്കിംഗ് യുവർ ഡേറ്റ ടു ട്രെയിൻ അവർ മോഡൽസ്. എടാ ഇത്ര നോക്കിയാൽ പോലും ഒരു സബ്സ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ ഇത്രയും വലിയ പ്ലാറ്റ്ഫോംസ് പ്രോഫിറ്റ് റൺ ചെയ്യണല്ലേ, ദേ ആർ ഡൂയിങ് സംതിങ്. അപ്പം ഞാൻ പറയുന്നത് അത് ഗവൺമെന്റ് മാനേജ് ചെയ്യണം. എന്നിട്ട് അപ്പം തന്നെ ഈ ഫേക്ക് ഐഡീസ് അങ്ങ് നിൽക്കും. ഫേക്ക് ഐ ഡി നിൽക്കുമ്പോൾ തന്നെ ആൾക്കാരുടെ മണ്ടയ്ക്ക് ഒരു കൺട്രോൾ വരും. ഈ സോഷ്യൽ മീഡിയ ഇതുണ്ടല്ലോ, എന്തും വിളിച്ച് പറയാവുന്നൊരു സ്ഥലം. അതിനെന്തൊരു ടേം ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത് ചെയ്യുന്നത്. എന്ത് ലൈക്ക് സംടൈംസ് സർട്ടൻ കമന്റ്സ് ഐ എം ലൈക്ക്, ഫസ്റ്റ് ഓഫ് ആൾ ഗെറ്റ് എ ലൈഫ്. ഇഫ് യു ആർ സിറ്റിംഗ് ദെയർ രാത്രി 12 മണിക്ക് 1 മണിക്ക് നീ വല്ലോന്റെ ജോബും ഇല്ല, അതും അക്കൗണ്ട് നോക്കുമ്പോഴത്തേക്ക് നോ പ്രൊഫൈൽ പിക്ചർ നത്തിങ്. മറ്റേ സ്വന്തം പ്രൊഫൈൽ ഒന്ന് ചെയ്യാൻ പേടി. അത് പേടിയാ. അത് എനിക്കൊന്ന് ഏതോ ഒരു ഇൻഫ്ലുവൻസർ, ഐ തിങ്ക് ഇറ്റ് ഈസ് ഫ്ലാമിംഗ്, ഐ തിങ്ക് വൺ ഓഫ് ദ ഇൻഫ്ലുവൻസേഴ്സ്, അവര് ഇങ്ങനെ എന്തെങ്കിലും കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ നമ്പറൊക്കെ കണ്ടുപിടിച്ചിട്ട് വിളിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് വരട്ടെ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അത് എത്ര പേര് ടൈം ആയിരിക്കണം, ഈസിലി കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളൊരു സംഭവത്തിൽ അവയർ ആയിരിക്കും അവർക്ക്. ഇടാം, പക്ഷേ ദർ ഇസ് എൻ ഇമ്മ്യൂണിറ്റി. ആ ഒരു ഇമ്മ്യൂണിറ്റിയുടെ പുറകിലാണ് അവരിയ്ക്കുന്നത്. അതായത് ഫേക്ക് പ്രൊഫൈൽ ഇമ്മ്യൂണിറ്റി അതുണ്ട്, അത് ഭയങ്കരമായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഒരു ഗവൺമെന്റ് റെഗുലേഷൻ വന്നിട്ട് ഒരു ആധാർ കാർഡിന് ഒരു ഐ ഡി, ഒരു ഐ ഡി. ബിസിനസ് ഓടിക്കുന്നവന് ബിസിനസ് രജിസ്ട്രേഷൻ ചെയ്യണം. നമുക്ക് ചെറിയ ചെറിയ ബിസിനസ്സുകൾ ഇൻസ്റ്റാഗ്രാം, എടാ ചെറിയ ബിസിനസ് ആണെങ്കിലും ദേ വുഡ് രജിസ്റ്റർ ഇറ്റ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ എൻ ഇൻഫ്ലുവൻസർ, അവരവരുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്തില്ലേ, എന്നാൽ അവരെന്തെങ്കിലും ബിസിനസ് ആണെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തിട്ട് അത് മോണിറ്റർ ചെയ്യണം സെപ്പറേറ്റ് ആയിട്ട്. പേഴ്സണൽ അക്കൗണ്ട് വേണമെങ്കിൽ പേഴ്സണൽ അക്കൗണ്ട് ലിമിറ്റേഷൻസ് വരുത്തണം. ആൻഡ് നിങ്ങൾ 18 yearsന് താഴെയുള്ള ഒരു കുട്ടിയാണ് അതിൽ ലോഗിൻ ചെയ്യുന്നതെങ്കിൽ 100% പാരന്റൽ കൺട്രോൾ. ആൻഡ് 18ന്റെ മണ്ടൊക്കെയാണെങ്കിൽ ടൈം കൺട്രോൾ. ഇത് രണ്ടും എൻ്റെ അകത്ത് വരണം. നമ്മളിപ്പോൾ പറഞ്ഞു കുറേ വിഷയങ്ങളിൽ പോയി. പക്ഷെ ഇത് ദ റീസൺ വൈ വി സാറ്റ് ഡൗൺ ഓൾസോ ഇസ്, നമ്മൾ ഈ വാഴ കാണുന്നുണ്ടെ നമുക്ക് ഭയങ്കരമായിട്ട് തോന്നിച്ച ഒരു ഫാക്ടറാണ്. നമ്മൾ കുറേ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഒരു സ്ക്രിപ്റ്റിൽ എടുത്തു വെച്ചു. പക്ഷെ ആ കാര്യങ്ങൾ ആരും വാഴയെക്കുറിച്ച് പറയുന്നത് ആരും ഡിസ്കസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിച്ചില്ല. എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. എന്താ പറയുക, നല്ല അഭിനയം. ആൻഡ് 100% ആ ക്രൂവിൽ ഒരു രക്ഷയില്ല. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വന്ന് എല്ലാവരും സെറ്റായിരുന്നു, ഭയങ്കര സെറ്റപ്പ്, ഭയങ്കര നല്ല അഭിനയം. അതിനകത്ത് വിജയബാബു, എവ്രി വൺ, ഈവൻ ദ പ്രോമിനന്റ് ആക്ടേഴ്സ്, അവർ വന്നിട്ട് വേറൊരു ലെവൽ. വിജയബാബു ഒക്കെ അതിനകത്ത് നമ്മൾ പുള്ളിക്കാരനെ അതിന് മുമ്പെടുത്തൊരു ഇന്റർവ്യൂ കണ്ട പുള്ളി പറഞ്ഞു, ഈ സിനിമ കണ്ടെഴുതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് വെറുക്കുമെന്ന്. അത് സത്യമാണ്. നമ്മൾ അത് കിട്ടിയ അല്ല, അത് അവിടെയാണ് പുള്ളിയുടെ സക്സസ് വിജയ് ആൻഡ് ഡയറക്ടറിന്റെ സക്സസും. സോ ദാറ്റ് വാസ് അബ്സല്യൂട്ട്ലി ഫൺ. പക്ഷെ ഇതിനകത്ത് ഈ പറഞ്ഞ പാരന്റിങ്, ബ്രെയിൻ ഡ്രെയിൻ ആൻഡ് ബ്രെയിൻ ഡ്രെയിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വീണ്ടും, ബിക്കോസ് ഐ ഹാവ് ബീൻ പാർട്ട് ഓഫ് ദാറ്റ് തിങ്, ഞാൻ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓപ്പർച്യൂണിറ്റീസ് ആർ നോട്ട് ഹിയർ. ഇറ്റ്സ് ജസ്റ്റ് നമ്മൾ ഇച്ചിരി ഹസിൽ ചെയ്യണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരും എടുത്ത് വെച്ചിട്ടൊന്നും ഇല്ല, ബാ മോനെ വാ നിനക്ക് ഇവിടെ ഉണ്ടെന്ന്. അവിടെയും ചെന്ന് ഹസിൽ ചെയ്യണം, ഇവിടെ ഹസിൽ ചെയ്യണം.
ഇറ്റ്സ് ജസ്റ്റ് ഡിസൈഡ് എന്താണ്. ഐ ഫീൽ ലൈക്ക് ഇപ്പൊ മാറി വരുന്നുണ്ട് സോണി. ഇവിടെ പുറത്തുള്ള അവസ്ഥ കണ്ട് ഇപ്പൊ ആൾക്കാർ ലൈക്ക് ദേ ആർ ഓപ്പൺ ടു വർക്ക്, ഇവിടെ ചെയ്യാം. മൾട്ടിപ്പിൾ വർക്ക് ചെയ്താലും ലൈക്ക് ദേ ആർ ട്രൈങ് ടു സസ്റ്റെയിൻ ഹിയർ. ഇവിടെ പക്ഷേ പ്രശ്നം എന്തറിയോ, ചുറ്റുമുള്ളവർ കണ്ട എന്ത് പറയും അങ്ങനത്തെ ഒരു പേടി എപ്പോഴും. അതുണ്ട് ഉറപ്പായിട്ടും. ആൻഡ് പീപ്പിൾ ജഡ്ജ് ഓൾസോ ഇവിടെ ഭയങ്കരമായിട്ട്. പക്ഷെ ആ ഒരു മെന്റാലിറ്റി ആക്ച്വലി മാറണം. അത് സൊസൈറ്റിന്ന് മാറണം. ഒരു ജോലിയും മോശമല്ല. നമ്മൾ പൈസ കിട്ടുന്ന എന്ത് പരിപാടിയും ചെയ്യാം, അത്രേ ഉള്ളൂ. അതിനൊരു പ്രശ്നമില്ല. അത് ചെയ്തോ, ആരോഗ്യം ഉണ്ടെങ്കിൽ ചെയ്യാം, അത്രേ ഉള്ളൂ. സോ നമ്മൾ ബ്രെയിൻ ഡ്രെയിനെ കുറിച്ച് സംസാരിച്ചു, പാരന്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചു, ടീച്ചേഴ്സിനെ കുറിച്ച് സംസാരിച്ചു, നമ്മൾ അതിനുശേഷം ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയയെ കുറിച്ച് സംസാരിച്ചു, ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് സംസാരിച്ചു. ദ ജിസ്റ്റ് ഓഫ് ഓൾ ഓഫ് ദീസ് തിങ്സ് ഇസ് ഞങ്ങൾ ആരും ശുദ്ധരല്ല. ഞങ്ങൾ ഇതിനകത്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും ഞങ്ങൾ ഇതിനകത്തെല്ലാം നെഗറ്റീവ് സൈഡിൽ നിന്നിട്ടുള്ളവരാണ്. പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ ചെയ്ത തെറ്റുകൾ മറ്റൊരാൾ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളായിരിക്കാം. ഐ റിയലി ലൈക്ഡ് വെൻ യു സെഡ് ഇങ്ങനെ ഒരു പയ്യൻ വിളിച്ചത് ലൈക്ക് ഓസ്ട്രേലിയ വരണ കാര്യം ചോദിച്ചപ്പം യു ആർ റെഡി ടു ടേക്ക് യുവർ ടൈം ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്. ലൈക്ക് നമ്പേഴ്സ് എഴുതി പുള്ളിക്കാരൻ. ഞാനാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പോണോ വയ്ക്കോ, ബിക്കോസ് ദ തിങ് ഇസ് അങ്ങനെ പറയാനും പേടിയാ. ചിലപ്പം നമ്മൾ പറഞ്ഞു പോയിട്ട് അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യണം നമ്മളെ പറയത്തുള്ളൂ. ഇനിയിപ്പോൾ നമ്മളിപ്പം നമ്മൾ അവിടെ നിന്നിട്ട് ചിലപ്പം ഇവിടെ വരണ്ട, ഇവിടെ ഇങ്ങനെയാണ്, ചിലവർ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ബി ലൈക്ക് ഓ അവ അവിടെ പോയി അവിടെ വരാൻ നമ്മളിപ്പോൾ വന്ന എന്താ പ്രശ്നം, ആ ഒരു മെന്റാലിറ്റി. ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇത് ഓപ്പൺ ആയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നി കാര്യം അങ്ങനെ ഒരു ടോക്ക് വരും സോണി, ഉറപ്പായിട്ടും വരും. എന്നോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവൻ പോയി അവിടെ പോയി രക്ഷപ്പെട്ടു. സത്യം, വേറെ പോയി രക്ഷപ്പെടുന്ന അവന് ഇഷ്ടമല്ല. അതൊരു സ്റ്റിഗ്മയാണ്. ഞാൻ അവിടെയും പറയുന്നു, ഞാൻ പറഞ്ഞ സെക്കൻഡ് പാത്ത്, നിങ്ങൾക്ക് അപ്സ്കില്ലിംഗ് ആണ് താല്പര്യമെങ്കിൽ 100% നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നിങ്ങൾ അവിടെ പഠിപ്പിക്കുന്ന ആൾക്കാരെ പ്രൊഫൈൽ നോക്കണം. പൊളിച്ചു പഠിക്കാൻ പറ്റും. നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ നമ്മുടെ സ്കിൽസ് നമുക്ക് പൊക്കാൻ പറ്റും. പക്ഷെ ഹാവ് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ് കി ഞാൻ പഠിക്കാനാണ് പോകുന്നത്, അല്ല ഞാൻ PR-ഓ പൈസ ഉണ്ടാക്കാനാണുള്ള. ഓൾസോ വൺ മോർ തിങ്, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇവിടത്തെ എഡ്യൂക്കേഷണൽ ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് എന്താ അഭിപ്രായം? ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ മണി ഗ്രാബ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ വെർ യു ഗോ. അത് മാത്രമല്ല സോണി, എന്ന് വെച്ചാൽ പിള്ളേർ എന്തൊക്കെയോ ഡ്രീംസും ഹോപ്പൊക്കെ വെച്ച് പോകുന്നു. ദേ ആർ ജസ്റ്റ് സ്പെൻഡിങ് ഓൾ ദിസ് ഇയേഴ്സ്, അത്രയും പൈസ സ്പെൻഡ് ചെയ്യുന്നു. ദേ ആർ നോട്ട് ഈവൻ ലാൻഡിങ് എ ജോബ് ഫോർ ലൈക്ക് 10,000 and they're settling for that. ഞാൻ ഐ എം നോട്ട് സെയിങ് ഈ വലിയ സംഭവം, പക്ഷേ ഐ കുഡ് സീ ദാറ്റ് ഇറ്റ് വാസ് നത്തിങ്. എൻ്റെ ഒരു ഫ്രണ്ട് ആയാലും ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ട് ഈസ് നോട്ട് ഗെറ്റിംഗ് വാട്ട് ഹി ഡിസേർവ്സ് പോലെ. ഐ എം നോട്ട് സെയിങ് ദ കോളേജ്, പക്ഷേ ഒരു വലിയൊരു കോളേജിൽ പഠിച്ച അവൻ മെറിറ്റിൽ പോയി പഠിച്ച് മെറിറ്റിൽ പാസ്സായി. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഹി ഡിസേർവ്സ് മോർ. ബട്ട് അവിടെ നിന്ന് അഡ്വർടൈസ് ചെയ്ത ആ ഗ്ലോറിയും ആ സംഭവം ഒന്നും കിട്ടിയില്ല. ഇതിന് ഞാൻ ആക്ച്വലി ഇത് ഞാൻ നല്ലപോലെ ചിന്തിക്കുകയും കുറച്ച് റിസർച്ച്. ആൻഡ് ഇങ്ങനെ പഠിച്ച് ഫ്രഷറായിട്ട് വരണ ആളിനെ ലൈക്ക് എക്സ്പ്ലോർട്ട് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. കമ്പനിയുടെ പെർസ്പെക്റ്റീവ് നിന്ന് യെസ് അവർ ലാഭമേ നോക്കത്തുള്ളൂ. പക്ഷേ യു ആർ പേയിങ് 10,000 ഫോർ എ ഗായ് ഹു സ്റ്റഡീഡ് ലൈക്ക് ഫോർ 4 years, 15 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് പഠിച്ചിട്ട് ആ ഒരു ഓഫർ വെക്കുമ്പോഴത്തേക്കും ഞാൻ ഇനിയും ഇതിന് ജെന്യൂൻ ആയിട്ട് തന്നെ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ റീസൺ വൈ റിസർച്ച് ഇസ് ഈ ഒരു ഇൻഡസ്ട്രി എനിക്ക് താല്പര്യമുള്ള ഇൻഡസ്ട്രിയാണ്. ഫ്യൂച്ചറിൽ മേ ബി ദർ ക്യാൻ ബി എ വെഞ്ചർ ഇൻ ടു ദാറ്റ് പാർട്ട്. സോ ദ ആൻസർ ടു ദിസ് ഇസ്, നീ ഫോറിൻ യൂണിവേഴ്സിറ്റി ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയോടെ കമ്പയർ ചെയ്യുന്നുണ്ട്. ടു സ്റ്റാർട്ട് വിത്ത് ദ കൺസ്യൂമറിൻ്റെ മൈൻഡ് സെറ്റ് ഫോറിൻ യൂണിവേഴ്സിറ്റിയിലും ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിലും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഫോറിൻ യൂണിവേഴ്സിറ്റിയിലെ കൺസ്യൂമർ സ്റ്റുഡൻസ് അവർ എഞ്ചിനീയറിംഗ് എടുത്ത് പോകണമെങ്കിൽ, അതായത് ഒരു BTech ചെയ്യണമെങ്കിൽ they are that much into it. They know that they want to do it. They know what they are signing up for. അവർക്കറിയാം ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ പഠിക്കാൻ പോകുമ്പോൾ ഇതിനകത്ത് വരാൻ പോകുന്നത് ഇന്നതാണ്. അല്ല എൻ്റെ കൂട്ട് മെക്കാനിക്കൽ എഞ്ചിനീയർ പഠിക്കാൻ പോയത് കാർ ശരിയാക്കാനാന്ന് വിചാരിച്ച് പോകുന്നവനല്ല. അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം കിട്ടും, അത് ഉള്ള കാര്യമാണ്. അവിടെ ഒരു ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ പോകുന്നത് എന്താണെന്ന് അറിയാം, ഡിപ്ലോമ കോഴ്സസ്.
അവിടാണ് നിങ്ങളെ സ്കില്ല് പഠിപ്പിക്കുന്നത്. Yeah. നമ്മുടെ ഇവിടെ എങ്ങനെയാ, നമ്മുടെ ഇവിടെ കൺസ്യൂമർ +2 കഴിഞ്ഞാൽ നേരെ പോകുന്ന ബിടെക് പഠിക്കാനാണ്. ബിടെക് ഡേ 1 തൊട്ട് നമ്മളെ പഠിപ്പിക്കും ഡോക്ടർ പഠിക്കാൻ പോകുന്നു. അവരാരും ഡിപ്ലോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിടെക് കിട്ടാത്തവൻ പോകുന്നവനായിരിക്കും ഡിപ്ലോമയിലോട്ട്, MBBS കിട്ടാത്തവൻ പോകുന്നതായിരിക്കും ബിടെക്. സത്യം. എത്രയോ പേര് നീറ്റിന്റെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാത്തവരായിരിക്കും വന്ന് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തവരായിരിക്കും വന്നിട്ട് കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതാൻ പോകുന്നത്. എന്നിട്ട് അതും കിട്ടൂല, NRI സീറ്റ് എടുക്കേണ്ടിയും വരും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കൺസ്യൂമർ വളരെ ഡിഫറെൻ്റ് ആണ്. നീ എന്നിട്ട് പിന്നെ ഇപ്പം പറഞ്ഞ ഒരു ജെന്വിൻ ആയിട്ട് നമ്മൾ പറയാൻ പറ്റും, ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട് നമ്മൾ നമ്മുടെ ലൈബ്രറികളെയും നമ്മൾ നമ്മുടെ ലാബിനെയും 100% യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഇല്ല. So that is the difference between a foreign university and an Indian university from a consumer perspective. അപ്പം ഇതൊരു പുഷ് ആൻഡ് പുൾ മെക്കാനിസമാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ലൈബ്രറി യൂസ് ചെയ്യുന്നു, നമ്മൾ ഭയങ്കരമായിട്ട് ലാബ്സ് യൂസ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു CS പഠിക്കുന്ന ആൾ അടുത്ത ഡിഗ്രി പഠിക്കുന്നു, അടുത്ത സർട്ടിഫിക്കേഷൻ പഠിക്കുന്നു. ഓട്ടോമാറ്റിക്കലി അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. ഓട്ടോമാറ്റിക്കലി അവിടെ പഠിപ്പിക്കുന്ന മെത്തഡോളജീസ് മാറേണ്ടി വരും. ഇവിടെ വന്നിരുന്നിട്ട് CS പഠിക്കേണ്ട ആൾക്ക് അവൻ ഒരു ഐഡിയ ഇല്ല, അവൻ എന്തോ ഈ 4 വർഷം പഠിക്കാൻ പോകുന്നതാണ്. അവൻ എന്തോ കോഴ്സ്, ഞാൻ ബിടെക് മെക്കാനിക്കൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കോഴ്സ് കണ്ടിട്ടില്ല. ലൈക്ക് ഐ ഡോണ്ട് നോ എൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ ഏതൊക്കെ യൂണിറ്റ് ആണ്, സെക്കൻഡ് സെമസ്റ്റർ എവിടെയാണ്. അതേസമയം ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ ആ 4 വർഷത്തേക്കുള്ള യൂണിറ്റ്സ് എന്താണെന്നും നീ ഏത് യൂണിറ്റ് എന്ന് പഠിക്കണമെന്നും നീ ഡിസൈഡ് ചെയ്യുന്നത്. സോ ഐ വുഡ് സേ ഇറ്റ് ഈസ് നോട്ട് ദ യൂണിവേഴ്സിറ്റി, ഇറ്റ് ഈസ് ദ കൺസ്യൂമർ. പിന്നെ യൂണിവേഴ്സിറ്റീസിനും ഇവിടെ നമ്പർ ഗെയിമാണ്. റാദർ ദാൻ ട്രെയിനിങ് 40 people, they would train 200 people. അപ്പോൾ അത്രയും മണി ഇവർക്ക് കിട്ടും. പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ബിടെക് പഠിക്കാൻ വേണ്ടി നീ 20 ലക്ഷം മുടക്കി പോവും ഇല്ല, ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും. അങ്ങനത്തെ ഇതാക്കണം. 20 ലക്ഷം ആണെങ്കിൽ നല്ല സാധനം കിട്ടണം, അതിനുള്ള ജോബ് മാർക്കറ്റ്. ദാറ്റ്സ് ദ നെക്സ്റ്റ് ട്വിസ്റ്റ്. നമ്മൾ ഇത്രയും പൈസ മുടക്കിയിട്ട് ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയിലും പ്ലേസ്മെന്റ് ഇല്ല. They have only placement assistance where they will send you to a job fair. എല്ലായിടത്തും അതേ ഉള്ളൂ. ഇവിടെ നമ്മുടെ കോളേജിൽ പ്ലേസ്മെന്റ് വരുമല്ലോ, കമ്പനീസ് വരുമല്ലോ, അവിടെ അങ്ങനത്തെ പരിപാടി ഇല്ല. ഓക്കെ, ജോബ് ഫെയർസ് വരും, അത്രേ ഉള്ളൂ. അത് പല യൂണിവേഴ്സിറ്റി അവിടെ പോകണം. എന്നിട്ട് പല യൂണിവേഴ്സിറ്റിയിൽ ആൾക്കാർ വരും, CV കൊടുക്കും. അപ്പം അതാ പറഞ്ഞത്, നമ്മൾ ഈ ഫോറിനും ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിനും കമ്പയർ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് ബിക്കോസ് ഞാൻ എപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ ആദ്യം നോക്കുന്നത് ഞാൻ കറക്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നിച്ച ആസ് എ കൺസ്യൂമർ ഐ ഫീൽഡ്. ഞാൻ എന്തിന് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഞാൻ എൻജിൻസും പ്രൊഫഷണൽസും ഒക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. അവിടെ അത് പഠിപ്പിക്കുന്ന 1-2 യൂണിറ്റ് ഒക്കെ ഉള്ളൂ. ഇലക്ട്രിക്കൽ എടുക്കേണ്ടിയിരുന്നു സോണി. ഇവിടെ പോഡ്കാസ്റ്റ് ഈ കത്തുന്ന ലൈറ്റ് എല്ലാം ഞാൻ ചെയ്ത. അപ്പോൾ ഒരു കൺസ്യൂമറിന്റെ പുഷ് ആൻഡ് പുള്ളാണ് അവിടെ പ്ലേ ഔട്ട് ആയത്. സത്യം. ഒരു നല്ലപോലെ സ്കിൽഡ് ആയിട്ട് ഒരാൾ ഞാൻ നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ അവർ ആദ്യം ഡിപ്ലോമ ചെയ്ത് അവരെ സ്കിൽ സെറ്റ് ആക്കിയിട്ട് ബിടെക് ആണ്. വേറൊരു കാര്യമുണ്ട് സോണി, ഇപ്പം ഞാൻ +2 കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മാമൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തൊക്കെ പറഞ്ഞു എനിക്ക് VFX ചെയ്താൽ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ബിക്കോസ് ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ. ഞാൻ വീഡിയോ ക്രിയേഷൻ, വീഡിയോ ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ LA ഒരു കോളേജ് കാണിച്ചു, ഇവിടെ എങ്ങല്ല LA ചില്ലറ. അപ്പോൾ വേണ്ട, എൻജിനീയറിങ്, മെഡിക്കൽ ഏത് വേണം, അവിടുത്തെ ഫുള്ളി പുറത്തു പോയി. പക്ഷേ അവിടെ ഞാൻ കാര്യം ചോദിക്കട്ടെ, മേ ബി ദ അപ്രോച്ച് എനിക്ക് ഒന്ന് ഇമാജിൻ VFXന്റെ ഫുൾ ഫോം പോലും ചിലപ്പോൾ അറിയാത്ത. ഐ എം നോട്ട് ഡിമീനിങ് യുവർ പേരൻസ് ഓർ എനിത്തിങ്, പക്ഷേ ഐ ഡോണ്ട് തിങ്ക് എൻ്റെ പേരൻസിനും VFXന്റെ ഫുൾ ഫോം അറിയാമായിരിക്കും. ആക്ച്വലി എനിക്ക് ചിലപ്പം VFX അപ്പോൾ VFXന്റെ ഫുൾ ഫോം പോലും അറിയാത്ത ഒരാളുടെ അടുത്ത് എന്നിട്ട് ഞാൻ ലോസ് ഏഞ്ചൽസിൽ പോയിട്ട് അത് 20 ലക്ഷം രൂപ റെക്കോർഡ് ചെയ്യാം. Imagine what their output would be. But rather that if you would have said ki ഞാൻ BTech integrated with VFX അമിറ്റി യൂണിവേഴ്സിറ്റി പോയി പഠിക്കാം, അല്ലെങ്കിൽ ഇവിടെ പോയി പഠിക്കാം, അല്ലെങ്കിൽ നീ ആ BTech ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പോലും you could have done it parallelly. Somewhere along the way I lost like faith in all these colleges selling dreams to kids. I don't know. ഇപ്പം ഞാൻ കാണുന്നതിൻ്റെ കുഴപ്പമായിരിക്കാം, അറിയത്തില്ല. ഇറ്റ്സ് ലൈക്ക് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ they are just building, printing money, not giving back shit to kids. പക്ഷേ ഞാൻ അവിടെയും പറയുന്നു Also, it's a pull mechanism. People are not qualified enough to teach them. Yes. They haven't achieved anything. അപ്പോഴും അവിടെ ഞാൻ പറഞ്ഞ ഫാക്ടറാണ്. നേരത്തെ സോണി പറഞ്ഞ കാര്യം കറക്റ്റ് ആയിരുന്നു. ഒരു യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രൊഫസർ എന്ത് ചെയ്തിട്ടുണ്ട്, എവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നോക്കി പോയാൽ രക്ഷപ്പെടും.
Because ഞാൻ അവർ അങ്ങനെ പഠിപ്പിക്കുന്ന ആ ചിന്തിച്ചിട്ടില്ല. ലെവലിലായിരിക്കും. അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ദാറ്റ്സ് എ ഗുഡ് ലൈക്ക് ഇൻസൈറ്റ് യു ഗീവ്. പക്ഷെ ഞാൻ അതാ പറഞ്ഞത്, ഓൾ ഐ സീ ഈസ് എ മണി പ്രിന്റിങ് തിങ് ഹിയർ. നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ റിസർച്ച് ചെയ്ത് പോയെങ്കിൽ നമുക്ക് കറക്റ്റ് സാധനം കിട്ടും. Yep. അത്രേ ഉള്ളൂ. നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോവാം. നീ എപ്പോഴും എഡിറ്റ് ചെയ്ത് കളയുന്ന ഹാപ്പി മൊമെന്റ്സ് ഞാൻ ചെയ്യുന്നില്ല. ബിക്കോസ് നമ്മൾ നമ്മുടെ ഹാപ്പി മൊമെന്റ്സ് ഒക്കെ കുറെ സംസാരിക്കാനുള്ളതാണ്. ഈ ഒരു പോഡ്കാസ്റ്റ് റാപ്പ് അപ്പ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ ഫാക്ടറേ ഉള്ളൂ, വാട്ട് എവർ വി ഹാവ് ഡിസ്കസ്ഡ് ഇത് ഞങ്ങളുടെ അഭിപ്രായങ്ങളാണ്. ഇത് കേൾക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ തോന്നാം വി ആർ നോട്ട് എഡ്യൂക്കേറ്റഡ് ടു മേക്ക് ദീസ് സ്റ്റേറ്റ്മെന്റ്സ്. ട്രൂ. ഞങ്ങൾക്ക് ഇത് പറയാനുള്ള അർഹതയില്ല, ഞങ്ങൾക്ക് ഇത് പറയാനുള്ള അറിവില്ല. ആക്ച്വലി കറക്റ്റ്. ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു അറിവ് കാണത്തില്ല. പക്ഷെ ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയം, നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പൈസ, അതിനെ റെസ്പെക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊന്ന് റിസർച്ച് ചെയ്തു. റിസർച്ച് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ശരി തോന്നുവാണെങ്കിൽ അതൊന്ന് ഇച്ചിരി സീരിയസ് ആയിട്ട് എടുക്കുക. ഡോണ്ട് ബ്ലൈൻഡ്ലി ഫോളോ പീപ്പിൾ ടെല്ലിങ് യു ദാറ്റ് ഹിയർ ഇസ് ദ ഗ്രീൻ ലാൻഡ്. ബിക്കോസ് എങ്ങും പച്ചപ്പ് മാത്രമായിട്ടുള്ളൊരു സ്ഥലമില്ല. ഒരു സ്ഥലത്തും ഞാൻ അത്യാവശ്യം ട്രാവലും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. സന്തോഷം മാത്രമായിട്ടുള്ള ഒരു നാടുമില്ല, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നാടും മാത്രമായിട്ടില്ല. എല്ലാ നാടിനും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ആൻഡ് നമ്മൾ ജനിച്ചു വളർന്ന നാടായതുകൊണ്ട് തന്നെ നമുക്ക് ഈ നാട്ടിൽ ഡൗൺസ് എല്ലാം അറിയാം. പക്ഷെ ഇവിടെയും അപ്സ് ഭയങ്കരമായിട്ടുണ്ട്. ഐ എം എ ഹ്യൂജ് പ്രൊമോട്ടർ ഓഫ് മേക്ക് ഇൻ ഇന്ത്യ ഓർ മേക്ക് ഇൻ കേരള. സോ ലെറ്റ്സ് ട്രൈ ടു ഹസൽ. ആൻഡ് മേ ബി ഫ്രം EBS ഓൾസോ നമ്മുടെ ഒരു കൾച്ചർ വെച്ചിട്ട് ലെറ്റ്സ് പ്രൊമോട്ട് നോ ജഡ്ജ്മെന്റ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഒരു വെയിറ്ററായിട്ട് ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്ററായിട്ട് ജോലി ചെയ്യൂ. നിങ്ങൾക്ക് കാറ്ററിംഗിന് പോകണമെങ്കിൽ കാറ്ററിംഗ് ആയിട്ട് ജോലി ചെയ്യും. നിങ്ങൾ പാർട്ട് ടൈം ജോലി ചെയ്യാം. ഹസൽ. That's the only statement that we'll give away. Hustle, make money, but also find what your path is. Make it till you break it. Make it till you break it. Correct. That is the most right statement. We really hope you got some good insights from this podcast. And as it goes through, ഞങ്ങളും ഞങ്ങളുടെ കുറേ ഫീഡ്ബാക്സ് ഇപ്പോൾ കാണുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടൊരു ഫീഡ്ബാക്ക് ആയിരുന്നു, കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ലാംഗ്വേജ് യൂസ് ചെയ്ത് നല്ലതായിരിക്കും. ഈ പോഡ്കാസ്റ്റിന് ഭയങ്കരമായിട്ട് സ്വിച്ച് ചെയ്യുന്നുണ്ട്. വി ആർ ഓൾസോ ന്യൂ ടു ദിസ്. വി ആർ ലേണിംഗ്, വി ആർ അഡാപ്റ്റിംഗ്. But parallelly, ഭയങ്കര ഒരു പാഷൻ ഉണ്ട്. And that is the truth. We have a huge passion to give back or to share what we have. But also to really be humble enough to say if we are wrong, we are wrong. So ഞങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ്സിൽ തെറ്റുണ്ടെങ്കിൽ we are not scared. Like എനിക്ക് തോന്നുന്നില്ല നമ്മൾ കമന്റ് ഡിലീറ്റ് ചെയ്യത്തില്ല unless അത് ഡിലീറ്റ് ചെയ്യേണ്ട കമന്റ്. പക്ഷെ this is going to be how we will develop ourselves. But parallelly, as we develop ourselves, maybe we'll create more good contents which can be helpful to someone at some place of their own life. But other than that, this is us signing off from this podcast, and we really hope you had. I have one more ഒരു കാര്യം കൂടെ. ഇത് നമ്മളൊരു 6 മാസമായിട്ട് പറഞ്ഞ് ലൈക്ക് മാനിഫെസ്റ്റ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കൊണ്ടുവന്ന ഒരു പോഡ്കാസ്റ്റാണ്. ആൻഡ് ഇതിൻ്റെ ഗസ്റ്റായിട്ട് ലൈക്ക് നമ്മുടെ ഐഡിയോളജി എന്ന് വെച്ചാൽ വി ഹാവ് ടു ഗീവ് ബാക്ക് ടു പീപ്പിൾ. ഇതിൻ്റെ ഗസ്റ്റായിട്ട് വരുന്ന ആൾക്കാർക്കും അങ്ങനെ ഒരു ഐഡിയോളജി ഉണ്ട്. അങ്ങനെ ലൈക്ക് അലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഡു കോൺടാക്ട് അസ്. വി ക്യാൻ ഹാവ് എ ടോക്ക്. നല്ലൊരു പോയിന്റ് ആണ് ആക്ച്വലി. എനിക്ക് നമ്മളിത് ഭയങ്കര ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മുടെ ചാനൽ നമ്മൾ മറ്റ് ചാനൽസിൻ്റെ കൂട്ട് കമ്പയർ ചെയ്യുമല്ല, പക്ഷെ നമ്മുടെ ഒരു കോൺസെപ്റ്റ് ഡിഫറെൻ്റ് ആണ്. സോ ദിസ് ഇസ് നോട്ട് ഫോർ ഫെയിം, ദിസ് ഇസ് നോട്ട് ഫോർ ഹിറ്റ്സ്. But double quotes we do like when we hit 1K. But please, as you said, ഇത് കണ്ടിട്ട് നമ്മളൊപ്പം ഇരുന്ന് ജസ്റ്റ് ഒരു 1 hour നിങ്ങളുടെ ലൈഫിൽ, ബിസി ലൈഫിൽ നിങ്ങൾക്കൊന്ന് ഇരുന്ന് if we can have a nice conversation, we would really appreciate. ഒരാളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. Correct. And that is the goal. നമ്മൾ ഒരാളെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ട് ഒരാളെങ്കിലും താഴെ വന്നിട്ട് പറയുകയാണ് യെസ് ഐ wanted to do this but I've taken a step back and I'm doing this checks, we will be really happy. But also please provide us more feedback. Provide us feedback how we can improve ourselves, how we can give more good content, and we will keep improving ourselves. So now we can sign off. And we really hope you stay safe, healthy, and till next time, this is Sony Matthews signing off from Path to Peak along with Amal. Thank you. Bye.